ഹായ് ഓൾ, വെൽക്കം ടു വൺ ഐസ് അക്കാദമി. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ സാധാരണ ഒരു 4 days വർക്ക്ഷോപ്പാണ് സംഘടിപ്പിക്കാറുള്ളത്. അപ്പോൾ സിവിൽ സർവീസിലേക്ക് വരുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് എപ്പോഴുള്ള ഡൗട്ടാണ് എന്തൊക്കെയായിരിക്കും? കറണ്ട് അഫയേഴ്സ് അല്ലേ? കറണ്ട് അഫയേഴ്സ് ഡൗട്ട് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നെറ്റ്വർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. ബിക്കോസ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നത് ഞാൻ ചിലപ്പം കാണില്ല, അതുകൊണ്ട് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ദ ഡ്രീം UPSC. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഗ്രൂപ്പിൽ ഏകദേശം ഒരു 60-70 പേരുണ്ട്. അപ്പോൾ നിലവിൽ നമ്മുടെ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ഏകദേശം 18 പേരാണ് അല്ലേ? 18-20 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം 7 o'clock നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അത്യാവശ്യം മോശമായ വെതർ പാറ്റേൺസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു ടെക്നിക്കൽ എറേഴ്സ് ആയിരുന്നു ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത്, സോറി. നമ്മൾ 2 ദിവസമായിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് ഡേ സെഷൻ എന്താണ്? ഡീകോഡിങ് ദ മിത്ത് ഓഫ് UPSC. അപ്പോൾ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു സെഷൻ ആയിരിക്കും അല്ലേ? ഡീകോഡിങ് ദ മിത്ത് ഓഫ് UPSC. എന്താണ് നമ്മൾ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ UPSC പെർസ്പെക്റ്റീവിൽ നിങ്ങളിപ്പം ഏതൊരു നെറ്റ്വർക്ക് ചാനലുകൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സിലബസ് എന്താണ്, അതേപോലെ തന്നെ നോട്ട് പ്രിപ്പറേഷൻ, സ്ട്രാറ്റജീസ്, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ബട്ട് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ നിങ്ങളോട് ഞാനൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ടേക്ക് ഇട്ട് തരാം. എന്തിനാണ് NCERT? ഓക്കെ, എന്തിനാണ് NCERT ഒരു ബേസിക് മെറ്റീരിയൽ ആയിട്ട് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ എന്തിനാണ് NCERT പറയുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ നമ്മളൊക്കെ പറയും NCERT കുറച്ച് സിമ്പിൾ ടെക്സ്റ്റ് ബുക്കാണ് അതുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ അതിനേക്കാൾ ഉപരി മറ്റൊരു ഫാക്ടർ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു തരാം, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്തിന് UPSC ചോദിക്കുന്നു? നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും ചെറുപ്പം തന്നെ പറഞ്ഞു കേട്ടുള്ള കാര്യമായിരിക്കും. നന്നായി പഠിക്കുന്നുണ്ടെങ്കിൽ അവർ IAS IPS പഠിച്ചുകൂടുന്നുള്ള കാര്യമായിരിക്കും. അവിടെ ഒരിക്കലുമല്ല, നന്നായി പഠിക്കുന്ന ആളുകൾക്ക് കിട്ടണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. UPSC എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഏകദേശം 20-21 വയസ്സ് വരെ പഠിച്ച മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ പഠിച്ച മെത്തേഡിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം ആരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നല്ലോ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നോളജബിൾ അല്ലെങ്കിൽ തിങ്കിങ് പേഴ്സൺ ആവാൻ പാടില്ല അല്ലേ? അവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആളുകളെ ഇറക്കുമതി ചെയ്യാതെ ഇവിടെയുള്ള ആളുകളെ തന്നെ എന്താണ് ക്യാപ്പബിൾ ആക്കുക, അവരുടെ ചെറിയ ചെറിയ വർക്കുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്ലറിക്കൽ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ക്യാപ്പബിൾ ആക്കുക എന്നായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അപ്പം അതുകൊണ്ട് തന്നെ അവർ തിങ്ക് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നമുക്ക് എഡ്യൂക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ലിസ്റ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഫോറിൻ എഡ്യൂക്കേഷൻ ലഭിച്ചിരിക്കുന്ന ആളുകൾ, ഇൻക്ലൂഡിങ് നമ്മുടെ മഹാത്മാഗാന്ധി ആണെങ്കിൽ പോലും അല്ലേ, മെജോറിറ്റി ആളുകളൊക്കെ ഫോറിൻ എഡ്യൂക്കേഷൻ നേടിയതാണ്. അപ്പോൾ ഫോറിൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താണ് പറയുന്നത്? നമ്മുടെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി ബിൽഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അവർ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യുന്നത്? നമ്മൾ 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഏകദേശം 10th വരെ എന്താണോ ബുക്കിലുള്ളത് അതേപോലെ പഠിക്കുന്നു. അത്യാവശ്യം കൂടുതൽ ടൈം ബുക്കിൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് പറയും, ഒരു പേരിട്ട് കൊടുക്കും, ബുജ്ജി അല്ലെങ്കിൽ പഠിപ്പിച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് പേരിട്ട് കൊടുക്കുന്നു. അപ്പോൾ നന്നായിട്ട് മാർക്ക് നേടുകയും ചെയ്യും. ചിലപ്പോൾ ബാക്ക് ബെഞ്ചേഴ്സ് അത്യാവശ്യം നന്നായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും ടോപ്പിക്കിൻ്റെ പിന്നാലെ ചിന്തിച്ച്, നിങ്ങളുടെ ഇടയിലൊക്കെ അങ്ങനെയുള്ള ചില ഫ്രണ്ട്സുകൾ ഉണ്ടായിരിക്കാം, എന്തെങ്കിലും കാര്യത്തിന് ചിന്തിച്ച് കാടി കയറി പോകുന്ന ആളുകൾ. അതെന്താ അങ്ങനെ എന്നൊരു ചോദ്യം ചോദിക്കും. പഠിപ്പിച്ചുകൾ എന്താ ചെയ്യുന്നത്? സാധാരണ അവർ സിമ്പിളായിട്ട് ബുക്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പഠിക്കുന്നു, വ്യത്യാസ എക്സാമിനേഷന് അതേപോലെ ചോദിക്കുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അതേ സാധനം കോപ്പി അടിച്ച് ഇപ്പോഴേ ഈ സൈഡിലേക്ക് എഴുതുന്നു. ഇവാലുവേഷൻ ചെയ്യുന്ന ഫാക്കൽറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, ടെക്സ്റ്റിൽ അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്, ഓക്കെ. ബിക്കോസ് ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഇപ്പോഴാണെങ്കിൽ പോലും നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ചേഞ്ചസുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഏകദേശം ഒരു 10 വർഷം കഴിയണം ഏകദേശം നമ്മുടെ ഈ ഒരു UPSC പാറ്റേണിലേക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പോകാൻ വേണ്ടിയിട്ട്. ബട്ട് UPSC നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, UPSC ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണോ ഫോളോ ചെയ്യാറുള്ളത്? അല്ല, ഒരിക്കലും അല്ല. UPSC അങ്ങനെയല്ല എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം നിങ്ങൾ 6, 7, 8 വർഷം ഇരുന്ന് പഠിച്ചാൽ പോലും ചിലപ്പോൾ UPSC ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് വെറും ഒരു 6 മാസം പഠിക്കുന്ന ഒരാൾക്ക് UPSC ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ നിങ്ങൾ കണ്ടു കാണും. നമ്മൾ ഒരുപാട് റാങ്ക് ലിസ്റ്റുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഇവൻ എന്നോട് ഏതോ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ കോച്ചിങ് നിർബന്ധമല്ലേ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇവൻ നമ്മുടെ അക്കാദമിയാണ് നടത്തുന്നതെങ്കിൽ പോലും
കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷം ഏകദേശം 6th റാങ്ക് ഇട്ടിരിക്കുന്ന ഒരു കുട്ടി, കോട്ടയം എന്നുള്ളൊരു കുട്ടിയാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. കോച്ചിങ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിച്ചു, പഠിച്ച് 6th റാങ്കാണ്. നിങ്ങൾ ആലോചിക്കണം, 10th റാങ്കിനുള്ളിലാണ് കേരളത്തിൽ നിന്നൊരു കുട്ടി ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്, ഒരു കോച്ചിങ് നേടാതെ തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് എക്സാമിനേഷൻ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് NCERT? നിങ്ങൾ ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിക്കോളൂ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്താണ് സെൽഫ് സ്റ്റഡി ആയിക്കോട്ടെ, ഉടനെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ എടുത്ത് പഠിക്കുക. നിങ്ങൾ കോളേജിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ എടുത്ത് പഠിക്കുക. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ ബുക്കുകൾ നിർബന്ധമാണ്. അതൊന്നും ഇവിടുത്തെ ഒരു സ്ട്രാറ്റജി അല്ല. പിന്നെ 1ാം റാങ്കുകാരുടെ ഒരു സ്ട്രാറ്റജി നോക്കിക്കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്താൽ ചിലപ്പോൾ എനിക്ക് 1ാം റാങ്ക് കിട്ടുമല്ലോ എന്നുള്ളത്. 2015 ടീന ദാബി 1ാം റാങ്ക് കിട്ടിയിരിക്കുന്ന ഒരു ആസ്പിറൻ്റ് ആണ്, ഇപ്പോൾ നമ്മുടെ IS ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി നമ്മുടെ ഇൻ്റർനെറ്റിലൊക്കെ കാണാൻ പറ്റും, നിങ്ങളൊക്കെ തുടക്ക സമയത്താണെങ്കിൽ കണ്ടു കാണും. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി കോപ്പി ചെയ്തിട്ട് പല സ്റ്റുഡൻസും നമ്മളോട് തന്നെ പല സ്റ്റുഡൻസും ചോദിക്കും, സാർ ഈ സ്ട്രാറ്റജി ഞാനൊന്ന് ഫോളോ ചെയ്യട്ടെ, അങ്ങനെ എനിക്ക് 1ാം റാങ്ക് കിട്ടില്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു, ടീന ദാബിയുടെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ടീന ദാബിയുടെ ഒരു എൻവയോൺമെൻ്റ് അല്ല നമുക്ക് കേരളത്തിൽ ഇരിക്കുന്ന സമയത്തുള്ളത്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഇവൻ ഫാമിലി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടിയിരിക്കുന്ന എഡ്യൂക്കേഷൻ ആണെങ്കിലും എൻറ്റയർ ഡിഫറൻ്റ് ആണ്. നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്ട്രാറ്റജി മേക്ക് ചെയ്യും. അപ്പോൾ കുട്ടി രണ്ടാമത് ചോദിക്കുന്ന ചോദ്യമാണ്, സാർ എങ്ങനെയാണ് സ്ട്രാറ്റജി മേക്ക് ചെയ്യേണ്ടത്? സോ എന്താണ് സ്ട്രാറ്റജി? ഇവിടെ പ്രിലിംസ് ഉണ്ട്, മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കാനുണ്ട്, അല്ലേ? കറണ്ട് അഫയേഴ്സ് ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, നമുക്കൊന്നും മനസ്സിലാവില്ല. സാധാരണ മലയാളം പേപ്പറിൻ്റെ തന്നെ എഡിറ്റോറിയൽ വായിക്കാത്ത നമ്മളാണ്. അങ്ങനത്തെ നമ്മളാണ് എന്താണ് ഹിന്ദു, അതന്നെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സിൻ്റെ എഡിറ്റോറിയൽ വായിച്ചിട്ട് നോട്ട് മേക്ക് ചെയ്യാൻ തുടങ്ങുന്നത്, അല്ലേ? ചെയ്തേ പറ്റൂ, വേറെ നിവൃത്തിയൊന്നുമില്ല. അതിനൊക്കെ പല സ്ട്രാറ്റജീസ് ഉണ്ട്, നമുക്ക് ഓരോ സ്ട്രാറ്റജീസ് ആയിട്ട് പലതായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇപ്പോൾ പറഞ്ഞു വന്നത് വ്യക്തമായിട്ടുള്ള സ്ട്രാറ്റജി മേക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശം. അപ്പോൾ നമ്മുടെ ഈ സെഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതും കുറച്ച് ഐഡിയാസുകൾ, അല്ലേ? കുറച്ച് ഐഡിയാസുകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തരുന്നതാണ്. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ ആലോചിക്കണം, ഞാൻ എങ്ങനെയുള്ള ഒരാളാണ്, എനിക്ക് എങ്ങനെയുള്ള സ്ട്രാറ്റജിയാണ് വേണ്ടത്. CBSE പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കാൻ വളരെ സിമ്പിളായിരിക്കും. സ്റ്റേറ്റ് സിലബസ് പഠിച്ചിരിക്കുന്ന ആൾ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് CSAT വളരെ സിമ്പിളായിരിക്കും. നോൺ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്ക് CSAT ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ പോലും എല്ലാവരെയും ഒരേ ഏരിയയിൽ ഇരുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതിനകത്തുള്ള വൈരുദ്ധ്യം. എല്ലാവരും ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നോൺ മാത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആളുകളുണ്ടായിരിക്കാം, മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആളുകളുണ്ടായിരിക്കാം, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ പല മേഖലയിൽ നിന്ന് ആളുകളാണ് ഒരുമിച്ച് ഒരേ എക്സാമിനേഷന് വേണ്ടി പഠിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേ സ്ട്രാറ്റജി വർക്ക് ചെയ്യുമോ? ഒരിക്കലും വർക്ക് ചെയ്യില്ല. അപ്പം നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. അതിന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? UPSC എന്താണ്, അല്ലെങ്കിൽ ഈ സിവിൽ സർവീസ് എക്സാമിനേഷനെ കൊണ്ട് UPSC എന്താണ് ഉദ്ദേശിക്കുന്നത്, ആരെയാണ് UPSC സെലക്ട് ചെയ്യുന്നത്? ഇതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു എക്സ്റ്റെൻസീവായിട്ട് റിസർച്ചിന് ശേഷമാണ് ഈ കാര്യങ്ങൾ കണ്ടെത്തുന്നത്. സ്റ്റേറ്റ് സിലബസ് പഠിച്ചിരിക്കുന്ന ആളുകളും ഒന്ന് വേണം. നമ്മൾ ശ്രീധന്യ മാം അല്ല, സ്റ്റേറ്റ് സിലബസ് ഒക്കെ പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം ഇവിടുത്തെ IAS ഓഫീസറാണ്. അദ്ദേഹം എഴുതുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് IAS ഓഫീസർ, IPS ഓഫീസർ, IRS ഓഫീസേഴ്സ്, അല്ലെങ്കിൽ IIT, NITയിൽ പഠിക്കുന്ന ആളുകൾ, എയിംസിൽ പഠിക്കുന്ന ആളുകളൊക്കെ ട്രൈ ചെയ്യുന്ന ഒരു എക്സാമിനേഷനാണ്. ഡൽഹിയിലെ വലിയ വലിയ എക്സാമിനേഷൻ കോച്ചിങ് സെൻറ്റേഴ്സിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ആളുകൾ പോലും ഈ എക്സാമിനേഷൻ എഴുതുന്നുണ്ട്, അല്ലേ? അപ്പോൾ ആലോചിച്ച് നോക്കുക. എന്നിട്ടും അതിൻ്റെ ഇടയിൽ ഈ ശ്രീധന്യ മാമിന് കിട്ടാനുണ്ടായിരിക്കുന്നൊരു ഒരു കപ്പാസിറ്റി എങ്ങനെയാണെന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ, എക്സാമിനേഷൻ എന്താണ്, UPSCക്ക് ആരെയാണ് വേണ്ടത്, എന്താണ് സിലബസ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ടോപ്പിക്കിലേക്ക് വീണ്ടും വരാം. എല്ലാവർക്കും തോന്നുന്ന ഫസ്റ്റ് ഒരു കാര്യമാണ്, സിവിൽ സർവീസ് എക്സാമിനേഷൻ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാമിനേഷൻ ആണോ എന്നുള്ളത്. ഞാൻ പറയും ഒരിക്കലും ടഫസ്റ്റ് എക്സാമിനേഷൻ അല്ല. ഒരു കാരണവശാലും UPSC ഒരു ടഫസ്റ്റ് എക്സാമിനേഷൻ അല്ല, ബട്ട് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമിനേഷനാണ്. ചാൻസ് ഓഫ് സക്സസ് വളരെ കുറവുള്ള 0.02% അടുത്ത് ചാൻസ് ഓഫ് സക്സസ് ഉള്ള ഒരു എക്സാമിനേഷൻ മാത്രമാണ്. നിങ്ങളൊരു ലോ എക്സാമിനേഷൻ എടുത്ത് നോക്കൂ, അല്ലെങ്കിൽ MBBS എക്സാമിനേഷൻ എടുത്ത് നോക്കൂ, ഈ രണ്ട് എക്സാമിനേഷൻ എടുത്ത് നോക്കും. സിവിൽ സർവീസ് ആയിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണ്. സിമ്പിളായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു ഡോക്ടറുടെ കുറിപ്പ് തരാമെന്ന് കരുതാം. ഈ കുറിപ്പ് നമുക്കൊന്നും വായിച്ചാൽ മനസ്സിലാവും. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ എഴുതിയാൽ പോലും നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിച്ചാൽ മനസ്സിലാകും. അതേ സ്ഥാനത്ത് നിങ്ങൾ സിവിൽ സർവീസ് പഠിക്കാൻ ഇറങ്ങുന്ന ഒരു ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾ ഇതിൻ്റെ സിലബസ് വായിച്ചോളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഹൈ എൻഡ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിച്ചോളൂ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. സിവിൽ സർവീസിൻ്റെ സിലബസ് അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടഫസ്റ്റ് എക്സാമിനേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ടഫസ്റ്റ് എക്സാമിനേഷൻ അല്ല, ബട്ട് ടഫസ്റ്റ് എക്സാമിനേഷൻ ആക്കി മാറ്റിയിട്ടുണ്ട്. പല പല ലാഭങ്ങൾക്കും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ തന്നെ ടഫസ്റ്റ് എക്സാമിനേഷനാണ്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്നാൽ പോലും എഴുതിയെടുക്കാൻ പറ്റില്ല, നിങ്ങളൊരു കോച്ചിങ്ങിന് വരൂ, ഞങ്ങൾ നിങ്ങളെ വിജയിപ്പിക്കാം എന്നൊക്കെ പല പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ടാണ് അവർ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ലോ ആൻഡ് MBBS എക്സാമിനേഷൻ നമുക്ക് അതിനായിട്ട് മാറ്റാം. ഞാൻ ജസ്റ്റ് കമ്പാരിസന് വേണ്ടി മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനിവിടെ എഴുതി വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചുതരാം. സിവിൽ സർവീസ് എക്സാമിനേഷൻ ഹൈലി കോമ്പറ്റീറ്റീവ് ഇൻ നാച്ചർ, എക്സ്റ്റെൻസീവ് സിലബസ്
and multi-stage selection process. Evaluates candidates' knowledge, analytical abilities, decision-making skill, and general awareness of social, economic, and political issues. അപ്പോൾ ബേസിക്കായിട്ട് ഇത് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇൻഡെപ്ത് സ്റ്റഡീസ് ഇവിടെ ആവശ്യമേ അല്ല. നിങ്ങളൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട. ഹൈ മെമ്മറി കപ്പാസിറ്റി ഉള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണ്ട് കാലത്താണെങ്കിൽ ഞാൻ പറയാം നിങ്ങൾ PSC പഠിച്ചോളൂ എന്ന് പറയും. ബിക്കോസ് അവിടെ മെമ്മറിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ബട്ട് ഇപ്പോൾ നമ്മുടെ PSC എക്സാമിനേഷൻസ് ആണെന്നുണ്ടെങ്കിലും ഏകദേശം സിവിൽ സർവീസ് പാറ്റേണിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ടഫസ്റ്റ് എക്സാമിനേഷൻ ആണോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ആദ്യം തന്നെ മാറ്റി നിർത്താം. ഒരിക്കലും ഒരു ടഫസ്റ്റ് എക്സാമിനേഷൻ അല്ല, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനാണ്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി, എങ്ങനെയാണ് എൻ്റെ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യണം. നിങ്ങൾക്ക് ലഭിക്കുന്നത് 4 മണിക്കൂറായിരിക്കാം, ചിലപ്പോൾ 16 മണിക്കൂറായിരിക്കാം. ഏത് ടൈം ആയിക്കോട്ടെ, ഏത് ടൈമിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഓൺ സ്ട്രാറ്റജി മേക്ക് ചെയ്ത് പോകാൻ പറ്റണം. ഞാൻ എന്താണ്, എനിക്ക് എന്തൊക്കെ കപ്പാസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഞാൻ എവിടെയൊക്കെയാണ് വീക്ക്, ഏതൊക്കെ സബ്ജക്റ്റുകളിലാണ് ഞാൻ വീക്കാവുന്നത്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഞാൻ കുറച്ചുകൂടി കൂടുതൽ ഫോക്കസ് നൽകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ സെൽഫ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ മുന്നിൽ ക്രെഡിബിൾ ആയിട്ടുള്ള 2 സോഴ്സുകൾ മാത്രമേ ഉള്ളൂ. UPSCയുടെ സിലബസും പിന്നീട് UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും. മറ്റ് ഒരു സോഴ്സുകളും നമുക്ക് ക്രെഡിബിൾ സോഴ്സുകൾ എന്ന് പറയാൻ പറ്റില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇറക്കുന്ന സോഴ്സുകൾ നമുക്ക് ക്രെഡിബിൾ സോഴ്സുകളെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ആകെയുള്ള സോഴ്സ് എന്താണ്? ഈ 2 സോഴ്സുകളാണ്. ഈ 2 സോഴ്സുകൾ നിങ്ങൾ സിവിൽ സർവീസിന് ഇറങ്ങുന്ന ആളുകൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നൊരു കാര്യം, നിങ്ങളൊരു 1 മന്ത് ഇരുന്നിട്ട് എക്സ്റ്റെൻസീവായിട്ട് റിസർച്ച് ചെയ്തോളൂ. എന്ത് പഠിക്കണം, എന്താണ് UPSC ചോദിക്കുന്നത്, എന്താണ് സിലബസ് എന്നുള്ളത് വ്യക്തമായിട്ട്. നമ്മുടെ ബാച്ചിൽ തുടങ്ങുന്ന സമയത്ത്, കഴിഞ്ഞ ബാച്ച് തുടങ്ങുന്ന സമയത്ത് ഞാൻ കുട്ടികളെ കൊണ്ട് ഫസ്റ്റ് ചോദിച്ചൊരു കാര്യമായിരുന്നു. 2014 മുതൽ 23 വരെയുള്ള പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഏത് ഏരിയയിൽ നിന്ന് ഏത് വരുന്നു എന്നുള്ളത്. അപ്പോൾ കുട്ടികൾ ഫസ്റ്റ് 2 വീക്കിനോട് ചോദിച്ചു, സാർ ഇത് ക്ലാസ്സുകളൊന്നും ഇല്ലാതെ ഇതെങ്ങനെയാണ് തുടങ്ങും? ഞാൻ പറഞ്ഞു 2 വീക്ക് നിങ്ങളിത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം, 2 വീക്ക് പോയാലും വലിയ കുഴപ്പമില്ല എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഫോർമാറ്റ് കൊടുത്തു, ഒരു എക്സൽ ഫയലിൻ്റെ ഫോർമാറ്റ് കൊടുത്തു, അതിൻ്റെ അത് ഫില്ല് ചെയ്യാൻ പറഞ്ഞു. പല ആളുകളും പല രീതിയിലും. അപ്പോൾ തന്നെ മനസ്സിലായി പല ആളുകൾക്കും ക്വസ്റ്റ്യൻസ് ഏതാണ് സിലബസ് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി ആണോ അതോ അല്ലെങ്കിൽ ഇതൊരു പൊളിറ്റി ആണോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ലെവലിൽ പല രീതിയിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പ്രിലിംസ് എക്സാമിനേഷൻ നമ്മൾ ഡീകോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിവേഴ്സിന് ഇന്ത്യൻ ഫിസിക്കൽ ജോഗ്രഫി അതിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന് തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്ത് റിവേഴ്സ് ഏരിയയിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു, മൗണ്ടൻസിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2014 മുതൽ 24 വരെ 23 കാര്യങ്ങൾ അനലൈസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് സെഷൻ എൻഡിന് ശേഷം ഞാൻ വേണമെങ്കിൽ ആ ഒരു PDF ഞാൻ ഷെയർ ചെയ്ത് തരാം ഗ്രൂപ്പിലേക്കും, ജസ്റ്റ് എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. അപ്പം ആ ഒരു കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ റിവേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് UPSC ചോദിക്കാറുണ്ട്, എല്ലാ വർഷം ചോദിക്കാറുണ്ട്. അപ്പോൾ കുട്ടികളോട് പറഞ്ഞു, ഇനി നിങ്ങൾ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യും. പ്രിലിംസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻസീവായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളുടെ സ്ട്രാറ്റജി മേക്ക് ചെയ്തിട്ട് UPSCനെ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യും. അപ്പോൾ നിങ്ങളും ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ പോലെ സിലബസ് മനസ്സിലാക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മനസ്സിലാക്കുക, എവിടെ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ആദ്യം വരുത്തുക. ഈ വ്യക്തത നിങ്ങളുടെ ഉള്ളിലുണ്ടായാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റൂ, നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ പോലും നിങ്ങൾക്ക് എന്ത് കിട്ടി എന്ത് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റും. കാരണം പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണെന്നുണ്ടെങ്കിലും കുട്ടികൾ പോകുന്നു, ഹ്യൂജ് എമൗണ്ട് പേ ചെയ്യുന്നു, പിന്നീട് അതിനുശേഷം 1 ഇയർ കഴിഞ്ഞ ശേഷം സാർ അത് കിട്ടിയില്ല, എനിക്ക് ആ ക്ലാസ് ലഭിച്ചില്ല, ഈ ക്ലാസ് ലഭിച്ചില്ല, മെയിൻസ് ആൻസർ, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഞാൻ പറയുന്നത് അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കുറ്റമല്ല, നിങ്ങളുടെ മാത്രം കുറ്റമാണ്. നിങ്ങളതൊന്നും അറിയാതെ അവിടെ പോയി കഴിഞ്ഞാൽ 1ാം റാങ്ക് കിട്ടുമെന്ന് കരുതിയിട്ട് നിങ്ങൾ നേരെ അവിടെ ചാടിക്കാരി പോകും. സിലബസ് ഒന്നും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങളുടെ മുന്നിൽ പണ്ടത്തെ ആളുകളെ പോലെ ഒന്നല്ല, നമ്മുടെ 1995 എഴുതിയിരിക്കുന്ന ആളുകൾക്കുണ്ട്, നമ്മുടെ ജഗുമർ സാറൊക്കെ. അപ്പോൾ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂലൊക്കെ പറയുന്നത് ഒന്നുമില്ല, ഒരു റിസോഴ്സും ഇല്ല, എന്തെങ്കിലുമൊക്കെ വെച്ച് പഠിക്കുക എന്നല്ലാതെ നമുക്കിവിടെ ജസ്റ്റ് മൊബൈൽ ഫോണിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ടെലിഗ്രാമിൽ കയറിയാൽ തരാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ UPSC മെറ്റീരിയൽസ് ആണ്, ഇഷ്ടം പോലെ ക്ലാസ്സുകളുണ്ട്, ഇതേപോലെയുള്ള കോമ്പറ്റീറ്റീവ് ക്ലാസ്സുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ ടഫസ്റ്റ് എക്സാമിനേഷനുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് ഫാക്ച്വൽസിലേക്കൊന്ന് പോവാം. ഓക്കെ, അപ്പം സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ പോസ്റ്റുകൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം. ഓൾ ഇന്ത്യ സർവീസസ്, ഗ്രൂപ്പ് A സർവീസസ്, ഗ്രൂപ്പ് B സർവീസസ്. ഇതിൽ ഗ്രൂപ്പ് B സർവീസസിന് മറ്റ് എക്സാമിനേഷൻസ് SSC പോലത്തെ എക്സാമിനേഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട് ഗ്രൂപ്പ് B സർവീസസുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ 3 സർവീസസ് മാത്രമേ ഉള്ളൂ. അതിലാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് ആൻഡ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് IFOS. അപ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് ഡൗട്ട് വരുന്ന ഒരു മേഖലയാണ്, സർ IFS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓൾ ഇന്ത്യ സർവീസ് അല്ല. ഒരിക്കലല്ല, ഇന്ത്യൻ ഫോറിൻ സർവീസ് സെൻട്രൽ സർവീസ് ആണ്. അപ്പോൾ എന്താണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത്? ഓൾ ഇന്ത്യ സർവീസ് മീൻസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണെന്നുണ്ടെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണെന്നുണ്ടെങ്കിലും ഒരേപോലെ പവേഴ്സുള്ള ആളുകളായിരിക്കും ഓൾ ഇന്ത്യ സർവീസ് എന്ന് ബേസിക്കലി പറയുന്നത്. ഇപ്പം
നമ്മൾ പറയുന്നില്ല CBI വരുന്ന സമയത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് അനുവദിച്ചില്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇങ്ങോട്ട് വരാൻ സമ്മതിച്ചില്ല, EDയുടെ റെയ്ഡ് നടക്കാൻ പോകുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ് അറിഞ്ഞില്ല കണ്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. ബിക്കോസ് ആ ഒരു കാറ്റഗറിയൊക്കെ സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന സർവീസ് കാറ്റഗറീസ് ആണ്. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് സെൻട്രലിലും സ്റ്റേറ്റിലും ഒരേപോലെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. IFS എക്സാമിനേഷൻ നിങ്ങൾ പലപ്പോഴും കേട്ട് കാണില്ല. നമുക്ക് DFO ഡിസ്ട്രിക്ട് കളക്ടറിനെ പോലെ തന്നെ ഡിസ്ട്രിക്റ്റിൽ എന്താണ് ഒരു ഡിസ്ട്രിക്റ്റിൽ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഏരിയയിൽ ഉണ്ടായിരിക്കുന്നത്? രണ്ട് വിഭാഗം മാത്രമേ ഉള്ളൂ അല്ലേ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യ വിഭാഗം എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. മറ്റേത് വെച്ച് കഴിഞ്ഞാൽ കാടും മല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലേ. ഈ രണ്ട് കാര്യങ്ങളൊന്ന് ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ രണ്ട് ജീവനുള്ള വസ്തുക്കളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് ഉള്ളത്. കൈകാര്യം ചെയ്യാന്നല്ല, ആ കാര്യങ്ങളെ പറ്റിയൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യാന്നുള്ളത്. ഫോറസ്റ്റും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടോ അതിനുവേണ്ടി നമുക്ക് ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടായിരിക്കും, DFO എന്നൊക്കെ പറയും. നമ്മൾ ഏതൊരു മമ്മൂട്ടിൻ്റെ പടത്തിൽ പറയുന്നുണ്ട് DFO ഷർട്ട് അങ്ങനെ എന്തൊക്കെ പറയുന്നൊരു മൂവിയൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടു കാണും. ഏകദേശം IAS ഓഫീസറിന് അതേ പവറുകളുണ്ട്, ബട്ട് നമ്മൾ കേൾക്കാറില്ല. കാരണം നമുക്ക് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും എൻകൗണ്ടർ ചെയ്യാത്ത ഒരു വിഭാഗമാണ് ഈ ഫോറസ്റ്റ് സർവീസുകളും. ഈ ഫോറിൻ സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ അംബാസിഡേഴ്സാണ് ബേസിക്കലി. നമ്മൾ അങ്ങോട്ടേക്ക് അധികം പോകുന്നില്ല. നമുക്ക് മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് ഫോറിൻ സർവീസ് ഓഫീസേഴ്സുമായിട്ടൊക്കെ നിങ്ങൾക്ക് മീറ്റ് സിവിൽ സർവീസ് എന്ന പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രാംസിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ, നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പോകാം. പിന്നീട് വരുന്നതാണ് ഗ്രൂപ്പ് A സർവീസസ്. ഏകദേശം 16ഓളം പോസ്റ്റുകളും IRS പോസ്റ്റ് മുതൽ അങ്ങോട്ടേക്കുള്ള IAAS തുടങ്ങിയിരിക്കുന്ന 16ഓളം പോസ്റ്റുകളാണ് ഗ്രൂപ്പ് A സർവീസസിൽ വരുന്നത്. പിന്നീട് വരുന്നതാണ് ഗ്രൂപ്പ് B സർവീസസുകൾ. ഓക്കെ, സോ അങ്ങനെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഗ്രൂപ്പ് B സർവീസസിൽ ആർമഡ് ഫോഴ്സസ് ഹെഡ്ക്വാർട്ടേഴ്സ് സിവിൽ സർവീസസ്, അതുപോലെ തന്നെ ഡാനിക്സ് ഡാമൻ ആൻഡ് DU ഇന്ത്യൻ സിവിൽ സർവീസസ്, അതുപോലെ തന്നെ ഡാമൻ ആൻഡ് DU ഇന്ത്യൻ പോലീസ് സർവീസ്, പോണ്ടിച്ചേരി സിവിൽ സർവീസസ്, പോണ്ടിച്ചേരി പോലീസ് സർവീസസ് അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പ് B സർവീസുകളാണ്. നിങ്ങൾ യൂണിയൻ ടെറിട്ടറിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന IAS ഓഫീസർ ഉണ്ടാവുമല്ലോ. സോ ബേസിക്കലി അത് ഗ്രൂപ്പ് ഓൾ ഇന്ത്യ സർവീസിലുള്ള IAS ഓഫീസർ ആയിരിക്കില്ല. അദ്ദേഹം ഗ്രൂപ്പ് Bയിലുള്ള ഒരു IAS ഓർ IPS ഓഫീസർ ആയിരിക്കും. ഓക്കെ, ഇവിടുത്തെ IRS ഓഫീസറിനെക്കാട്ടും ഒരു താഴെയുള്ള ആളുകളായിരിക്കും. സോ ഇതാണ്. അങ്ങനെ ഏകദേശം 26ഓളം പോസ്റ്റുകളാണ് നമ്മുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തെടുക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഒരു 100 റാങ്കിൽ വരുന്ന ആളുകൾ ഏകദേശം ജനറൽ കാറ്റഗറിയാണ്. കാറ്റഗറി വൈസ് നമുക്ക് ഡിഫറൻസിയേഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ എല്ലാവരും ജനറലാണ് എഴുതിയെന്ന് കരുതാം. കിട്ടിയിരിക്കുന്ന 1000 പേരും ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളെന്ന് കരുതുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 100 പേരിൽ വരുന്ന ആളുകൾ ഏകദേശം നമുക്ക് IAS കാറ്റഗറിയിൽ IAS ആൻഡ് IFOS അല്ല IFS ഇന്ത്യൻ ഫോറിൻ സർവീസ് ആ കാറ്റഗറിയിൽ പെടുത്താം. 100 മുതൽ ഒരു 250 റാങ്ക് വരെയുള്ള ആളുകളെ നമുക്ക് വേണമെങ്കിൽ 250 പേര് IPS ഓഫീസർ കാറ്റഗറിയിലേക്ക് വരുത്താം. പിന്നീട് അങ്ങോട്ടേക്ക് IRS അങ്ങനെ തുടങ്ങിയിരിക്കുന്ന പല സർവീസുകളായിരിക്കും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ആക്ച്വലി IFOSൻ്റെ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. IFOS എക്സാമിനേഷന് പ്രിലിമിനറി നമ്മൾ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ സെയിം പ്രിലിമിനറി എക്സാമിനേഷനാണ്. ബട്ട് മെയിൻസ് വരുന്ന സമയത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള മെയിൻസ് ആണ്, കുറച്ചുകൂടി ഫോറസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മെയിൻസ് ആയിരിക്കും. ബിക്കോസ് ഇന്ത്യൻ സിവിൽ സർവീസ് അല്ലെങ്കിൽ IAS എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള സർവീസ് ആണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും അഡ്മിനിസ്ട്രേഷനാണ്, ആളുകളുടെ അഡ്മിനിസ്ട്രേഷനാണ് വരുന്നത്. സോ അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആക്ച്വലി എന്ത് വേണ്ട, ഈ ഫോറസ്റ്റ് സർവീസിലിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു കാര്യം അധികം പഠിക്കേണ്ടി വരുന്നില്ല. അവർ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നോക്കേണ്ടത്. അധികം ഈ സൊസൈറ്റി അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി ആയിട്ട് അധികം പഠിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് പ്രിലിമിനറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് ചെന്നൈയിൽ പോയിട്ട് അടുത്തൊരു എക്സാമിനേഷൻ മെയിൻസ് എക്സാമിനേഷനാണ്. കുറച്ച് റാങ്കുകൾ മാത്രമേ അതിനകത്തേക്ക് അലോക്കേറ്റ് ചെയ്യുക, കുറച്ച് വേക്കൻസികൾ മാത്രമേ അലോക്കേറ്റ് ചെയ്യാറുള്ളൂ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസസിൻ്റെ അകത്ത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിൻ്റെ കാറ്റഗറീസ് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എലിജിബിൾസ് ആരൊക്കെയാണെന്നുള്ളത്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1000 റാങ്കിൽ കംപ്ലീറ്റ്ലി ജനറൽ കാറ്റഗറിയാണ് വന്നതെന്നുണ്ടെങ്കിൽ 100 റാങ്ക് IAS IFS, 250 റാങ്ക് വരെ IPS, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് IRS തുടങ്ങിയ കാര്യങ്ങളാണ്. ബട്ട് എല്ലാവരും അങ്ങനെ ആയിരിക്കുമോ? ഒരിക്കലും അല്ല, അല്ലേ? എങ്ങനെയായിരിക്കും? ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ടായിരിക്കും, അല്ലേ? OBC കാറ്റഗറി ഉണ്ടായിരിക്കാം, SC/ST കാറ്റഗറി ഉണ്ടായിരിക്കാം, EWS കാറ്റഗറി ഉണ്ടായിരിക്കാം, PWD ഫിസിക്കലി ഡിസബിലിറ്റി കാറ്റഗറി ഉണ്ടായിരിക്കാം. അതിൽ തന്നെ 4ഓളം കാറ്റഗറീസ് ഉണ്ട്. ഓക്കെ, പിന്നെ ജനറൽ കാറ്റഗറീസ് ഉണ്ട്. അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആളുകളാണ് സർവീസസ് എഴുതാൻ വരുന്നത്. ഇതിൽ തന്നെ ഗവൺമെൻറ് എപ്പോഴും ഈ ലോ ലെവലിലുള്ള ആളുകൾ അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള ആളുകൾ മുകളിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട്, മുകളിലേക്ക് കൊണ്ടുവരാനാണ് ഗവൺമെൻറ് സർവീസുകൾ കൊടുക്കുകയും ചെയ്യുന്നത്. സിവിൽ സർവീസും ഗവൺമെൻറ് സർവീസിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അവരുടെ ഉദ്ദേശവും താഴെ തട്ടിലുള്ള ആളുകളെ ഉന്നമനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ലോ ലെവൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് കുറച്ച് റിലാക്സേഷൻ UPSC നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ജനറൽ കാറ്റഗറി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് 21 വയസ്സാണ് മിനിമം ഏജ് ക്വാളിഫിക്കേഷൻ ഏജ്, 21 വയസ്സ്.
സോ 21 ഏജ് മുതൽ 21 ഏജ് എന്ന് വെച്ചാൽ സാധാരണ ബേസിക് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു വർഷമായിരിക്കും. ഒരു നോർമൽ ലെവലിലാണ് നിങ്ങൾ ഡിഗ്രി പോകുന്നതെങ്കിൽ 21 ഏജിൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്നതാണ്. അപ്പോൾ 21 ഏജ് മുതൽ 32 ഏജ് വരെയാണ് നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാനുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, 21 to 32 ഏജ്. അപ്പോൾ ഏകദേശം 11 വർഷമുണ്ട്. പക്ഷേ 11 വർഷം എഴുതാൻ പറ്റുമോ? ഇല്ല. 6 ചാൻസ് മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ഈ 6 ചാൻസ് എന്ന് പറയുന്നത് നിങ്ങൾ വൺസ് പ്രിലിമിനറി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ചാൻസ് ആയിട്ട് UPSC കണക്കാക്കുന്നതാണ്. ഓക്കെ, ദെൻ OBC കാറ്റഗറി. OBC ആണെന്നുണ്ടെങ്കിൽ OBCയിൽ തന്നെ 2 സെക്ഷൻസ് വേണമെങ്കിൽ പറയാം, ക്രീമി ലെയർ ആൻഡ് നോൺ ക്രീമി ലെയർ. അതായത് പ്രതിവർഷ വരുമാനം 8 ലക്ഷത്തിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രീമി ലെയർ ആണ്. പ്രതിവർഷ വരുമാനം 8 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ ക്രീമി ലെയർ. NCL സർട്ടിഫിക്കറ്റ് നിങ്ങൾ കേട്ടുകാണല്ലേ. പണ്ടൊക്കെ നമ്മൾ ഒരുപാട് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും. ഇപ്പം നമ്മൾ NCL സർട്ടിഫിക്കറ്റ് മാത്രമേ UPSC എന്നല്ല, ഏതൊരു ഗവൺമെൻറ് സർവീസിലേക്കാണെങ്കിലും കോളേജിലേക്കുള്ള അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിലും NCL സർട്ടിഫിക്കറ്റ് മാത്രമേ. പണ്ട് എന്തായിരുന്നു, ജാതി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ചോദിക്കാറുണ്ട്. ഇപ്പം NCL സർട്ടിഫിക്കറ്റ് അതിലുണ്ട്, അതിലെല്ലാ കാര്യങ്ങളും പ്രൂവൺ ആണ്. അപ്പോൾ NCL OBC കാറ്റഗറിയിൽ തന്നെ വരുന്ന 2 കാറ്റഗറിയാണ് NCL കാറ്റഗറി, നോൺ ക്രിമിലെയർ ആൻഡ് ക്രിമിലെയർ കാറ്റഗറി. ഇത് 8 lakhsന് മുകളിലുള്ള ആളുകളാണ്. ഇത് 8 lakhsന് താഴെയുള്ള വരുമാനം 8 lakhsന് താഴെയുള്ള ആളുകളാണ്. ഓക്കെ, അതായത് വരുമാനം കാൽക്കുലേറ്റ് ചെയ്ത് അയ്യോ എൻ്റെ അച്ഛന് ഇതിൽ 8 ലക്ഷത്തിലേക്കാളും കൂടുതൽ വർഷത്തിൽ വരുമാനം ഉണ്ടോന്നല്ല, വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പം ഈ 8 lakhsൻ്റെ മുകളിലുള്ള ആളുകളെ ബേസിക്കലി OBC ക്രിമിലേഴ്സ് എന്ന് പറയും. ബേസിക്കലി എന്താണ്, അവർ ജനറൽ കാറ്റഗറിയുമായിട്ട് ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും. ജനറൽ കാറ്റഗറി തന്നെയാണ് അവർക്ക് കിട്ടുന്ന അതേ ഇത് മാത്രമേ ഉണ്ടായിരിക്കും. വേറെ പ്രത്യേകമായിട്ട് എക്സ്ട്രാ ആയിട്ട് OBC കാറ്റഗറിക്ക് ലഭിക്കുന്നൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിൽ OBC ആണ് എന്നുണ്ടെങ്കിൽ, OBC കാറ്റഗറി നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 8 lakhsന് താഴേക്ക് വരണം. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു സെഷനിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാറില്ല. സോ എന്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നില്ല, നിങ്ങൾ റീസെൻ്റ് ആയിട്ട് ഒരു 2 ന്യൂസുകൾ കേട്ടുകയാണ് അല്ലേ, പലതരത്തിലുള്ള ഡോക്യുമെൻസുകൾ ഫേക്ക് ചെയ്തുകൊണ്ട് IAS IPS പോസ്റ്റിലെത്തിയിരിക്കുന്ന പല ആളുകളും. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഡോക്യുമെൻറ്റ്സ് വല്ലാതെ ഫേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കരുതുന്നത് നമ്മൾ ഫേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ UPSC അറിയില്ലെന്ന്. ഒരിക്കലല്ല മക്കളെ, UPSC നിങ്ങളെ നല്ല രീതിയിൽ സ്ക്രൂട്ടനൈസ് ചെയ്യും. ബിക്കോസ് ഇതിൽ ചുമ്മാ എക്സാമിനേഷൻ അല്ല, ഈ എക്സാമിനേഷൻ ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ കരുതുന്നത് നമ്മൾ ചുമ്മാ ഒരു എക്സാമിനേഷൻ എഴുതി പോകുന്നു. ഒരിക്കലല്ല, ഇൻ്റർനാഷണൽ ലെവലിൽ വരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു എക്സാമിനേഷനാണ്. ബിക്കോസ് ഓരോ രാജ്യത്തിനും ഓരോ പ്രസ്റ്റീജിയസ് എക്സാമിനേഷൻ ഉണ്ട്. ആ ഒരു എക്സാമിനേഷനിൽ ഇന്ത്യയുടെ കാറ്റഗറിയിൽ നിന്ന് പോകുന്ന ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എക്സാമിനേഷനാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. തീർച്ചയായിട്ടും, കാരണം നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് ആളെ വിടുന്നല്ലേ, ഇന്ത്യൻ ഫോറിൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഒരാളെ സെലക്ട് ചെയ്ത് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ അദ്ദേഹം ഒരു ബോംബ് പൊട്ടിക്കുകയും ചെയ്ത് കഴിഞ്ഞാലോ അല്ലേ. നമ്മൾ വിയന്ന കൺവെൻഷൻസ്, ആസ് പെർ വിയന്ന കൺവെൻഷൻസ് ഒക്കെ പ്രകാരം നമ്മളൊരു IFS ഓഫീസറെ മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുവിടുന്നു. അദ്ദേഹം ഒരു ക്യാരക്ടർ മോശമാണെന്നുണ്ടെങ്കിൽ ആർക്കാണ് ചീത്തപ്പേര്? അദ്ദേഹത്തിനാണോ ചീത്തപ്പേര്? അല്ല, നമ്മുടെ ഇന്ത്യക്കാകമാനമാണ് ചീത്തപ്പേര്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു ഇന്ത്യൻ ഫോറിൻ ഓഫീസർ എന്തെങ്കിലും ഒരു മോശമായ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ആ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്ത് ചെയ്യണം. പക്ഷേ UPSCക്ക് മറ്റൊരു കാര്യം, സ്ക്രൂട്ടനൈസ് ചെയ്ത് വലിയ ആളുകൾ മാത്രം എത്തിയാൽ മതി എന്നല്ല, ഇതിലെന്ത് വേണം UPSCക്ക് വ്യക്തമായിട്ട് താഴേക്കിടയിലുള്ള ആളുകളെയും കൂടി മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ OBC കാറ്റഗറിക്ക് നമ്മൾ കാറ്റഗറി ആണ് പോയത്. OBC കാറ്റഗറിക്ക് 35 വയസ്സ് വരെ നമുക്ക് എഴുതാൻ പറ്റും. 9 അറ്റംപ്റ്റ് ആണ്. അതായത് 21 വയസ്സ് മുതൽ 35 വയസ്സ് വരെ നമുക്ക് എഴുതാൻ പറ്റും. 9 തവണ നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഇനി SC ST കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 37 വയസ്സ് വരെ നമുക്ക് എഴുതാൻ സാധിക്കും. ടിൽ ദ ഏജ് ലിമിറ്റ് 21 വയസ്സ് മുതൽ 37 വയസ്സ് വരെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അവിടെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സുകളില്ല. ഓക്കെ, ഇനി PWD കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് ഡിസബിലിറ്റി കാറ്റഗറിയാണ്. ഡിസബിലിറ്റി കാറ്റഗറിയിൽ PWD ഓരോ കാറ്റഗറി ഉണ്ട്. PWD 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ ഓരോ കാറ്റഗറി ഉണ്ട്. അത് നിങ്ങളുടെ ഡിസബിലിറ്റിയുടെ പെർസെൻറ്റേജ് അനുസരിച്ചിട്ട് കാറ്റഗറൈസ് ചെയ്ത് തരുന്നതാണ്. അപ്പം അതിൻ്റെ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 42 ഏജ് ആണ്. 42 വയസ്സ് വരെ സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ പറ്റും. നമ്പർ ഓഫ് അറ്റംപ്റ്റ്സോ ടിൽ ദ ഏജ് ലിമിറ്റ് 21 വയസ്സ് മുതൽ നിങ്ങൾക്ക് 42 വയസ്സ് വരെ എഴുതാൻ പറ്റും. ഏകദേശം 21 വർഷം തന്നെ, 21 വർഷം നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതിക്കൊണ്ടേയിരിക്കാം. പോരെ, 21 വർഷം പോരെ? ഇതൊക്കെ കൂടുതലല്ലേ? സോ ഞാൻ ഡിസബിലിറ്റി കാറ്റഗറി മാത്രമാണ് പറഞ്ഞത്. അത്രയൊന്നും വേണ്ട. ഈ 6 അറ്റംപ്റ്റ് തന്നെ വളരെ കൂടുതലാണ്. ജനറൽ കാറ്റഗറിക്ക് വരുന്ന 6 അറ്റംപ്റ്റ് തന്നെ വളരെ കൂടുതലാണ്. അത്രയൊന്നും പഠിക്കാനില്ല. ആകെ കുറച്ച് അട്ടി ബുക്ക്, ഒരു 30-35 NCERT. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഈ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളത്. പലപ്പോഴും പല ആളുകൾ അതിനകത്തേക്ക് ഫസ്റ്റ് അങ്ങോട്ട് ചാടി വീഴും. അത് റെഫറൻസിന് മക്കൾ അതവിടെ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്കിത് പഠിച്ചിട്ട് ഇത് എന്താണ് ഈ ഒരു സബ്ജക്റ്റിൽ ഫുൾഫിൽ ആയില്ല, എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ. അതുകൊണ്ടാണ് അതിനെ പല ആളുകൾ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. എന്താണ് റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ടെക്സ്റ്റ് ബുക്കാണ് അല്ലേ. അപ്പം നമ്മളത് സ്റ്റാൻഡേർഡ് സ്റ്റഡി ടെക്സ്റ്റ് ബുക്കുകളാക്കിയ എന്താ അവസ്ഥ?
നമ്മളെ NCERT അങ്ങോട്ട് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുന്നു. എന്ത് ചെയ്യുന്നു? പിന്നീട് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക്, ഓക്കെ ഞാൻ PG ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ PhD കഴിഞ്ഞിരിക്കുന്ന ആളാണ്, എനിക്ക് ഈ 6ാം ക്ലാസ്സിലെ NCERT അതൊക്കെ ഭയങ്കര മോശമാണ് അല്ലെ. 6ാം ക്ലാസ്സിലെ NCERT ഒക്കെ വായിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും വലിയ പഠിച്ച ഒരാളല്ലേ, നമ്മുടെ ഉള്ളിനുള്ളിൽ ഈഗോ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ആയിരിക്കും അത് വേണ്ട, വലിയൊരു ടെക്സ്റ്റിംഗ് എടുക്കും, ലക്ഷ്മികാന്ത് കൊണ്ടുപോകാം. ഓക്കെ, ലക്ഷ്മികാന്തിനെക്കാട്ട് വലുതൊന്നുമില്ലേ, നമ്മൾ അത് വെച്ച് പഠിക്കാൻ തുടങ്ങും. അതൊന്നും വരുത്. ഓക്കെ, ബിക്കോസ് അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് UPSC പാറ്റേൺസ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഉണ്ടാക്കിയ ടെക്സ്റ്റ് ബുക്കുകളാണ്. ബട്ട് UPSC പാറ്റേൺ സെയിം ആണോ? അല്ല, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. PSCയിൽ നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ റാങ്ക് ലിസ്റ്റിലും വരും എന്ന് പറയാറുണ്ട്, കേട്ടിട്ടില്ലേ? PSCയിൽ ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ എല്ലാ റാങ്ക് ലിസ്റ്റിലും വരും. പിന്നെ ഇങ്ങനെ മാലപ്പടക്കം പോലെ ഓരോ റാങ്ക് ലിസ്റ്റിൽ വന്നുകൊണ്ടേയിരിക്കും. UPSCയിൽ ഒരു റാങ്ക് ലിസ്റ്റ് പോട്ടെ, ഇൻ്റർവ്യൂ പോയ ഒരാൾ നെക്സ്റ്റ് ഇയർ എഴുതി കഴിഞ്ഞാൽ, പ്രിലിംസ് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടും. നമ്മുടെ മീര ഇനീഷ്യൽ മറന്നു കേട്ടോ, 6th റാങ്ക് കിട്ടിയിരിക്കുന്ന ആളുണ്ടായിരുന്നു, കേരളത്തിൽ നിന്ന് 6th റാങ്ക് കിട്ടിയിരിക്കുന്നു. ഒരു 6ഓളം അറ്റംപ്റ്റുകളായിരുന്നു അദ്ദേഹത്തിന്. ആ അറ്റംപ്റ്റ്സിൽ തന്നെ അദ്ദേഹം ഇൻ്റർവ്യൂ വരെ പോയതിന് ശേഷം പിറ്റേത്തെ വർഷം എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തു, പ്രിലിമിനറി കിട്ടിയില്ല. ഇൻ്റർവ്യൂ വരെ പോയിരിക്കുന്ന ആൾക്ക് പിറ്റേത്തെ വർഷം പ്രിലിമിനറി കിട്ടിയില്ല. എന്താണ് അവസ്ഥ? UPSC എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും കംപ്ലീറ്റ്ലി പഠിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന ആളുകൾക്ക് പറഞ്ഞിരിക്കുന്ന എക്സാമിനേഷൻ അല്ല. നമുക്ക് നോക്കാം. ഇതിൻ്റെ സ്റ്റേജസ് ഓഫ് എക്സാമിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1, 2, 3 3 സ്റ്റേജസ് ഓഫ് എക്സാമിനേഷൻ ആണ് വരുന്നത്. പ്രിലിമിനറി, മെയിൻസ് ആൻഡ് പേഴ്സണൽ ടെസ്റ്റ്. ഇതിൽ ആദ്യം തന്നെ പറയാം, പേഴ്സണൽ ടെസ്റ്റിനെ നമുക്ക് ആദ്യം തന്നെ പറഞ്ഞത് മാറ്റി വെച്ചേക്കാം. UPSC ഹെഡ് ക്വാർട്ടേഴ്സിൽ, ഡൽഹിയിലെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഏകദേശം 20 to 40 minutes ആയിരിക്കും. ടൈം എത്രത്തോളം കൂടുന്നു അത്രത്തോളം മാർക്ക് കൂടുന്നു. കാരണം അവർക്ക് സംസാരിക്കാൻ താല്പര്യം കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കൂടുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ആക്ച്വലി എന്താണ് അവിടെ നടക്കുന്നത്? പേഴ്സണൽ ടെസ്റ്റിൽ ഇൻ്റർവ്യൂ എന്നൊക്കെ പല ആൾക്കാരും പറയുന്നത് കേൾക്കാറുണ്ട് അല്ലേ. ബട്ട് ആക്ച്വലി ഇൻ്റർവ്യൂ അല്ല. ഇനി നിങ്ങളാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പറയുന്ന സമയത്ത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണെന്ന് പറഞ്ഞോളൂ. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരങ്ങളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് കുറയും. ഇവിടെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾക്ക് ഉത്തരങ്ങളില്ലെങ്കിൽ സർ എനിക്കറിയില്ല ധൈര്യത്തിൽ പറഞ്ഞു, അവിടെ നിങ്ങൾക്ക് പ്ലസ് പോയിന്റ് ഉണ്ടായിരിക്കും. ബിക്കോസ് മക്കളെ നിങ്ങളെ നോളജ് മൊത്തം ഊറ്റിപ്പിഴിഞ്ഞ് മനസ്സിലാക്കി. പ്രിലിമിനറി ഏകദേശം 9ഓളം മെയിൻസ് എക്സാമിനേഷൻ, റിട്ടേൺ ടെസ്റ്റുകളാണ് അല്ലേ, ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ, ഇതൊക്കെ എഴുതിച്ച് നിങ്ങളുടെ നോളജ് കംപ്ലീറ്റ്ലി UPSC മനസ്സിലാക്കി. ഇനി ഇത്രയും നോളജബിൾ ആയിട്ടുള്ള പേഴ്സൺ ഒരു സർവീസിലേക്ക് കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ഇദ്ദേഹം പേഴ്സണലി ഇദ്ദേഹം ഓക്കെ ആണോ എന്ന് UPSCക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് UPSCയുടെ ഡൽഹിയിലെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് ഏകദേശം 5ഓളം ബോർഡുകൾ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഒരാൾ 5 ബോർഡ് ഇൻ്റർവ്യൂ എന്നല്ല, 5ഓളം ബോർഡുകൾ ഉണ്ടായിരിക്കും അവിടെ. നമുക്ക് ഏത് ബോർഡിലേക്കാണ് അലോക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞില്ല, ഒരു ബുജ്ജി എന്നൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു. ഒരു കംപ്ലീറ്റ് ഇരുന്ന് പഠിച്ച് ഒരു പുസ്തക പുഴുവായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ഈ പ്രിലിമിനറി മെയിൻസ് ഒക്കെ ചിലപ്പോൾ ക്ലിയർ ചെയ്ത് പോകുമായിരിക്കും. ബട്ട് ഇൻ്റർവ്യൂ എത്തുന്ന സമയത്ത് ഈ ഇൻ്റർവ്യൂ എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇദ്ദേഹം കംപ്ലീറ്റ്ലി ഇരുന്ന് മാത്രം പഠിക്കുന്ന ഒരാളെന്നുള്ള കണ്ടീഷൻസ്. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമ്മുടെ പേര് മാത്രം ചോദിച്ചു പോകും. ഓക്കെ, എന്താണ് നിങ്ങളുടെ പേര്, എന്താണ് അവസ്ഥ, എനിക്ക് 2-3 കാര്യങ്ങൾ. ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലെ പഞ്ചായത്തിൻ്റെ മെമ്പറിൻ്റെ പേര് വരെയൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൻ്റെ അർത്ഥം ചോദിക്കാം. അങ്ങനെ നിങ്ങളുടെ നോളജ് ടെസ്റ്റിംഗ് ഒരിക്കലും നടക്കില്ല. നോളജ് അറിയാൻ വേണ്ടി, നോളജ് അല്ല അവർ ടെസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് അറിയാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. റീസെൻ്റായി നടന്നിരിക്കുന്ന വാറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ റിലേഷൻസിനെ പറ്റിയിട്ടോ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയൂ. നമ്മുടെ ജെനുവിനിറ്റിയാണ് അവിടെ പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് പേഴ്സണൽ ടെസ്റ്റ് എന്ന് വെച്ചാൽ അത് മാത്രമാണ്, നമുക്കത് വഴിയേ പഠിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ ഓരോ സ്റ്റേജ് എക്സാമിനേഷൻ നിങ്ങൾ പഠിക്കുന്ന സമയത്തും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പേഴ്സണാലിറ്റി ടെസ്റ്റിന് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. പിന്നീട് ആകെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ളൊരു എബിലിറ്റി, അല്ലെങ്കിൽ മലയാളത്തിൽ വേണമെങ്കിലും പേഴ്സണാലിറ്റി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം, അത് വേറൊരു കാര്യം. പ്രിലിമിനറി എക്സാമിനേഷനിൽ വരുന്ന സമയത്ത് 1 year ലോങ് നടക്കുന്ന എക്സാമിനേഷനാണ്. പ്രിലിമിനറി എക്സാമിനേഷൻ ഏകദേശം മെയ് ജൂൺ കാലഘട്ടത്തിൽ, മെയ് ജൂണിലാണ് നടക്കാറുള്ളത്. അതിനുശേഷം ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായിരിക്കും, 3 മാസത്തിന് ശേഷം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് നമുക്ക് മെയിൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതിനുശേഷം മെയിൻസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു 2 to 3 months ലോങ് പീരീഡാണ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. 2 മാസം മുതൽ 2-3 മാസം വരെ ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂ നടക്കുന്ന ഒരു കാലയളവ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2000 ആളുകളുണ്ടാവും. 2000 ആളുകൾ ഇൻ്റർവ്യൂ ചെയ്യണ്ടേ. അപ്പോൾ ഒരു ദിവസം ഏകദേശം ഒരു ബോർഡിന് ഒരു 5-6 ആൾക്കാർ മാത്രം ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ 2000 ആളുകൾ ഇൻ്റർവ്യൂ ചെയ്താൽ മാത്രമേ 1000 റാങ്ക് ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് 2-3 മാസം വരെ നീണ്ടു പോകുന്നത്. നമ്മൾ സാധാരണ അടുത്ത പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. എല്ലാ വർഷവും എക്സാമിനേഷൻ നടത്തും. സാധാരണ മറ്റേ PSC പോലെ നോട്ടിഫിക്കേഷൻ വന്നോ നോക്കൊന്നും വേണ്ട, കറക്റ്റ് സമയത്ത് എക്സാമിനേഷൻ തുടങ്ങിയ കാലഘട്ടം മുതലേ കറക്റ്റ് സമയങ്ങളിൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു സിവിൽ സർവീസ് എക്സാമിനേഷൻ. അതുകൊണ്ട് അത്രയും ജെനുവിൻ ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ്. അത്രയും സെലക്ഷൻ പ്രൊസീജിയേഴ്സാണ് അത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആണ്.
അപ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ നമുക്ക് വരുന്ന 2 പേപ്പേഴ്സാണ്, GS പേപ്പർ ആൻഡ് CSAT എന്ന് പറഞ്ഞിരിക്കുന്ന 2 പേപ്പേഴ്സാണ്. ഇതിൽ സിലബസ് ഇൻട്രൊഡക്ഷൻ നമുക്ക് നാളെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞങ്ങളോട് പലപ്പോഴും പറയാറുണ്ടല്ലോ സിലബസ് ബൈ ഹാർട്ട് ചെയ്യണം, സിലബസ് ബൈ ഹാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായി എങ്ങനെയാണ് സിലബസ് ബൈ ഹാർട്ട് ചെയ്യണമെന്നുള്ളത്. നിങ്ങൾ സിലബസ് ബൈ ഹാർട്ട് ചെയ്യണം, സിലബസ് മനസ്സിലാക്കിയാൽ മാത്രം മതി അല്ലേ. ഒരു ചെടി വളർന്ന് എന്താണ് പൂവായി കായായി മാറുന്ന പോലെ തന്നെയാണ് നമ്മുടെ സിലബസ് ഉള്ളത്. അല്ലാതെ UPSCക്ക് തോന്നുന്നില്ല അവിടെ നിന്ന് കുറച്ചെടുത്തു ഇവിടെ നിന്ന് കുറച്ചെടുത്തു അങ്ങനെ UPSC സിലബസ് ഉണ്ടാക്കിയതല്ല. പക്ഷേ ഇത് നമ്മൾ പഠിക്കുക, നമ്മൾ ആദ്യം കായ് പഠിക്കും, പിന്നീട് പൂ പഠിക്കും, പിന്നീട് വേര് പഠിക്കും അല്ല, പിന്നീട് വിത്തിനെ പറ്റി പഠിക്കും. അപ്പോൾ നമ്മൾ ഈ ഏറ്റവും ലോ ലെവലിൽ നിന്ന് നമ്മൾ സിലബസ് എങ്ങനെ ഡീകോഡ് ചെയ്ത് പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി തരുന്നത്. നാളെ നമുക്ക് ഓരോ പോയിന്റുകൾ ഡീകോഡ് ചെയ്ത് പറഞ്ഞുതരാം എങ്ങനെയാണ് സിലബസ് മനസ്സിലാക്കാൻ പറ്റുക. ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റില്ല. സിലബസ് പഠിക്കും, സിലബസ് മനസ്സിലാക്കാനാണ് പറയുന്നത്. പക്ഷേ അത് മനസ്സിലാക്കേണ്ട ഐഡിയയും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മീൻസ് ചെറിയ സ്റ്റേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ പ്രിലിമിനറിയിൽ ഒരു ദിവസം നടക്കുന്ന എക്സാമിനേഷൻ GS പേപ്പർ ആൻഡ് CSAT. GS പേപ്പറിൽ ഏകദേശം 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 100 ക്വസ്റ്റ്യനിൽ ഏകദേശം 2 മാർക്ക് വീതം 200 മാർക്കായിരിക്കും. നെഗറ്റീവ് മാർക്ക് ഉണ്ട്, 1/3 നെഗറ്റീവ് മാർക്കിംഗ് ആയിരിക്കും. CSATൽ ഫിക്സഡ് ആയിട്ടുള്ള മാർക്കായിരിക്കും. ഏകദേശം 80 ക്വസ്റ്റ്യൻസിൻ്റെ 2.5 മാർക്സ്, അങ്ങനെ 200 മാർക്സ് ആണ് വരുന്നത്. ഓക്കെ, സോ ഇതിൽ 200 മാർക്സിൽ നമുക്ക് ഇതിലും 1/3 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, ഇതിൽ പിന്നെ മറ്റൊരു കാര്യം ഫിക്സ്ഡ് കട്ട് ഓഫ് ആണ്. ദാറ്റ് മീൻസ് 33% ഫിക്സ്ഡ് കട്ട് ഓഫ് ആണ് നമ്മുടെ CSAT പേപ്പറിൽ വരുന്നത്. അതായത് 33%. ദാറ്റ് മീൻസ് 66 മാർക്ക് വാങ്ങിയാൽ മതി. അതിനപ്പുറത്തേക്ക് നിങ്ങൾ മാർക്ക് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. ഈ 66 മാർക്ക് വാങ്ങിയാലാണ് നിങ്ങളുടെ GS പേപ്പേഴ്സ് ഇവാലുവേഷന് വേണ്ടിയിട്ട് UPSC എടുക്കുന്നത്. ഓക്കെ, സോ ദെൻ നമ്മുടെ മെയിൻസ് എക്സാമിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9 ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ട്. ഇതൊരു ഇവാലുവേഷൻ CSAT പേപ്പറിനെ പോലെ തന്നെ നമുക്ക് മെയിൻസ് എക്സാമിനേഷനും 2 പേപ്പേഴ്സ് ക്വാളിഫിക്കേഷൻ പേപ്പർ വരുന്നുണ്ട്. CSAT പേപ്പർ ക്വാളിഫിക്കേഷൻ പേപ്പർ എന്നാണ് പറയാറുള്ളത്. സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയും. ആർക്ക് ചോദിച്ചിട്ടുണ്ട് സാർ ഇതിൽ മാത്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ? മാത്സ് ഉണ്ട്, ലോജിക്കൽ റീസണിങ് ഉണ്ട്, കോംപ്രിഹെൻഷൻ ഉണ്ട്. ബട്ട് മാത്സ് അറിയില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. 10th ലെവലിലെ മാത്തമാറ്റിക്സ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇനി മെയിൻസ് എക്സാമിനേഷനിൽ വരുന്ന സമയത്ത് 9ഓളം ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സാണ് മെയിൻസ് എക്സാമിനേഷൻ നമുക്ക് വരുന്നത്. ഓക്കെ, അതിൽ 2 പേപ്പേഴ്സ്, ആദ്യത്തെ 2 പേപ്പേഴ്സ് ഇംഗ്ലീഷ് കമ്പൽസറി ആൻഡ് ഇന്ത്യൻ ലാംഗ്വേജ് കമ്പൽസറി. ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. 22 ലാംഗ്വേജ് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. നമ്മൾ സാധാരണ കേരളത്തിലിരിക്കുന്ന സമയത്ത് നമ്മൾ മലയാളം സെലക്ട് ചെയ്യും. ഇനി പുറത്തൊക്കെ പോയി പഠിച്ച ആൾക്കാർ ചിലപ്പോൾ ഹിന്ദി സെലക്ട് ചെയ്യായിരിക്കാം, സംസ്കൃതം സെലക്ട് ചെയ്യായിരിക്കും, എന്ത് വേണം സെലക്ട് ചെയ്യാം. സോ ഇതാണ് ക്വാളിഫിക്കേഷൻ പേപ്പേഴ്സ് എന്ന് 2 പേപ്പേഴ്സ്, ഇന്ത്യൻ ലാംഗ്വേജ് കമ്പൽസറി ആൻഡ് ഇംഗ്ലീഷ് കമ്പൽസറി. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു കമ്പൽസറി പേപ്പർ ഉണ്ട്. ഇതും വളരെ വലിയ ലെവലുള്ളൊരു പേപ്പേഴ്സ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ദെൻ വരുന്നത് ഏകദേശം 7ഓളം പേപ്പേഴ്സാണ്. ഈ 7 പേപ്പേഴ്സാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മാർക്ക്. ഇനി ഈ 7 പേപ്പേഴ്സ് പ്ലസ് പേഴ്സണൽ ടെസ്റ്റിൽ ലഭിക്കുന്ന 275 മാർക്ക്, ഈ 2ന് ലഭിക്കുന്ന മാർക്കാണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. അപ്പോൾ മെയിൻസിൽ വന്നിരിക്കുന്ന ഈ 2 പേപ്പേഴ്സ് ഡിസ്ക്രിപ്റ്റീവ് വന്നിരിക്കുന്ന ഈ ഇന്ത്യൻ ലാംഗ്വേജ് കമ്പൽസറിയും ഇംഗ്ലീഷ് കമ്പൽസറി പേപ്പേഴ്സിൻ്റെ മാർക്ക് പോലും റാങ്ക് നിശ്ചയിക്കാൻ വേണ്ടി എടുക്കില്ല. ബിക്കോസ് ഇതിന് 300 മാർക്ക് വീതമാണ്. 300 മാർക്ക് വീതമാണ് ഓരോ പേപ്പറിനും. 25% മാർക്ക്, അതായത് ഒരു പേപ്പറിൽ നിങ്ങൾക്ക് 75 മാർക്ക് വീതം മാത്രം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മതി. അത്ര മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. 3 മണിക്കൂറായിരിക്കും എല്ലാ എക്സാമിനേഷനും വരുന്നത്. ഓക്കെ, കാരണം അതൊരു ക്വാളിഫിക്കേഷൻ പേപ്പറാണ് രണ്ടും. പിന്നീട് ഈ 7 പേപ്പേഴ്സിൽ ബാക്കി വരുന്ന 7 പേപ്പേഴ്സിനകത്ത് നമുക്ക് GS പേപ്പർ 1, 2, 3, 4, SA പേപ്പർ, ദെൻ ഓപ്ഷണൽ പേപ്പർ 1 ആൻഡ് ഓപ്ഷണൽ പേപ്പർ 2. ഓപ്ഷണൽ പേപ്പേഴ്സിനെ പറ്റിയിട്ട് ഞാൻ പിന്നീട് പറഞ്ഞു. അതായത് നമുക്ക് ഏകദേശം 43ഓളം സബ്ജക്റ്റ്, 24ഓളം ലിറ്ററേച്ചർ സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. ബാക്കി എന്താണ് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റുകളായിരിക്കും, ടോപ്പിക് സ്പെസിഫിക് സബ്ജക്റ്റുകൾ. അതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, അതുമായിട്ട് പഠിച്ചാൽ അതിൻ്റെ പേപ്പർ 1 and 2 ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഓപ്ഷനെ പറ്റി നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം. ഓക്കെ, GS പേപ്പർ 1 to 4 വരുന്ന സമയത്ത് എല്ലാവരും എഴുതേണ്ട, ഇൻക്ലൂഡിങ് എസ് എല്ലാവരും ഒരേപോലെ എഴുതേണ്ടതാണ്. ഏകദേശം 20ഓളം ക്വസ്റ്റ്യൻസ് ആണ് GS പേപ്പർ 1 to 4. 20ഓളം ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. GS പേപ്പർ 1ൽ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20 ക്വസ്റ്റ്യൻസ്, GS പേപ്പർ 2ൽ എടുക്കുകയാണെങ്കിൽ 20 ക്വസ്റ്റ്യൻസ്. അതിൽ ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ 150 വേർഡ്സിൽ. UPSCക്ക് മറ്റൊരു ഐഡിയ ഉണ്ട്, സ്ട്രിക്റ്റ് ആയിട്ടൊരു വേർഡ് ലിമിറ്റ് ഉണ്ട്. പണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റി ചെയ്യുന്ന സമയത്ത് പേപ്പറിൻ്റെ തൂക്കം നോക്കിയിട്ട് മാർക്ക് എടുക്കുന്ന സിസ്റ്റം ഉണ്ടല്ലേ. ഇവിടെ അത് പറ്റില്ല. ഇവിടെ പേപ്പറിൻ്റെ തൂക്കവും നോക്കില്ല, വ്യക്തമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യന് നമുക്ക് ഒരു കടലിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എഴുതാനുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതൊന്നും വേണ്ട, എന്താണ് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് നമുക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ UPSC അവിടെയൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. ഒരു സിമ്പിൾ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് അത്രയും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിരിക്കണം.
അല്ലാതെ അതിന് മൊത്തം കറങ്ങി ചുറ്റി വരുമ്പോഴേക്കും ഇവിടെ പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ടാകും. നിങ്ങൾ IAS ഓഫീസർ ആവുന്നു, ഒരു ചെറിയൊരു ഇഷ്യൂ വരുന്നു, ആ ഇഷ്യൂസ് ടു ദ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ആ ഇഷ്യൂസിൽ എന്താണ് ഇഷ്യൂ നടക്കുന്നത് അതിൻ്റെ 2-3 ആൾക്കാർ മാത്രം വിളിച്ചിട്ട് തീർക്കാൻ പറ്റിയിരിക്കണം. അല്ലാതെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 100ഓളം ആൾക്കാർ വിളിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീരില്ല ഒരിക്കലും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ UPSC ഇതിൽ നടക്കുന്നുണ്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻ തരുന്നു, അതിൽ സ്പെസിഫിക് ആയിട്ട് നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് അളക്കുന്നത്. ഇവിടെയൊക്കെ UPSC സെലക്ഷൻ പ്രൊസീജിയേഴ്സ് വളരെ വ്യക്തമായിട്ട് UPSC മനസ്സിലായി. അല്ലാതെ എന്തെങ്കിലും ടോപ്പിക്ക് ചോദിച്ചതിന് ശേഷം അതിനെപ്പറ്റി കംപ്ലീറ്റ്ലി എഴുതി വെച്ച് നമ്മുടെ നോളജ് അവിടെ പ്രൂവ് ചെയ്ത് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ടു ദ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അപ്പം GS പേപ്പർ മാത്രം, GS പേപ്പർ 1 to 4 ഏകദേശം ഒരുപോലെയാണ് പോകുന്നത്. GS പേപ്പർ 1 ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് 150 വേർഡ്സ് വീതം, ഏകദേശം 15 മാർക്കായിരിക്കും. അങ്ങനെ 150 മാർക്കായിരിക്കും ടോട്ടൽ വരുന്നത്. ഓക്കെ, 10 ക്വസ്റ്റ്യൻസ് 150 മാർക്ക്, 15 മാർക്ക് വീതം 150 മാർക്ക്. പിന്നീട് വരുന്ന 10 ക്വസ്റ്റ്യൻസ് 250 വേർഡ്സിൽ എഴുതേണ്ട, ഓക്കെ 250 വേർഡ്സിൽ എഴുതേണ്ടതാണ്. ഓക്കെ, സോ 150 വേർഡ്സിൻ്റെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 250 വേർഡ്സിൻ്റെ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കി തരാം. GS പേപ്പർ 1 മാത്രം എടുക്കുന്നു. ഇതിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം 20 ക്വസ്റ്റ്യൻസ്. ഇതിൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്ക് വീതമാണ്. അങ്ങനെ ടോട്ടൽ 100 മാർക്ക്. പിന്നീട് വരുന്ന 10 ക്വസ്റ്റ്യൻ്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 15 മാർക്ക് വീതമാണ്. അത് ടോട്ടൽ 150 മാർക്ക്. അങ്ങനെ ടോട്ടൽ 250 മാർക്കായിരിക്കും. ഓക്കെ, ഇതിൽ ഈ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ 150 വേർഡ്സിലാണ് എഴുതുന്നത്. ഒരു വേർഡ് ലിമിറ്റ് ഉണ്ടാവും, 100 വേർഡ്സിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. എല്ലാം അവിടെ എണ്ണി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് നമുക്ക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പ്രാക്ടീസ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എഴുതി പോയാൽ മതി. പിന്നീട് ഈ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് വരുന്നത് 250 വേർഡ്സ് നിങ്ങൾ ആൻസർ ചെയ്യണം. സോ ഇതേപോലെയാണ് GS പേപ്പർ 1 to 4 പോകുന്നത്. 1 to 4. പിന്നീട് ഓപ്ഷണൽസിൻ്റെയും ഏകദേശം ഇതേപോലെ തന്നെയാണ് പോകുന്നത്. പിന്നീട് SA പേപ്പർ എന്നൊരു പേപ്പറുണ്ട്. ഏകദേശം 1200 മുതൽ 1500 വേർഡ്സ് എഴുതേണ്ട 2 SA പേപ്പറിൽ നമുക്ക് 2, അതിൽ മാത്രം നമുക്കൊരു എന്താ പറയുക ഓപ്ഷൻ ഉണ്ട്. പാർട്ട് എയിൽ ഒരു 4 ഉണ്ടാവും, പാർട്ട് ബിയിൽ ഒരു 4 ഉണ്ടാവും. ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് 1200 മുതൽ 1500 വേർഡ്സ് വരെ നമുക്ക് എഴുതാം. അങ്ങനെ എഴുതുന്ന സമയത്ത് എന്താണ്, ഏകദേശം 125 മാർക്ക് വീതം, 125 വീതം 250 മാർക്ക് SA പേപ്പർ. ഇങ്ങനെ 7ഓളം പേപ്പേഴ്സിൽ നിന്ന് കിട്ടുന്ന 250 മാർക്ക് വീതം നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര മാർക്കായി മക്കളെ? 1750 മാർക്കായി അല്ലേ? ടോട്ടൽ 1750 മാർക്കായി. ഈ 1750 മാർക്ക് നമ്മൾ റിട്ടേൺ എക്സാമിനേഷന് കിട്ടുന്നു. അപ്പോൾ റിട്ടേൺ എക്സാമിനേഷൻ എഴുതി UPSC ഒരു എന്താണ് കട്ട് ഓഫ് ഒക്കെ പ്രഖ്യാപിക്കും. ആ കട്ട് ഓഫ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് നമ്മളെ കട്ട് ഓഫ് ക്വാളിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ഇൻ്റർവ്യൂ കോൾ വരും. ഓക്കെ, നമുക്ക് മെയിൽ വഴിയല്ല, UPSC എല്ലാ കാര്യങ്ങളും മെയിൽ വഴിയാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും മെയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ല നിങ്ങൾക്ക് എപ്പോഴും ആക്സസിബിൾ ആയിട്ടുള്ള മെയിൽ ID മാത്രം കൊടുക്കാൻ ശ്രമിക്കാം. അപ്പം മെയിൽ വഴി നമുക്ക് ഇൻ്റർവ്യൂ കോൾ വരും. ഇൻ്റർവ്യൂ കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്വാളിഫൈ ചെയ്തു. പിന്നീട് അടുത്തൊരു 2 മാസം 3 മാസം എന്തിനാണ് തയ്യാറെടുപ്പാണ്? ഇൻ്റർവ്യൂവിന് വേണ്ടി, പേഴ്സണൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ്. ഈ തയ്യാറെടുപ്പിലാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ, ന്യൂസ് പേപ്പർ വായിക്കാം, ലോകത്തിനെ പറ്റി അറിയിക്കാം, ബുക്കിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങണം. പിന്നെ പുസ്തകത്തിലിരിക്കുന്ന പരിപാടിയൊക്കെ നിർത്തിക്കോ. പിന്നീട് പുറത്തിറങ്ങിയിട്ട് കാര്യങ്ങൾ അവലോകനം ചെയ്യുക, ഫ്രണ്ട്സുമായി സംസാരിക്കുക, വലിയ വലിയ മീറ്റിങ്ങൾ, അങ്ങനെയൊക്കെ പോകണമെന്ന് പറയുന്നില്ല. അങ്ങനെയൊക്കെ പോയിക്കണം, അത്രയോ നല്ലത്. നമ്മുടെ എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഇതിൽ സ്പെഷ്യലായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മുടെ അക്കാദമിയിൽ മറ്റൊരു അക്കാദമി ചെയ്യാത്തൊരു കാര്യം, സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ റിസർച്ച് ടീം ഞങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് എന്തിനാണ് മറ്റ് അക്കാദമിയും ചെയ്യാത്ത ഈ ഒരു സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ് എന്തിനാണ് പ്ലാൻ ചെയ്യുന്നത് ചോദിച്ചു. നമ്മൾ പേഴ്സണൽ ടെസ്റ്റിന് എന്താണ് കൊടുക്കുന്ന കുട്ടികൾക്ക്? ഒന്നും കൊടുക്കുന്നില്ല അല്ലേ? നിങ്ങൾ വരുന്നു, ക്ലാസ്സിലിരിക്കുന്നു, പഠിച്ചു പോകുന്നു, വരുന്നു, ക്ലാസ്സിലിരിക്കുന്നു, പഠിച്ചു പോകുന്നു. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് വിചാരിക്കുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് തന്നു സാറ്റിസ്ഫൈഡ് ഇരിക്കുന്നു. ഭയങ്കര ഇൻട്രോവേർട്ടായ കുട്ടിയാണെങ്കിലോ, ക്ലാസ്സിൽ ഭയങ്കര ടോപ്പറായിരിക്കും. ഇൻട്രോവേർട്ടായ കുട്ടിയാണെന്നുണ്ടെങ്കിലോ, അപ്പോൾ അവരെന്ത് ചെയ്യണം? സംസാരിക്കാൻ പഠിക്കണം അല്ലേ? ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കണം, പേടി മാറ്റണം. ബിക്കോസ് ഇവനത്തെ ഇൻ്റർവ്യൂവിന് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്യാന്നല്ല, നിങ്ങൾ ഇൻ്റർവ്യൂ ആയാൽ പോലും, നിങ്ങളിപ്പോൾ പേഴ്സണൽ ടെസ്റ്റ് ക്വാളിഫൈ, നിങ്ങൾ IAS ആയി കഴിഞ്ഞാൽ പോലും കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ആയിരിക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും 14 ജില്ല, കേരളത്തിലെ 14 ജില്ലയിൽ IAS ഓഫീസേഴ്സിൻ്റെ പേരറിയോ? എനിക്കും അറിയില്ല. ഈവൻ ഈ ഫീൽഡിലിരിക്കുന്ന എനിക്ക് പോലും 14 ജില്ലയിലെ IAS ഓഫീസേഴ്സിൻ്റെ പേര് എനിക്ക് അറിയാൻ പറ്റില്ല. IPS വിട്, IAS ഓഫീസറിൻ്റെ പേര് അറിയാൻ പറ്റും. 14 പേര് മാത്രമേ ഓർമ്മിക്കേണ്ട ആവശ്യമുള്ളൂ. ഇല്ല, ബട്ട് നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന കുറച്ച് പേരുകളുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ എനിക്ക് തൃശ്ശൂരിൽ വന്നിരിക്കുന്ന ഒരു അർജുൻ പാണ്ഡ്യൻ, പിന്നെ തൃശ്ശൂരിൽ ആദ്യം പോയിരിക്കുന്ന തേജസ് കൃഷ്ണൻ, മലയാളികൾ പോലും അല്ല കേട്ടോ. ഓക്കെ, നമ്മുടെ അക്കാദമി ഉള്ളത് മലപ്പുറത്താണ്. മലപ്പുറത്തിലെ കളക്ടർ ആരെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇപ്പോഴും എനിക്കൊരു ഐഡിയ ഇല്ല. ഏതൊക്കെ ഒരു പേര് എനിക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനവരെ എന്താണ്, അവർ ക്വാളിറ്റി ഇല്ലാത്ത ആളുകളെന്ന് പറഞ്ഞതല്ല, നമ്മൾ എന്താണ്
സോഷ്യൽ മീഡിയാസിലോ അല്ലെങ്കിൽ ഇവരുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഇവർ എപ്പോഴും ലൈം ലൈനിൽ വരുന്ന സമയത്താണ് നമ്മൾ ഇവരുമായിട്ട് എൻഗേജിലാണ്. PB ന്യൂസ് എല്ലാവർക്കും മൂപ്പരെ മുഖം തന്നെ മനസ്സിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും അല്ലേ? വാസുകി മാം, കുറേ ആൾക്കാർക്ക് വന്നിട്ടുണ്ടാവും തോന്നുന്നു. അപ്പം അവിടെയൊക്കെ എന്ന് വെച്ചാൽ അവർ വീണ്ടും അവർ സർവീസിൽ ഇരുന്നാൽ നമ്മൾ കരുതും സിവിൽ സർവീസ് കിട്ടി IAS ആയി കഴിഞ്ഞാൽ പിന്നീട് എല്ലാം കഴിഞ്ഞു എന്നാണോ? ഒരിക്കലല്ല. വീണ്ടും അവിടെ നിന്ന് നമ്മൾ അടുത്ത ജേർണി തുടങ്ങണം. അവിടെ നിന്ന് പിന്നെ കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി കൂടണം. ഇപ്പോഴാണെങ്കിൽ ആരും നോക്കണ്ടല്ല, പിന്നെ അവിടെ നമുക്ക് ഒരു ഡിസ്ട്രിക്റ്റ് റെസ്പോൺസിബിലിറ്റി വന്ന് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പണിയിലേക്കാണ് ഇറങ്ങുന്നത്. പക്ഷെ ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ളൊരു പണിയിലേക്കുമാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഉണ്ട്. വലിയ വലിയ ബ്യൂറോക്രാറ്റ്സ് അല്ലെങ്കിൽ വളരെ വലിയ പൊളിറ്റീഷ്യൻസ്, സാധാ ജനങ്ങൾ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മുടെ ജോലി സ്ഥലത്തുള്ള ആളുകൾ പല മേഖലയിൽ സംസാരിക്കണം. പല ആളുകളായിട്ട് പല രീതിയിലാണ് നമ്മൾ ഇടപെടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. വലിയൊരാൾ വന്നാലും ചെറിയൊരാൾ വന്നാലും ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റണം. എന്ത് ഡിഫറൻസിയേഷൻ കൊണ്ടുവരാൻ പറ്റുമോ അതുപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ പറഞ്ഞു സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ് വേണം, തീർച്ചയായിട്ടും വേണം. നമുക്കധികം കുട്ടികളൊന്നും വേണ്ട, 5-10 കുട്ടികൾ മതി. സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ് വെച്ചിട്ട് പോകണം. വരുന്ന ആൾക്കാർ വന്നാൽ മതി. കാരണം എന്തിനാണ് പറഞ്ഞത്? നിങ്ങളുടെ ആ കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ കുറേ ആളുകളെ നേരിട്ട് കാണണം. നേരിട്ട് കണ്ടാൽ മാത്രമേ കാര്യമുള്ളൂ. പിന്നെ അതിന് പുറമെ തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് അക്കാദമിക് ടൂറുകൾ സംഘടിപ്പിക്കുന്നത്. ഓക്കെ, അതിൻ്റെ കാര്യങ്ങൾ പിന്നീട് ഇത് സെയിം എല്ലാം ഒരേ പ്രോസസ്സാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഇത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക, ആളുകളായിട്ട് സംസാരിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മറ്റ് അക്കാദമിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, സോ അത് വിടാം. ഇനി നമുക്ക് ഏകദേശം നമ്മുടെ മിത്തുകൾ ഡീകോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മൾ സൈഡ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡീബങ്കിങ് ദ മിത്സ്. ഇപ്പോൾ സിവിൽ സർവീസസ്. Civil service are government administrative positions that ensure the functioning of public institutions and services. എന്താണ് മറ്റുള്ളത്? സിമ്പിൾ വേർഡിൽ എന്താണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞു? സിവിലിയൻസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? സാധാരണ ജനങ്ങൾ അവരാണ് സിവിലിയൻസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ സിവിലിയൻസ് കൂടുതലും കേട്ടത് വല്ല മിലിറ്ററി പടങ്ങളിലേക്ക് ഇരിക്കില്ലേ സിവിലിയൻസ് എന്നുള്ള പേര് കേട്ട് കാണുന്നത്. അപ്പം ആ സിവിലിയൻസിന് ആവശ്യമായിട്ടുള്ള സർവീസസ് ഡെലിവറി ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ സർവീസസ് ഫോർമുലേറ്റ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ആക്ച്വൽ ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്നത്. ഫോർമുലേഷൻ നമ്മൾ പൂർണ്ണമായിട്ട് ഫോർമുലേഷൻ നമ്മളല്ല, അത് പാർലമെൻറ്റിൽ നിന്നും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ നിന്നൊക്കെ പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യും. അപ്പോൾ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന പോളിസീസിന് അത്യാവശ്യം ഫ്ലഷുകളും കാര്യങ്ങളും വെച്ചിട്ട് മനുഷ്യരൂപമാക്കി മാറ്റുന്നത് നമ്മുടെ ബ്യൂറോക്രാറ്റ്സ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ MP-മാർ MLA മാരൊക്കെ എല്ലാ സ്ഥലങ്ങളിലും നമ്മളെ ഈ കല്ലിടലിനും അതുപോലെ തന്നെ ഉദ്ഘാടനമൊക്കെ വന്ന് കാണാറുണ്ട്. നിങ്ങളിത് ഇവർ ഫുൾ ടൈം കറങ്ങി നടക്കുന്നു, രാജ്യമാർ ഭരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. അവരെന്താ ചെയ്യുന്നത്? അവരെന്തെങ്കിലും സെഷൻ വരുന്ന സമയത്ത് അവിടെ പോയിട്ടൊരു കാര്യം സംസാരിക്കുന്നു. സാർ എനിക്കിത് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് ചെയ്യണം. ഓക്കെ, ചെയ്തോളൂ. ഇത്ര പൈസ അലോക്കേറ്റ് ചെയ്യുന്നു. 1000 കോടി അലോക്കേഷൻ, 2000 കോടി അലോക്കേഷൻസ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഈ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന പൈസ യൂട്ടിലൈസേഷൻ, ഈ സർവീസ് ഡെലിവറി ഒക്കെ ആരാണ് ചെയ്യുന്നത്? ഇതിൻ്റെയൊക്കെ പുറകെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റിക് പൊസിഷൻ ഉണ്ട്. എപ്പോഴും ഒരു സ്റ്റീൽ ഫ്രെയിം എന്ന് പറയുന്നത് ആരാണ്? ഈ ബ്യൂറോക്രാറ്റ്സ് ആണ്. അപ്പോൾ ഇവരാണ്, കാരണം അവിടെ നിന്നൊരു സ്കെൽട്ടൻ സ്ട്രക്ചർ മാത്രമേ അവർ പുറത്തേക്ക് വിടുന്നുള്ളൂ. ഓക്കെ, ഒരു ബില്ല് പാസ്സാക്കുന്നു, ആക്റ്റായിട്ട് പാസ്സാക്കുന്നു. ആ ബില്ല് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിനുള്ള ആവശ്യമായിട്ടുള്ള കണ്ടന്റുകളൊക്കെ ആഡ് ചെയ്ത് ഒരു ജെനുവിൻ ഫോമിലേക്ക് മാറ്റുന്നത് ബ്യൂറോക്രാറ്റ്സ് ആണ്. ഇപ്പോൾ ജെനുവിൻ ഫോമിലേക്ക് മാറ്റുന്ന സമയത്ത് ബ്യൂറോക്രാറ്റ്സ് എന്തായിരിക്കണം? അത്യാവശ്യം നന്നായിട്ട് സൊസൈറ്റി ആണ്. കാരണം അതിന് കൂടുതൽ ഫ്ലഷുകളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് ആളുകളിലേക്ക് ഇറക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമോ ഇല്ലയോ? കാരണം അതൊക്കെ നോക്കണം. പൊളിറ്റീഷ്യൻസ് അവരുടെ ഭാഗം മാത്രമേ ക്ലിയർ ചെയ്യൂ. നമ്മളാണ് കൂടുതലും പബ്ലിക്കുമായിട്ട് എൻഗേജ് ആകുന്നത്. നമ്മൾ വിചാരിക്കും പൊളിറ്റീഷ്യൻസ്മാരാണ് ഇറങ്ങി നടക്കുന്നത്. ഒരിക്കലല്ല, നമ്മളാണ് കൂടുതൽ എൻഗേജ് ആവുന്നത്. നമ്മളാണ് അവരുടെ ലൈഫിലേക്ക് എൻഗേജ് ചെയ്യുന്നത്. പൊളിറ്റീഷ്യൻസ്മാർ അവരുടെ ലൈഫിന് ആവശ്യമായിട്ട് എന്താണ് എൻഗേജ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പൊളിറ്റീഷ്യന്മാർ കുറ്റം പറയുന്നതല്ല, ബ്യൂറോക്രാറ്റ്സുമായിട്ടുള്ളൊരു കമ്പാരിസൺ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിവിൽ സൊസൈറ്റിനെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലിരിക്കുന്ന ആളുകളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പണി. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഫോർമുലേറ്റ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം വ്യക്തമായിട്ട് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഡെലിവറി ചെയ്യുക. ആ ഡെലിവറി ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ അനാലിസിസ് എടുക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ഈ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ പോകുന്ന ആളുകളുണ്ടോ? നിങ്ങളുടെ അമ്മമാരൊക്കെ ചിലപ്പോൾ പോകുന്നുണ്ടായിരിക്കും, അമ്മയും അച്ഛനും ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടായിരിക്കും വീട്ടിൽ നിന്നൊക്കെ. ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ പോലെ ഇത് നോക്കുന്നത് അതായത് ഡിസ്ട്രിക്ട്സിൻ്റെ കളക്ടേഴ്സാണ് നോഡൽ ഓഫീസറായിട്ട് വരുന്നത്. ഓക്കെ, നമ്മുടെ മൻരേഗ പ്രോജക്റ്റ് അറിയും. അപ്പം നോഡൽ ഓഫീസർ ഡിസ്ട്രിക്ട് ഓഫീസേഴ്സ് ആണെന്നുണ്ടെങ്കിലും അസിസ്റ്റൻറ്റ് കളക്ടറൊക്കെയാണ് സാധാരണ ഇത് വർക്ക് അലോക്കേഷൻസ് കാര്യങ്ങൾ നോക്കുന്നത്. എന്താണ് ആ സ്ഥലത്ത് ചെയ്യേണ്ടത്? പലപ്പോഴും കാണാനില്ല, മഴക്കുഴികൾ ആദ്യം നിർമ്മിക്കും വരും. ചിലപ്പോൾ വേസ്റ്റ് നിർമ്മാർജ്ജനമായിരിക്കും, പിന്നീട് ചിലപ്പം റോഡ് വൃത്തിയാക്കലായിരിക്കും. അപ്പോൾ ഇതൊക്കെ ആരാണ് ഇവർക്ക് കൊടുക്കുന്നത്? പഞ്ചായത്താണോ? ഇത് കറക്റ്റ് അവിടുന്ന് ഡിസ്ട്രിക്ട് അതോറിറ്റിയിൽ നിന്നാണ് എന്തൊക്കെയാണ് പണികൾ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതായത് ഇനി ഗ്രാസ് റൂട്ട് ലെവലിൽ പണികൾ അലോക്കേറ്റ് ചെയ്യുന്നത് ഇവരുടെ ഒരു കാര്യമാണ്. ഇനി ഞാൻ നേരത്തെ ഒരു പേപ്പർ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു എസ്സേ പേപ്പർ. ഞാൻ ഇതുമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തിട്ട് പോകാം.
അപ്പോൾ എസ് എ പേപ്പറിൽ ഏകദേശം 1200 മുതൽ 1500 വേർഡ്സ് വരെ എഴുതേണ്ട ഒരു എന്തെങ്കിലും ചെറിയൊരു കാര്യമായിരിക്കും. ചെറിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായി എന്തെങ്കിലും പ്രോവർബ് വരും. ആ പ്രോവർബിനെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ എസ് എഴുതേണ്ടത്. അപ്പം എന്തിനാണ് എസ് എഴുതുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടേതായ ഐഡിയ, നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾ എഴുതിയാൽ മതി. എന്തിനാണ് ഈ എസ് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അല്ലേ, നമ്മളൊരു സ്കെൽട്ടൽ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യം അത് ഒരു പോളിസി ആയിട്ട് ഇംപ്ലിമെൻറ്റേഷൻ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് റൈറ്റിങ്സുകൾ, ഒരുപാട് കാര്യങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പല ഓർഡേഴ്സുകളും ഫൈനൽ എത്തുന്നത് ഒരു ബ്യൂറോക്രാസിൻ്റെ കൈകളിലൂടെയാണ്. അപ്പം ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടായിരിക്കും, പല ടൈപ്പിലുള്ള ജനങ്ങളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഓർഡർ അവിടുന്ന് പൊളിറ്റീഷ്യൻസ്മാർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് സ്ട്രക്ചറൈസ് ചെയ്ത് പുറത്തേക്ക് ആളുകളുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു ബ്യൂറോക്രാറ്റാണ്. അപ്പോൾ നമ്മളൊരു ബ്യൂറോക്രാറ്റ്, ഞാനോ അല്ല നിങ്ങളോ ഒരു ബ്യൂറോക്രാറ്റായെന്ന് കരുതുക. നമുക്ക് ഈ പറഞ്ഞത് ഇംഗ്ലീഷ് ഒന്നും മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് ആളുകൾ മനസ്സിലാവുന്നതിനെക്കാട്ടും വിപരീതമായിട്ട് എന്താണ് ഈ വക്കീലന്മാർക്ക് എഴുതുന്ന ടൈപ്പിലുള്ളൊരു ഒരു സ്ലാങ്ങോ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് യൂസോ ആണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവില്ല അല്ലേ. അപ്പോൾ നമ്മൾ ആളുകളെയാണ് മനസ്സിലാക്കണം, ബിക്കോസ് നമ്മൾ സിവിൽ സൊസൈറ്റിയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തായിരിക്കണം, നമ്മുടെ എബിലിറ്റി എന്തായിരിക്കണം, അവർക്ക് മനസ്സിലാവുകയും വേണം. ബട്ട് ഈ ഗവൺമെൻറ് ഓർഡേഴ്സിൻ്റെ ക്രക്സ് ഇല്ലാതായിപ്പോവും ചെയ്യരുത്. വളരെ നീട്ടി വലിച്ച ഗവൺമെൻറ് ഓർഡേഴ്സൊക്കെയാണ് വരുന്നത്. അപ്പം അവിടെയുള്ള എബിലിറ്റീസ് നിങ്ങളെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ എസ് എ പേപ്പർ കൊണ്ട് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്. എസ് എ അല്ല, മെയിൻ സയൻസ് റൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു ദ സ്പെസിഫിക് എസ് എ റൈറ്റിംഗ് ആണെന്ന് പറയാം. കാരണം അത് എഴുതാനുള്ളൊരു കപ്പാസിറ്റി നിങ്ങൾ ഉണ്ടാക്കി ഉള്ള ഒരാളാണോ എന്ന് ചെക്ക് ചെയ്യാം. കാരണം എസ് എ പേപ്പറിന് അതുകൊണ്ട് തന്നെ എസ് എ പേപ്പർ ചെയ്യുന്ന സമയത്ത് വളരെ എന്താണ് ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടും അത് എസ് എ റൈറ്റിംഗ് ഒക്കെ നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയത്ത് എസ് എ റൈറ്റിങ്ങിനൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അത് നമ്മൾ ചുമ്മാ എല്ലാം വെറുതെ പഠിക്കുന്നില്ല, നമ്മൾ എന്തെങ്കിലും UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ UPSC സബ്ജക്ട്സ് ആൻഡ് UPSC സിലബസ് മൂന്നാമത്തെ ഒരു മിത്താന്ന് പറയാം. UPSC സബ്ജക്ട്സ് നിങ്ങൾ എടുത്ത് നോക്കൂ. ദ സബ്ജക്ട്സ് ആർ ഡിസൈൻ ടു അലൈൻ വിത്ത് ദ വർക്ക് ഓഫ് സിവിൽ സർവൻസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് PSC ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. PSC എക്സാമിനേഷന് നമ്മളെന്താ ഒരു LT ക്ലർക്ക് എക്സാമിനേഷൻ, അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ അതിൽ നിങ്ങൾ നടിച്ചു നോക്കും, നമുക്കൊരു വലിയ റാങ്ക് ഫയൽ വരുന്നു അല്ലേ. ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്, പിന്നെന്താണ് ജോഗ്രഫി പഠിക്കുന്നുണ്ട്, കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി, മലയാളം, ഇംഗ്ലീഷ് എല്ലാം പഠിച്ചിട്ട് നമ്മൾ LD ക്ലർക്ക് ആവുന്നു. ഓക്കെ, LD ക്ലർക്ക് ആയതിനു ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ലാപ്ടോപ്പ് തുറക്കുന്നു, എക്സൽ എടുക്കുന്നു, വർക്ക് ചെയ്യുന്നു. ലാപ്ടോപ്പ് തുറക്കാൻ അറിയില്ല, എക്സലിൽ വർക്ക് ചെയ്യാൻ അറിയില്ല, ഇതൊന്നും ചെയ്യാൻ അറിയാത്ത ഒരാളായിരിക്കും PSC പോസ്റ്റിൽ അവിടെ പോയിരിക്കുന്നത്. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിന് എന്താണോ വർക്കുള്ളത് ആ വർക്കിനനുസരിച്ചിട്ടുള്ള ഒരു എക്സാമിനേഷൻ പാറ്റേൺ അല്ല PSC നൽകുന്നത്. ഓക്കെ, അത് ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. ഇനിയിപ്പം അത് കുറ്റമായിട്ട് നിങ്ങൾ കണ്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇപ്പോഴും വേണം നോക്കിക്കോളൂ. കാരണം എനിക്കറിയാവുന്ന ഒരുപാട് ഓഫീസേഴ്സ് ആണെങ്കിൽ പോലും എക്സലിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുക, അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അത് അങ്ങൊന്നും പോകണ്ട, എൻ്റെ ഏട്ടന്മാരാണെന്നുണ്ടെങ്കിലും എന്നോട് ചോദിക്കാറ് ഇതെങ്ങനെയാണ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ. കാരണം അവർ ആ ഗവൺമെൻറ് സർവീസിലിരുന്ന് അവർ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പണികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ക്ലറിക്കൽ പോസ്റ്റിലാണെന്നുണ്ടെങ്കിൽ പോലും. ബട്ട് അവർക്ക് ഹിസ്റ്ററി ചോദിച്ചാൽ അവർക്കറിയാം, ജോഗ്രഫി ചോദിച്ചറിയാം, കേരളത്തിൻ്റെ ഹിസ്റ്ററി ചരിത്രം മൊത്തം ചോദിച്ചാൽ അവർക്ക് അറിയാൻ പറ്റും. ബട്ട് എക്സൽ എങ്ങനെ ഓപ്പൺ ചോദിച്ചാൽ അതറിയില്ല. അവിടെ വർക്ക് എന്താണ് ചെയ്യുന്ന വർക്കാണ്. UPSC അങ്ങനെയാണോ, നമ്മൾ എന്താണ് പഠിക്കുന്നത് അത് കംപ്ലീറ്റ്ലി നമ്മുടെ ഈ ഒരു ജോബ് റോളിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസാസ്റ്റർ മാനേജ് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ഡിസാസ്റ്റർ മാനേജ് പഠിക്കുന്നു. നമ്മൾ ആക്ച്വലി എന്താണ് ഡിസ്ട്രിക്റ്റിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിലെ ഹെഡായിരിക്കും. ഓക്കെ, സോ പെട്ടെന്ന് എനിക്ക് പേര് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത് ആ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും. നമ്മൾ 2018 പ്രളയം വന്ന സമയത്ത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പത്തനംതിട്ട ഏരിയയിലേക്ക് പ്രളയം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം വന്ന സമയത്ത് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ഫസ്റ്റ് തന്നെ ചാടിക്കയറി. ഇപ്പോൾ PB ന്യൂസ് സാർക്ക് അങ്ങനെയാണ് കുറച്ചുകൂടി നമുക്ക് ലൈം ലൈനിലേക്ക് വന്നത്. സോ അദ്ദേഹമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിനകത്തേക്ക് വന്നു. അദ്ദേഹം അവിടെ നിന്നാണെങ്കിൽ പോലും അതിൻ്റെ സ്റ്റോറി ഒന്നുകൂടി കണക്ട് ചെയ്ത് വേറൊരു കാര്യങ്ങൾ പറയുന്ന സമയത്ത് പറഞ്ഞുതരാം. അദ്ദേഹം അവിടെ പെട്ടെന്ന് വരാനുണ്ടായ ഒരു സാഹചര്യവും കാര്യങ്ങളാണെങ്കിൽ പോലും എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ ഓഫീസിലും വന്നു കേട്ടോ. അദ്ദേഹം എന്ന് പറയുന്നത് എനിക്ക് കുറച്ചുകൂടി നമ്മളെല്ലാവരും കണ്ട അദ്ദേഹത്തിനെ ആയിരിക്കും അല്ലേ ആ ഒരു പ്രളയം വന്ന സമയത്ത്. അപ്പം ആക്ച്വലി അവരാണ് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്. ബാക്കി ആർക്കും, അതായത് ഇതിൽ സ്പെസിഫിക് ആയിട്ട് പഠിച്ച് മേഖലയിൽ കഴിവ് തെളിയിച്ച ആളുകളെക്കാട്ട് ഫസ്റ്റ് റെസ്പോണ്ടിങ് അതോറിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഡിസ്ട്രിക്റ്റിലെ കളക്ടറാണ്. ബിക്കോസ് നമ്മളിത് പഠിച്ചു വന്നിട്ടുണ്ട്. ഇത് ഇന്റേണൽ സെക്യൂരിറ്റി ആയിക്കോട്ടെ, നമ്മൾ സിവിൽ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ IPS ഓഫീസറും കൂടി ആവുന്നുണ്ട്. നമുക്ക് വേണ്ടേ അത് ഇന്ത്യൻ സൊസൈറ്റി പഠിക്കും. ഞാൻ സബ്ജക്റ്റുകൾ തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോഗ്രഫി ഉണ്ട്. അപ്പോൾ ജോഗ്രഫി എവിടെയും ചോദിക്കും, ജോഗ്രഫി എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ IAS ഓഫീസർ എന്ന് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഈ IAS കളക്ടർ കഴിഞ്ഞാൽ പിന്നീട് പോകുന്ന പൊസിഷൻസ് നിങ്ങൾ ആരും കണ്ടിട്ടില്ല.
പിന്നീട് പല പല മേഖലയുടെ MDAO ചെയർമാനോ എന്നായിട്ട് പല രീതിയിൽ നമ്മൾ പോകും. ഓക്കെ, ഇപ്പോൾ ജോഗ്രഫി നമുക്ക് ആവശ്യമുണ്ട്. ആർട്ട് ആൻഡ് കൾച്ചർ ആവശ്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ട് ആൻഡ് കൾച്ചർ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും മ്യൂസിയത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഒരു ചെയർമാനോ MD ഒക്കെ ആവാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ അത് പഠിച്ചിരിക്കണം. ആൻഷ്യൻ്റ് ഹിസ്റ്ററി പഠിച്ചിരിക്കണം, ഹിസ്റ്ററി കംപ്ലീറ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, കാരണം നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ഏതെങ്കിലും മേഖലയുടെ ഹെഡായിരിക്കും. നമ്മൾ കാണുന്ന IAS ഓഫീസർ അല്ല ആക്ച്വൽ IAS ഓഫീസർ. ഇതിന് പുറമെ കുറേ മേഖലകളിലേക്ക് IAS ഓഫീസറെ കൊണ്ടുപോയി വെക്കും. എക്കണോമി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, പൊളിറ്റി ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് എടുത്ത് കഴിഞ്ഞാലും ഈ സബ്ജക്റ്റ് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം IAS ഓഫീസേഴ്സിൻ്റെ ജോബ് റോളിൽ വന്ന് പോകാറുണ്ട്. അപ്പോൾ UPSC സബ്ജക്റ്റുകൾ അലൈൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് സയൻസ് ആൻഡ് ടെക് മേഖല. സയൻസ് ആൻഡ് ടെക്കിൽ UPSCയുടെ സിലബസ് നിങ്ങൾ നോക്കുമെന്ന് അറിയില്ല. സാധാരണ എല്ലാവരും ചാടിക്കാരി ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാനാണ് പതിവ്. സിലബസ് നോക്കും മക്കളെ. സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സയൻസ് ആൻഡ് ടെക്കിൽ വ്യക്തമായിട്ട് UPSC എഴുതി വെച്ചിട്ടുണ്ട്. UPSC ഓരോ വർഷം ഓരോ റിപ്പോർട്ടുകൾ വെക്കാറുണ്ട്. പറ്റുന്നില്ല അത് വായിച്ചു നോക്കാം. എല്ലാ വർഷവും ഇറക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. വ്യക്തമായിട്ട് UPSC പറയുന്നത് ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ സയൻസ് ആൻഡ് ടെക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഒരു ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് UPSC പോകാറില്ല. നമ്മളിപ്പോൾ ISRO എന്തെങ്കിലും റോക്കറ്റോ കാര്യങ്ങളോ ലോഞ്ച് ചെയ്യുന്ന കരുതാം. UPSC പഠിക്കുന്ന ഒരു ആസ്പിറന്റ് പഠിക്കേണ്ടത് എന്തിനാണ് ലോഞ്ച് ചെയ്തത്, എപ്പോഴാണ് വേണ്ട, എന്തിനാണ് ലോഞ്ച് ചെയ്തത്, അതിൻ്റെ പെരിഫറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ബിക്കോസ് അതിന് സയൻറ്റിസ്റ്റുകൾ വേറെ ഉണ്ട്. അതിലെന്ത് ഫ്യൂവൽ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നോളജി എന്താണ്, ചെറിയ രീതിയിൽ ടെക്നോളജി പേരൊക്കെ പഠിക്കണം കേട്ടോ. എന്നാൽ അതിൻ്റെ ഇൻഡെപ്ത് ആയിട്ട് ഒരു കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരുന്നില്ല സയൻസ് ആൻഡ് ടെക്കിൻ്റെ മേഖല. ബിക്കോസ് അതിൽ നമ്മൾ എത്ര പഠിച്ചാലും ഒരു സയൻറ്റിസ്റ്റ് പഠിക്കാൻ അത്ര ലെവൽ നമുക്ക് എത്താൻ പറ്റില്ല. പക്ഷേ അതിന് പകരമായിട്ട് നമുക്ക് സൊസൈറ്റി പഠിക്കാനുണ്ട്. ബിക്കോസ് ഇതൊക്കെ നമ്മുടെ മേഖലയാണ്. സൊസൈറ്റി നമുക്ക് പഠിക്കാനുണ്ട്, ഗവേണൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, പൊളിറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ബിക്കോസ് ഇതിലൊക്കെ നമ്മൾ കുറേ അധികം നമ്മൾ നിൽക്കുന്ന ഒരു ഏരിയ ഈ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റുകളാണ്. അപ്പോൾ UPSC സബ്ജക്റ്റുകൾ എന്ന് എപ്പോഴും പറയുന്നത് നമ്മുടെ വർക്ക് റോൾ എന്താണോ അതുമായിട്ട് അലൈൻ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് GS ഇപ്പോൾ 2 നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പൊളിറ്റി എന്നൊരു ഒറ്റ പേപ്പറിൽ മാറ്റി എടുത്തിട്ടുണ്ട്. പൊളിറ്റി, പിന്നെ ഗവേണൻസ്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ റിലേഷൻസ്. ഈ 3 മേഖല ഒരു പേപ്പറിൽ തന്നെ 3 മേഖല ഒരേപോലുള്ള സാധനങ്ങളാണ്. GS ഇപ്പോൾ 1 നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, ആർട്ട് ആൻഡ് കൾച്ചർ ഉണ്ട്, സൊസൈറ്റി ഉണ്ട്, വുമൺ എംപവർമെൻറ്റ് ഉണ്ട്. ഏകദേശം 5 ടോപ്പിക്. ഇതിൽ ഏറ്റവും UPSC ഏറ്റവും തലവേദന പിടിച്ചതും ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ്, 2 സിലബസിലാണ് ഹിസ്റ്ററിയും ജോഗ്രഫിയും. സാധാരണ IAS ഓഫീസർക്ക് അത്ര റോള് വരാത്ത 2 മേഖലയാണ് ഹിസ്റ്ററിയും ജോഗ്രഫിയും. അത്ര റോള് വരാറില്ല, അതായത് വരാറുണ്ട്, അത്ര വരാറില്ല. അതുകൊണ്ട് തന്നെ UPSC എന്ത് ചെയ്തു, GS ഇപ്പോൾ 1 2 ഒതുക്കി അടച്ചു. നിങ്ങൾ ആലോചിച്ചു, ഞാൻ പറയുന്ന പൊളിറ്റിനെക്കാട്ടും കൂടുതൽ സിലബസ് ഉള്ളതും പൊളിറ്റിന് കൂടുതൽ പഠിക്കാനുള്ളതുമായിട്ടുള്ള 2 സബ്ജക്റ്റാണ് ഹിസ്റ്ററിയും ജോഗ്രഫിയും. ഈ 2 സബ്ജക്റ്റ് GS പേപ്പർ 1 എന്ന ഒറ്റ പേപ്പറിൽ 250 പേപ്പറിലേക്ക് കൊണ്ടുപോയി നിറച്ച് വെച്ചു. നമുക്ക് നാളെ സിലബസ് ഡീകോഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. ഓക്കെ, എന്താണെന്നുള്ളത് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? UPSCക്ക് വേണമെങ്കിൽ ഹിസ്റ്ററിക്ക് മാത്രം GS പേപ്പർ 1 കൊടുക്കാം, GS പേപ്പർ 2 എന്നിട്ട് ജോഗ്രഫി കൊടുക്കാം, GS പേപ്പർ 3 എന്നിട്ട് പൊളിറ്റി കൊടുക്കാം, 2 പേപ്പർ എക്സ്ട്രാ കൂട്ടി വെക്കാം. അതൊന്നും ചെയ്തില്ല. അല്ലെങ്കിൽ പൊളിറ്റിൻ്റെ കൂടെ വേണമെങ്കിൽ വെക്കാമായിരുന്നു. ഹിസ്റ്ററിക്ക് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു NCERT തന്നെ ഏകദേശം 15 ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. 12 ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ടു സ്പെസിഫിക് എനിക്ക് വ്യക്തമായിട്ട് പറയാനറിയില്ല. എന്നാലും NCERT ഒക്കെ നോക്കുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഇതൊക്കെ അയച്ചു തരാം, PDF ഫയലുകൾ. അപ്പം അത്രയും ലാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ 75 മാർക്ക് ചോദിക്കുകയും ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തുടക്കത്തിൽ തന്നെ ഇറങ്ങിയിട്ട് ഓക്കെ ഹിസ്റ്ററിയിൽ കിട്ടാവുന്ന എല്ലാ മെറ്റീരിയൽസും വായിക്കുന്നു. ബിക്കോസ് കോർ സബ്ജക്റ്റാണ്, പ്രൈം സബ്ജക്റ്റാണ്. ഇരുന്ന് പഠിക്കുന്നു, 3-4 മാസം അതിനുവേണ്ടി ചെലവഴിക്കുന്നു. പ്രിലിംസിന് ഇപ്രാവശ്യത്തെ പ്രിലിംസിന് പറഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നത് 8-10 ക്വസ്റ്റ്യൻ ഹിസ്റ്ററിക്ക് ചോദിച്ചിട്ടുള്ളൂ. മെയിൻസിന് മാക്സിമം പഠിക്കുന്ന 75 മാർക്കിന് മെയിൻസിന് 1750 മാർക്കും 75 തമ്മിലുള്ള അകലം ആനയും ഉറുമ്പും തമ്മിലുള്ള അകലുണ്ട്. നമ്മൾ ഇതിന് വേണ്ടി 4 മാസം ചെലവഴിക്കുന്നു. എന്നിട്ട് പറയുന്നു ഞാൻ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് പക്ഷേ കിട്ടിയില്ല. എന്ത് സംഭവിച്ചു? നിങ്ങൾ സ്ട്രാറ്റജി മേക്കത്തില്ല. ആരും എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ട് എന്ന് ഹിസ്റ്ററിന് പിന്നാലെ പോയി തുടങ്ങി. നിങ്ങൾ ആരെങ്കിലും സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് നോക്കിയിട്ടുണ്ടാവോ? ആരും സ്പെസിഫിക് ആയി നോക്കിയില്ല. കറണ്ട് അഫെയർസിൽ അങ്ങനെ ഒഴിക്കാൻ അങ്ങോട്ട് പോകും. UPSC 100ഓളം മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇതുകൊണ്ടാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞൊരു കാര്യം, കുട്ടികളെ കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് അനലൈസ് ചെയ്യാൻ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനലൈസ് ചെയ്ത് കുട്ടികൾ തന്നെ പറഞ്ഞു, സാർ ഇപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്. കാരണം വെച്ചാൽ പണ്ടൊക്കെ വെച്ചാൽ ഹിസ്റ്ററി എന്ന് വെച്ചാൽ അതിൻ്റെ പിന്നാലെ അങ്ങോട്ട് പോകും, പൊളിറ്റി വെച്ചാൽ അതിൻ്റെ പിന്നാലെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരു വർഷം മൊത്തം പോയിക്കൊണ്ടിരിക്കും. ഇനി എങ്ങാനും പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞാൽ മെയിൻസിലേക്ക് പോകുന്ന സമയത്ത് അന്നേരമാണ് തുടങ്ങുമ്പോൾ ഇത് സബ്ജക്റ്റിൽ ഉണ്ടല്ലേ, ഗവേണൻസ് ഉണ്ടല്ലേ, അപ്പോഴാണ് തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഒരു വർഷം കിട്ടാത്ത സമയത്ത് പിന്നീട് അടുത്ത വർഷം മുതൽ തുടങ്ങും. നമുക്ക് UPSCക്ക് വേണ്ടിയിട്ട് ലൈഫ് മൊത്തം ചിലവഴിക്കാനും പറ്റില്ല. UPSC ജസ്റ്റ് ഒരു എക്സാമിനേഷൻ ആണ്. ഈ എക്സാമിനേഷൻ കിട്ടാതെ പോയിട്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. തമിഴ്നാട്ടിൽ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം UPSC എക്സാമിനേഷൻ ഒരു വർഷം നന്നായിട്ട് പഠിച്ചു, 2 പേര് 2 ഏരിയയിൽ നിന്ന് നന്നായിട്ട് പഠിച്ചതിന് ശേഷം എക്സാമിനേഷൻ എഴുതാൻ കുറച്ച് ലേറ്റായി. അദ്ദേഹത്തിന് അത് 2 പേരും കയറ്റിയില്ല. 2 പേരും ആത്മഹത്യ ചെയ്തു, വീട്ടിലേക്ക് വന്നു. കാരണം കിട്ടുമെന്ന് അത്രത്തോളം കഷ്ടപ്പെട്ട് പഠിച്ച 2 വിദ്യാർത്ഥികളാണ്. പെൺകുട്ടികളിൽ 2 ആൺകുട്ടികൾ തന്നെയാണ്. ആത്മഹത്യ ചെയ്തു. എനിക്കൊന്നും വലിയ ന്യൂസിലൊന്നും വന്നിട്ടില്ല. തമിഴ്നാട് ഏരിയയിലൊക്കെ അത്യാവശ്യം ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കാര്യം നെറ്റിലൊക്കെ ഇപ്പോഴും ഉണ്ടാവും.
അപ്പം അവിടെയും ആക്ച്വലി അത്രത്തോളം കഷ്ടപ്പെട്ട് പഠിച്ച് വന്നിട്ട് അദ്ദേഹത്തിന് എഴുതാൻ പറ്റിയില്ല എന്ന ലെവലിലാണ് അവർ ആത്മഹത്യ ചെയ്ത് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം മൈൻഡ് ഓക്കെ അല്ല അവരുടെ. കാരണം അവർ പഠിച്ച മേഖലയും അവർ പഠിച്ച കാര്യങ്ങൾ എന്താണെന്നുള്ള ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. നമുക്ക് അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ക്ലാസ്സിലൊക്കെ നിങ്ങൾ നേരിട്ട് വരുന്ന സമയത്ത് ഓരോ സ്റ്റോറീസ് ആയിട്ട് പറഞ്ഞുതരാം. കാരണം സിവിൽ സർവീസസ് വെറുതെ സബ്ജക്റ്റുകൾ മാത്രം പഠിച്ച് പോകുന്നില്ല. നിങ്ങളിതിൻ്റെ ഇൻ റിയാലിറ്റിയും കൂടി പഠിച്ചു പോയാൽ മാത്രമാണ് നിങ്ങൾ നല്ലൊരു ആസ്പിറൻ്റ് ആവും, നല്ലൊരു ഓഫീസർ ആവാനും പറ്റും. അപ്പോൾ UPSC സബ്ജക്ട്സുകൾ നമുക്ക് അങ്ങനെ മാറ്റി നിർത്താം. ഇനി UPSC സിലബസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ വ്യക്തമായിട്ടുള്ള ഫിൽറ്ററിംഗ് മെക്കാനിസം. നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ UPSC പ്രിലിമിനറി എക്സാമിനേഷന് വെറും 4-5 വരികളിൽ പ്രിലിമിനറി സിലബസ് കഴിഞ്ഞു. ബട്ട് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് ഉണ്ട് എന്തിൽ? മെയിൻസിൽ. എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? UPSC എന്താ തലയുള്ള ആൾക്കാരില്ലേ പ്രിലിംസിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ സിലബസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? ഇല്ലാത്തതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. കാരണം UPSC പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പാണ് അല്ലേ? നമ്മൾ ഒരു 4 റൗണ്ട് ഉണ്ട്, ഇങ്ങനെ കറുപ്പിച്ച് പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പം ഈ സംഭവം എന്ന് വെച്ചാൽ നന്നായിട്ട് പഠിക്കാം, നല്ല പൈസയുള്ള ആളുകൾ. ഞാൻ പറഞ്ഞു UPSC എപ്പോഴും ലോ ലെവൽ ആളുകളെ ഹൈ ലെവലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു എക്സാമിനേഷൻ കൂടിയാണ്. അപ്പം ഈ ഒരു ചെറിയ ബബിൾ കറുപ്പിക്കുന്നതിൽ കൂടെ ഞാനും കറുപ്പിക്കുന്നു, നിങ്ങളും കറുപ്പിക്കുന്നു. നമ്മുടെ രണ്ടുപേരും ഐഡിയാസ് ചിലപ്പോൾ ഞാൻ ഭയങ്കര ക്രൂരനായിരിക്കും, നിങ്ങൾ കുറച്ച് പാവമായിരിക്കും. ഞാൻ IS ഓഫീസർ ആയിട്ടുണ്ടെങ്കിൽ എല്ലാം ഭയങ്കര കറപ്റ്റഡ് ആയിട്ടുള്ള ഓഫീസറായിരിക്കും. ബട്ട് ഒരു ബബിൾ കറുപ്പിക്കുന്നതിലൂടെ എൻ്റെ സ്വഭാവവും നിങ്ങളുടെ സ്വഭാവവും UPSC കളക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര റിച്ച് ആണെന്ന് കരുതുക, എനിക്ക് ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് കിട്ടുമായിരിക്കും, മെറ്റീരിയൽസ് കിട്ടുമായിരിക്കും. അപ്പം ടു ദ സ്പെസിഫിക് ആയിട്ട് UPSC പ്രിലിമിനറിയുടെ സിലബസ് അങ്ങോട്ട് വലിച്ചു നീട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓരോ സിലബസും ഓരോ ടോപ്പിക്കും ഇരുന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? കാരണം വെച്ചാൽ എൻ്റെ വീട്ടിൽ നല്ല പൈസ ഉണ്ട്, എനിക്ക് 24 മണിക്കൂർ ഇരുന്ന് പഠിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് AC റൂമുണ്ട്, എനിക്കിനി പഠിച്ച് കഴിഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിലും വീട്ടിൽ നല്ല അച്ഛൻ്റെ ബിസിനസ് ഉണ്ട്, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് ഇതൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ട് പണിക്ക് പോയിട്ട് വീട്ടുകാരെ നോക്കി കിട്ടുന്ന 2 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിലോ അവർക്കും കിട്ടണ്ടേ? അവർ ഇതിനകത്ത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ UPSC എന്ത് ചെയ്തു? അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പഠിക്കും. ബിക്കോസ് അതിൽ ആളുകളെ മനസ്സിലാക്കാൻ പറ്റില്ല UPSCന്. അപ്പോൾ UPSC ഇതങ്ങോട്ട് ചെറുതാക്കി പ്രിലിമിനറി സിലബസ് നല്ല രീതിയിൽ ചവിട്ടി പിടിച്ചു. അപ്പം സാധാരണ നിങ്ങളും പഠിക്കാൻ വരും, ഞാനും പഠിക്കാൻ വരുന്നു. നിങ്ങൾ പാവപ്പെട്ടനൊക്കെ ഞാൻ നല്ല പൈസക്കാരനായിരിക്കാം. നമ്മളൊരു ടോപ്പിക് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നില്ല ഇതിപ്പോൾ എന്താണ് പഠിക്കേണ്ടത്. ഞാനും പഠിക്കും കുറേ, നിങ്ങളും പഠിക്കും കുറേ. നിങ്ങളുടെ ടൈം കുറവാണെന്നുള്ളത് കൊണ്ട് നിങ്ങൾ കുറച്ച് ക്രിട്ടിക്കലായിട്ട് എന്താണ് എങ്ങനെയാണെന്ന് റിസർച്ച് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കും. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഏതും വലിയ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടോപ്പ് എഡ്യൂക്കേറ്ററിനടുത്ത് പോയിട്ട് അദ്ദേഹം എന്താണ് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ പഠിക്കും. ബിക്കോസ് അതിനടുത്ത് കൊടുക്കാൻ പൈസ കിട്ടും. അപ്പം ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് നിങ്ങൾക്ക്, കാരണം നിങ്ങൾക്ക് പൈസ കൊടുക്കാനില്ല, അപ്പം നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ചിന്തിച്ച് തുടങ്ങും. ഓക്കെ, എന്നാൽ ആരും സഹായിക്കുന്നില്ല, ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചിന്തിച്ച് തുടങ്ങട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് എവിടെ എന്നുള്ള കാര്യങ്ങൾ. പ്രിലിമിനറിയുടെ സിലബസ് ചുരുക്കി വെച്ചിരിക്കുന്നതിന് മെയിൻ കാര്യം. ഇനി മെയിൻസിലേക്ക് വരുന്ന സമയത്ത് എന്തുകൊണ്ട് സിലബസ് ഇത്ര വലുതാക്കി? അതൊന്ന് ആലോചിച്ച് നോക്കൂ. മെയിൻസിലേക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ് അല്ലേ? മെയിൻസിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിൻ്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ ഒരേ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, നിങ്ങൾ എഴുതുന്ന മെത്തേഡും ഞാൻ എഴുതുന്ന മെത്തേഡും രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സൊസൈറ്റിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, വുമൺ സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു കരുതുക. ഓക്കെ, അതായത് നൈറ്റ് വുമൻസിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഒരു ജോബ് സ്ഥലങ്ങളിൽ രാത്രി വുമൻസിന് ജോലി കൊടുക്കുന്നത് തെറ്റായ ഒരു പ്രവണതയാണോ? അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് കരുതാം. അപ്പോൾ നമ്മളൊരു 3 പേര് 3 ടൈപ്പിലേക്ക് എഴുതുന്നുണ്ടാവും. അല്ലെങ്കിൽ ആ രാത്രി ജോലി ചെയ്യുന്ന വുമൻസിന് സെക്യൂരിറ്റിക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഒരു മേഖലയിൽ എഴുതുന്നു, എന്ത് ചെയ്യുന്നു? വുമൻസിന് സെക്യൂരിറ്റി. ഇപ്പം വലിയ രീതിയിൽ വുമൻസിനെതിരെ അറ്റാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വുമൻസിന് സെൽഫ് ഡിഫൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലേ? കത്തിയും ആയുധങ്ങളൊക്കെ രാത്രി പോകുന്ന പെൺകുട്ടികളുടെ കൈവശം ഏൽപ്പിക്കുക, അവർ നന്നായിട്ട് ഒരു സെൽഫ് ഡിഫൻസ്, ഗവൺമെൻറ്റിൻ്റെ പൈസ ഉപയോഗിച്ചിട്ട് അത് കൊടുക്കാൻ ശ്രമിക്കുക. ഒരാൾ അങ്ങനെ എഴുതി പോകുന്നു. രണ്ടാമത്തെ ആൾ പറയുന്നു നൈറ്റ് ഈ വർക്ക് കൊടുക്കുന്ന കമ്പനീസ് ലൈസൻസ് അങ്ങ് റദ്ദാക്കുമെന്ന് പറയുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ ആൾ പറയുന്നു ഒരു കാര്യം ചെയ്യാം, ഈ നിലവിലുള്ള ഗവൺമെൻറ് സെറ്റപ്പുകൾ ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യാം. സ്ട്രീറ്റ് ലൈറ്റ് ആയിക്കോട്ടെ, പിങ്ക് പെട്രോളിംഗ് ആയിക്കോട്ടെ, അതൊന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യാം. എന്നാൽ നിങ്ങൾ ആലോചിച്ചു ഇതിൽ ഏതായിരിക്കും കുറച്ചുകൂടി ജെന്യൂൻ ആയിട്ടുള്ള ആൻസർ? മൂന്നിനും വ്യക്തമായിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം. വെറുതെ ആൻസർ കൊടുത്താൽ പോരാ. UPSC ആണെങ്കിൽ വെറുതെ ആൻസർ കൊടുത്താൽ പോരാ, നിങ്ങൾക്ക് അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റണം എന്തുകൊണ്ട് എന്നുള്ളത്. ഇവിടെ ആദ്യത്തെ സൂം കട്ടായില്ലല്ലോ, ഓഡിബിൾ ആണോ? ജസ്റ്റ് ആരെങ്കിലും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? ഓക്കെ താങ്ക് യു. ഓക്കെ മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ 3 ടൈപ്പിൽ ആൻസർ കൊടുക്കുന്ന ആളുകൾ. ഈ 3 ടൈപ്പ് ആളുകളും 3 ഡിഫറെൻറ്റ് രീതിയിലാണ് ചിന്തിക്കുന്നത്. ഒന്നാമത്തെ ആൾ ചിന്തിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു അല്ലേ? സെൽഫ് ഡിഫെൻസ് പഠിപ്പിക്കുക, ആളുകൾ അത്യാവശ്യം ആയുധങ്ങളൊക്കെ കയ്യിൽ കൊടുക്കുക, പെപ്പർ സ്പ്രേ ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തിരിച്ച് ചിന്തിച്ച് നോക്ക്,
ഈ സെയിം സാധനം ഉപയോഗിച്ചിട്ട് ഒരു സ്ത്രീ അവിടെ വില്ലെത്തിയായി കഴിഞ്ഞാലോ? നമ്മൾ എന്ത് ചെയ്തില്ല? നമ്മൾ അതിൻ്റെ അതർ സൈഡ് ചിന്തിച്ചില്ല അല്ലേ? നമ്മളെപ്പോഴും വുമൻസ് അടിപൊളിയാണെന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അല്ലേ? അവർ പാവങ്ങളാണ്. ഇനി ഇതേ ആൾക്കാർ വില്ലന്മാരായി കഴിഞ്ഞാലോ? ഇപ്പോൾ റീസെൻ്റ് അങ്ങനെ എന്താണ് നമ്മുടെ എറണാകുളത്ത് നിന്ന് അങ്ങനെ ഒരു പെൺകുട്ടീനെ 21 വയസ്സുള്ളൊരു കൊക്കെയിൻസും ഇതൊക്കെ ആയിട്ട് പിടിച്ചാണ്ട് ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. പെൺകുട്ടികളും വില്ലെത്തി കയറാവുന്ന കാലമാണ്. അപ്പോൾ അങ്ങനെ അവസ്ഥയാണെന്നുണ്ടെങ്കിലോ? ചുമ്മാ നിലച്ചേക്കത് രണ്ടുപേരും ഒരേ സമയത്ത് ഒരു കമ്പനിയിൽ കയറുന്നു. ആ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. ഈ ആൺകുട്ടിൻ്റെ കഴിവ് കൊണ്ട് കയറി മുന്നോട്ട് പോകുന്നു. പെൺകുട്ടി കഴിവില്ലാത്തത് കൊണ്ട് താഴേക്ക് ഇരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള എന്താണ് ഒരു ജലസി ഫീലായി കഴിഞ്ഞ് താഴെ കാർ പാർക്കിങ്ങിൻ്റെ ഇടയിൽ വന്നിട്ട് പെൺകുട്ടി ആൺകുട്ടിനെ അറ്റാക്ക് ചെയ്യുന്നു. ബിക്കോസ് ആ ജലസ് ഫീലിംഗ് കൊണ്ടാണ്. എന്നിട്ട് പറയുന്നു, പെൺകുട്ടി പറയുന്നു എന്നെ കയറി അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാന്നുള്ളത്. അപ്പം അല്ലെങ്കിൽ നിയമമാരുടെ കൂടെ നിൽക്കും, പെൺകുട്ടിനോട് നിൽക്കും. അപ്പം ആക്ച്വൽ ജസ്റ്റിസ് അവിടെ ഡെലിവർ ആയോ? ഇല്ല. അപ്പം നമ്മൾ പറയുന്ന സമയത്തിന് സെൽഫ് ഡിഫെൻസ് പഠിപ്പിക്കണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു സൈഡ് ചിന്തിച്ചിട്ടില്ല. സാധാരണ അമ്മേനെ തല്ലിയാലും പക്ഷം 2 എന്നൊരു വാദം സിവിൽ സർവീസ് പഠിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കണം. സ്വന്തം അമ്മേനെ തല്ലിയാലും അമ്മേൻ്റെ ഭാഗത്ത് മാത്രമല്ല അപ്പുറത്ത് നിൽക്കുന്ന ആളെ ഭാഗത്ത് നിന്നും ചിന്തിക്കാൻ പറ്റിയിരിക്കണം. അപ്പോൾ നമ്മൾ ആ 2 സൈഡ് ചിന്തിക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മൾ ഒരു ഡയമെൻഷനിൽ മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ആൻസർ ഒരു നെഗറ്റീവായിട്ടൊരു വാല്യൂ അവിടെ വരുന്നുണ്ട്. സെക്കൻഡ് ആൻസർ എന്ന് വെച്ചാൽ എന്താണ്? സെക്കൻഡ് ആൻസർ എന്താണ് പറഞ്ഞത്? നിലവിലുള്ള ഒരു എന്താണ് ഗവൺമെൻറ് സെറ്റപ്പുകൾ ഇമ്പ്രൂവ്, അല്ലെങ്കിൽ സെക്കൻഡ് ആൻസർ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ ഒരു നൈറ്റ് വർക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഗേൾസിന് നൈറ്റ് വർക്ക് അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ലൈസൻസ് റദ്ദാക്കുക ആ കമ്പനിയുടെ. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇക്വാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതാണ് ചോദിക്കുന്നില്ല. ഏതൊരു പടത്തിൽ ചോദിക്കുന്നില്ല ഏതാണ് അർദ്ധരാത്രി ചോദിക്കുന്നത്. പെൺകുട്ടികൾക്ക് നിഷിദ്ധമാണ് അർദ്ധരാത്രി? ഒരിക്കലുമല്ല. അവർക്ക് നൈറ്റ് അലോക്കേറ്റ് ചെയ്യണം. കാരണം ആൺകുട്ടികൾക്ക് മാത്രം കഷ്ടപ്പെട്ടാൽ മതിയോ? പെൺകുട്ടികളും കുറച്ച് രാത്രിയിൽ ഇരിക്കുന്ന കഷ്ടപ്പെടൊക്കെ അറിയട്ടെ. അപ്പോൾ അതും ചെയ്യുന്നത് നമ്മൾ ജെൻഡർ ഇക്വാലിറ്റിനെ കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജെൻഡർ അൺഇക്വാലിറ്റി എന്താണ് ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ പാളി അല്ലേ? മൂന്നാമത്, ഒന്നും മിണ്ടാതെ നിലവിലുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യുക. അതൊന്നുകൂടി കുറച്ച് പോയിന്റ്സുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തെങ്കിൽ പറഞ്ഞേക്കാം. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ കുറച്ചുകൂടി ഇത് മറ്റ് 2 ആൻസർ മോശമെന്നല്ല, കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടി നല്ല ആൻസർ ഇതാണ്. കാരണം UPSCക്ക് നന്നായിട്ട് അറിയാം, നമ്മളിപ്പം കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും എന്താണ് ഗവൺമെൻറ് ചിലവിൽ ഈ സെൽഫ് ഡിഫെൻസ് പഠിപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൈസ ഒന്നും ഗവൺമെൻറ് കയ്യിലില്ല. അത് നന്നായിട്ട് UPSCക്ക് അറിയാം. അത് നമുക്കും അറിഞ്ഞിരിക്കണം. കാരണം നമുക്കും ഈ എക്കണോമിക്ക് പഠിച്ചു പോകുന്ന ആൾക്കാരാണ്. ഇന്ത്യൻ്റെ കപ്പാസിറ്റി, നമ്മുടെ സ്റ്റേറ്റിൻ്റെ കപ്പാസിറ്റി നമ്മൾ അറിഞ്ഞിരിക്കും. നമ്മൾ അതും അറിഞ്ഞതിന് ശേഷം എല്ലാവരും മറ്റ് സ്റ്റേറ്റിൻ്റെ ചിലവിൽ ഇത് പഠിപ്പിക്കണം വെച്ചാൽ നടക്കുന്നില്ലല്ലോ. അപ്പോൾ എഴുതുന്നതിൽ ടു ദ സ്പെസിഫിക് ആയിരിക്കണം. അതിനകത്ത് വ്യക്തം ആൻസർ റൈറ്റിങ്ങിൻ്റെ ഒരു ഫോർമാറ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഒരു ഐഡിയ മാത്രമാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ UPSC സിലബസിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ UPSC സിലബസ് ആയിരുന്നു, വ്യക്തമായിട്ടുള്ളൊരു ഫിൽറ്ററിങ് മെക്കാനിസം. അപ്പോൾ മെയിൻസിൻ്റെ സിലബസ് ആണല്ലോ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ മെയിൻസിൽ അത്രയും വാസായ സിലബസ് ആയിട്ടുള്ളത്. നിങ്ങളിനി അത്ര വലിയ ചാടിക്കാടി എല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി. മെയിൻസിലെ സിലബസിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് UPSC ഒന്നും പുറത്തും ചോദിക്കില്ല. അത് മാത്രം പഠിച്ചാൽ മതി. ബിക്കോസ് അതിൽ നിങ്ങൾ 3 പേര് എഴുതുന്നത് 3 വ്യത്യസ്ത ആൻസറാണ് ഞങ്ങൾക്കറിയാം. അതിൽ ഞങ്ങൾ നല്ല ആൾക്കാർ ഞങ്ങൾ സെലക്ട് ചെയ്യണം. ബിക്കോസ് നിങ്ങൾ എഴുതുകയാണ്. മറ്റേത് വട്ടം വരച്ചിട്ട് മാത്രമല്ല, ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എങ്ങനത്തെ വട്ടം വരച്ചെന്നുള്ളത്. നല്ല രീതിയിൽ ഫിൽ ചെയ്ത് ഞാൻ നല്ല ആളെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇത് നിങ്ങളെ എഴുത്ത് ഹാൻഡ് റൈറ്റിങ്ങിൽ വരെ നമ്മൾ പറയാമല്ലോ, ഒരാളെ ഹാൻഡ് റൈറ്റിംഗ് കണ്ട അയാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത്. ഹാൻഡ് റൈറ്റിങ്ങിൽ വരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് UPSC മെയിൻസിൻ്റെ സിലബസ് വളരെ വ്യക്തമായിട്ട് അതിൽ നിന്ന് പുറത്തും ചോദിക്കുന്നില്ല, അതിൽ കൂടുതലും UPSC ചോദിക്കാൻ നിൽക്കില്ല. ഇത് സ്പെസിഫിക് ആയിട്ട് മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാത്രം ഫോക്കസ് ചെയ്യുന്നത്. പ്രിലിംസിന് ഒന്നും പറയാനില്ല. പ്രിലിംസിന് ലാസ്റ്റ് ഒരു പോയിന്റ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് എന്ന സാധനം ഉണ്ട്. എവിടുന്ന് എന്ത് എങ്ങനെ ചോദിക്കുന്നത് ദൈവത്തിന് പോലും അറിയില്ല. 14 വർഷമായി ചോദിക്കാത്ത സ്പോർട്സ് ക്വസ്റ്റ്യൻസിൽ നിന്നാണ് 2024 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആരും പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ UPSC മേഖല കൊലകൊമ്പന്മാരായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് അത് ചിന്തിക്കണമായിരുന്നു. കാരണം അന്നാണ് നമുക്ക് ഇന്ത്യക്ക് ആദ്യമായിട്ട് എന്താണ് ഒളിമ്പിക്സിൽ മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഇൻഡിവിജ്വൽ കാറ്റഗറിയിൽ. എനിക്ക് സ്പോർട്സിനെ പറ്റി വലിയ അറിവില്ല കേട്ടോ. നമ്മൾ നീരജ് ചോപ്രയ്ക്ക് മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി വളരെ ബേസിക് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളത്. വളരെ ബേസിക് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് സ്പോർട്സൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ ഹിന്ദു വരുന്ന സമയത്ത് ആ സ്പോർട്സ് മറിച്ചിട്ടേക്കാം, നമുക്ക് ആവശ്യമില്ല എന്ന് പോകുന്ന ആൾക്കാരാണ്. 4 ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ട് സ്പോർട്സൊക്കെ പഠിച്ച ആൾക്കാർ, പഠിക്കുന്നില്ല ഇൻട്രസ്റ്റ് ആൾക്കാരൊക്കെ അത് ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ദെൻ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റീസ്. നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എടുക്കാം. ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റീസ് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യിപ്പിക്കുക. ഒരു വ്യക്തമായ സമയത്ത് എന്ത് ഡിസിഷൻ എടുക്കാൻ പറ്റിയിരിക്കണം എന്നുള്ളത് ഒരു കപ്പാസിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം. അതിന് ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഒരു കാര്യത്തിനെ പറ്റി ഡെപ്ത് ഓഫ് നോളജിനേക്കാൾ കൂടുതൽ ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമായിട്ടുണ്ട്. ഡെപ്ത് ഓഫ് നോളജ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. ഡെപ്ത് ഓഫ് നോളജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യത്തിന് റിസർച്ച് ചെയ്ത് ഇങ്ങനെ കാട് ഉള്ളിൽ വരെ പോകുന്നൊരു കാര്യമാണ്. അത്ര ഉള്ളിൽ വരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറമേ ഉള്ള കാര്യങ്ങൾ പഠിക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. സോ ആ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അതിൽ നിന്ന് 360 ഡിഗ്രിയിൽ UPSC ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റിയിരിക്കണം അല്ലേ. സോ ആ ഒരു
ഇതൊക്കെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനിയിപ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ല. ക്ലാസ്സിൽ വരുന്ന സമയത്താണ് ഓരോന്ന് പറഞ്ഞ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇപ്പം പറഞ്ഞാൽ നമ്മളൊരു 4-5 മണിക്കൂർ ഈ സെഷൻ്റെ അത് ഇരുന്ന് പോകും. അപ്പോൾ ഇതാണ് ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് നെക്സ്റ്റ് ജോബ് റോൾ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോബ് റോൾ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. UPSC ക്വാളിഫൈ ചെയ്തിരിക്കുന്ന സിവിൽ സർവീസ് ഓഫീസേഴ്സിൻ്റെ, IS ഓഫീസറല്ല, സിവിൽ സർവീസ് ഓഫീസേഴ്സിൻ്റെ ആണ്. പോളിസി ഫോർമുലേഷൻ, അഡ്മിനിസ്ട്രേഷൻ, പബ്ലിക് സർവീസ് ഡെലിവറി, ലോ എൻഫോഴ്സ്മെൻറ്റ്. IPS ഓഫീസർ വിഭാഗത്തിലാണ് ലോ എൻഫോഴ്സ്മെൻറ്റ്, പോളിസി അനാലിസിസ്. IPS മാത്രമല്ല IAS ഓഫീസേഴ്സിനുണ്ട് കേട്ടോ. നിങ്ങൾ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു ഒരു അസൈൻമെൻ്റ് ആയി തരാം. കേരളത്തിൽ എവിടെയൊക്കെ കമ്മീഷൻസ് ഉണ്ടെന്ന് നോക്കാം, എവിടെയൊക്കെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഉണ്ടെന്ന് നോക്കാം. കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ കമ്മീഷൻ ഉണ്ട്. എല്ലാ ജില്ലകളിലും കമ്മീഷൻ ഉണ്ടോ? ഇല്ല. ഇവിടെയൊക്കെ SP, സൂപ്രണ്ട് ഓഫ് പോലീസ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ്, കമ്മീഷൻ്റെയും SP-യുടെ ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കും. ഓക്കെ, അത് ജസ്റ്റ് ഒരു അസൈൻമെൻ്റ് ആയിട്ട് ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു. നമ്മൾ എക്സാമിനേഷനിൽ പോകുന്നതിന് മുന്നേ ഈ ഒരു കാര്യങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് പോളിസി അനാലിസിസ്. ഞാൻ പറഞ്ഞു നമ്മളൊരു പോളിസി ഫോർമുലേറ്റ് ചെയ്തു, അതിനെ അനാലിസ് ചെയ്യുന്നതും ഒരു സിവിൽ സർവീസ് ഓഫീസറിൻ്റെ ഒരു വർക്കാണ്. വെൽഫെയർ ആക്ടിവിറ്റീസ്, ദെൻ പബ്ലിക് എൻഗേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ആൻഡ് ഫൈനലി ഇൻ്റർനാഷണൽ റിലേഷൻസ്. IFS ഓഫീസേഴ്സിൻ്റെ ലെവലിൽ വരുന്ന സമയത്ത് ഇൻ്റർനാഷണൽ റിലേഷൻസ് ആക്ടിവിറ്റീസുകൾ നമ്മൾ നോക്കേണ്ടി വരും. ഓക്കെ, ദെൻ പലപ്പോഴായിട്ട് പറഞ്ഞു പോയ കുറച്ച് കാര്യങ്ങളാണ്. സർവീസസ് വേഴ്സസ് സബ്ജക്ട്സ്, സബ്ജക്ട്സ് വേഴ്സസ് സൊസൈറ്റി. നമ്മൾ കൊടുക്കുന്ന സർവീസസ്, നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സ്. ഞാൻ പറഞ്ഞു നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സുകൾ. ഈ സബ്ജക്റ്റ് UPSCയുടെ സബ്ജക്റ്റിൽ നിന്ന് പുറമേ ഒരു IAS ഓഫീസർ ചെയ്യുന്ന വർക്കുകൾ നിങ്ങൾ ആലോചിക്കുക എന്താ ഉള്ളത് എന്നുള്ളത്. ഒരു IAS ഓഫീസറിന് വേണമെങ്കിൽ പല രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ വർക്കുകളും കാര്യങ്ങൾ കാണാൻ പറ്റും. അദ്ദേഹം ചെയ്യുന്ന എല്ലാ വർക്കുകളും നോക്കാം. നമ്മൾ UPSC സിലബസും നോക്കാം, സബ്ജക്റ്റുകളും നോക്കാം. ഈ സബ്ജക്റ്റിൽ നിന്ന് വ്യതിചലിച്ചിട്ട് എന്തെങ്കിലും ഒരു വർക്ക് എക്സ്ട്രാ ആയിട്ട് പഠിച്ച് ചെയ്യുന്നൊരു വർക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഒരിക്കലും ഉണ്ടാവില്ല. ഒരു IAS ഓഫീസർ പോയിട്ട് മറ്റേ ISRL പോയിട്ട് റോക്കറ്റ് വിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു IAS ഓഫീസർ പോയിട്ട് എന്താണ് ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന കിട്ടും. ഡോക്ടറായിട്ട് IAS ഓഫീസർ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആളുകളിലേക്ക് സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. മീഡിയേഷന് ചിലപ്പം പോകുന്നുണ്ടായിരിക്കാം. സ്പെസിഫിക് ആയിട്ട് പോലെ, ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്ജക്ട്സ് നമ്മുടെ സർവീസസിന് അലൈൻ ചെയ്തിട്ടാണ് UPSC ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതേ രീതിയിലാണ് ജോബ് റോൾ നമുക്ക് നൽകിയിട്ടുള്ളത്. പിന്നീട് സെയിം സബ്ജക്ട്സുകൾ സബ്ജക്റ്റ് വേഴ്സസ് സൊസൈറ്റി ഉണ്ട്. എന്താണ് മനസ്സിലായിട്ടുണ്ടോ? ഒരു സാധാ സൊസൈറ്റിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിനെ എടുക്കുക. ആ വ്യക്തിനെയാണ് നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓരോ സബ്ജക്റ്റിൽ എടുത്ത് നോക്കാം. ഹിസ്റ്ററി എടുത്ത് നോക്കൂ. ഹിസ്റ്ററിയും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ ഹിസ്റ്ററി മാറ്റം കൾച്ചറെല്ലാം ഒരുമിച്ച് എടുക്കാം കേട്ടോ. ഹിസ്റ്ററിയും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സിമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ട് ഇവിടെ കഴിയുന്നില്ലേ? ഇപ്പോൾ UK പോയി കഴിഞ്ഞാൽ പറയാറുണ്ടല്ലേ, ഒന്നും വേണ്ട, നമ്മൾ UK ഡ്രസ്സ് ഇട്ട് ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരും നമ്മൾ നോക്കും. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു മുണ്ട് ഷർട്ട് ഇട്ട് നമ്മൾ UK നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ നോക്കും. സോ കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് നമ്മളാരും അറിയാത്തൊരു കാര്യമാണ്, നമ്മളൊരു കൾച്ചർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? വീട്ടിൽ പോകുന്നു, നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ ഒരു അണുകുടുംബം അല്ലെങ്കിൽ കൂട്ടുകുടുംബമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സൊസൈറ്റി അല്ലെങ്കിൽ ഈ ഹിസ്റ്ററി സബ്ജക്റ്റ് എന്ന് വെച്ചാൽ സാധാരണക്കാരന് സംബന്ധിച്ച് അത് ആവശ്യമുള്ള കാര്യമാണ്. ഒരു സാധാരണക്കാരനെ ബേസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഹിസ്റ്ററി ഉണ്ട്. ദെൻ നെക്സ്റ്റ് പിന്നെന്താണ്? ജോഗ്രഫി. ജോഗ്രഫിയിലൊക്കെ സിമ്പിളായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇപ്പം മറ്റേ പഴയ ആൾക്കാർക്ക് ഉണ്ടെങ്കിലേ ആകാശത്ത് നോക്കിയിട്ട് മോനെ നല്ല മഴ വരുന്നുണ്ട്, കുട എടുത്തിട്ട് പൊക്കോന്ന് പറയാറുണ്ട്. ഒരു സാധാരണക്കാരൻ ലൈഫിൽ ചെയ്തൊരു കാര്യം കൂടിയാണ് ജോഗ്രഫി. സോ അദ്ദേഹം നേരിട്ടോ അല്ലാതെയോ ആണെന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ലൈഫിനെ ബാധിക്കുന്നൊരു കാര്യമാണ് ജോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പേഴ്സണലി ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ സംഭവങ്ങളൊന്നും ഇല്ലാതെ അദ്ദേഹത്തിന് നോർമൽ ലൈഫ് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജോഗ്രഫി, ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു. ഇനി പൊളിറ്റി, തീർച്ചയായിട്ടും നിങ്ങളൊരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ നഗരസഭയിലോ കോർപ്പറേഷനിലോ കയറാത്ത ഒരു മനുഷ്യന്മാർ, അറ്റ്ലീസ്റ്റ് പോലീസ് സ്റ്റേഷനിലും കയറാത്ത ഒരു മനുഷ്യന്മാരുണ്ടായിരിക്കില്ല. പൊളിച്ച് എപ്പോഴും ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് വേണ്ട കാര്യങ്ങളാണ്. നമുക്കൊരു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പബ്ലിക് സർവീസസ് നമുക്ക് ഡെലിവറി ചെയ്യുന്നിടത്ത് ഒരു സാധാരണക്കാരൻ എപ്പോഴും ഒരു റേഷൻ കാർഡ് ഉണ്ടാവില്ല നിങ്ങളെല്ലാവരും വീട്ടിൽ, അത് തന്നെ ഒരു പബ്ലിക് സർവീസാണ്. ഇതെല്ലാം പൊളിറ്റിയായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെയും ഒരു സാധാരണക്കാരന് വേണ്ടൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് എലമെൻ്റ് ആണ് നമ്മുടെ പൊളിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ സാധാരണക്കാരൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാധാരണക്കാരന് വേണ്ട എലമെൻറ്റുകളാണ്. ഈ സാധാരണക്കാരനെ സെർവ് ചെയ്യാൻ പോകുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അല്ലേ? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലിരിക്കുന്ന ആളുടെ ഉദ്ദേശം എന്താണ്? ഈ സാധാരണക്കാരനെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം എൻകൗണ്ടർ ചെയ്യുന്ന ഇഷ്യൂസുകൾ എന്താണ്, അദ്ദേഹം എന്താണ് നോക്കിക്കാണുന്ന ഇഷ്യൂസുകൾ എന്താണ്, അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു തരത്തിൽ
അതിനേക്കാൾ കുറച്ച് അല്ല അദ്ദേഹം എൻകൗണ്ടർ ചെയ്യുന്ന കാര്യത്തിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ബിക്കോസ് അദ്ദേഹത്തിന് സർവ് ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു വലിയൊരു ക്രൗഡിനെ തന്നെയാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ജോഗ്രഫി നോക്കി, ഹിസ്റ്ററി നോക്കി, ആർട്ട് ആൻഡ് കൾച്ചർ നോക്കി, അതേപോലെ തന്നെ പൊളിറ്റി നോക്കി, എക്കണോമി തീർച്ചയായിട്ടും അല്ലേ, എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്ന എക്കണോമിയാണ്. അത് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് തോന്നിയ ഡീമോണിറ്റൈസേഷൻ വന്ന സമയത്തായിരിക്കും. അതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല, പണിക്ക് പോകുന്നു, പൈസ കിട്ടുന്നു, കുറച്ച് പൈസ ആയിരിക്കും, അതിൽ ജീവിച്ച് പോകുന്നു. ബട്ട് പെട്ടെന്ന് ഡീമോണിറ്റൈസേഷൻ വന്ന സമയത്ത് വ്യക്തമായിട്ട് മനസ്സിലായി അവിടുന്ന് കുലിക്കാൻ ഇവിടെ വരെ കുലിക്കുമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണില്ല. സാധാരണക്കാരുടെ ലൈഫിൽ വന്നൊരു പ്രശ്നമായിരുന്നു അല്ലേ. അതിൽ എത്ര പേര് ജീവൻ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ക്യൂവിലൊക്കെ നിന്നിട്ട് പൈസ മാറാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ബേസിക്കായിട്ട് ആ എക്കണോമി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിക്കുന്ന എക്കണോമി ഇപ്പോൾ SLR പഠിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് ടേംസ് ഒന്നും കിട്ടുന്നില്ല, RBI ആയിട്ട് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, അങ്ങനെ പല കാര്യങ്ങൾ MPC എല്ലാം പഠിക്കുന്നുണ്ടായിരിക്കും. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ്, നമ്മൾ ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നില്ല. ബിക്കോസ് ഇതൊക്കെ ഈ സാധാരണക്കാരെ സംബന്ധിച്ച് ഇതിൻ്റെയൊക്കെ ഏതെങ്കിലും എലമെൻറ്റ് കണക്ട് ചെയ്ത് പോകുന്നതാണ് എക്കണോമി. ഇനി സയൻസ് ആൻഡ് ടെക്കിൽ മാത്രം വീണ്ടും വരുന്ന സമയത്ത് അപ്പോഴും ഞാൻ പറഞ്ഞു UPSC സിലബസിലും UPSC റിപ്പോർട്ടുകളിലും പറയുന്നത് സയൻസ് ആൻഡ് ടെക്കിൽ ഇൻ ഡെപ്ത് ആയിട്ടുള്ള നോളജ് നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്ക് നിർബന്ധമായിട്ടും ഒരാളുടെ ലൈഫിൽ വേണം. നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിലും ഓക്കെ, കറണ്ട് വിട്ടേക്കും, ഇനിയിപ്പോൾ അതും ഇല്ലെന്ന് കരുതിക്കോ, ചിമ്മിണി വിളക്കിൽ ഓടുന്ന വീടാന്ന് കരുതിക്കോ, ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലേ? മൊബൈൽ ഫോണിലേക്ക് ജീവിക്കാൻ പറ്റില്ലേ? ഇപ്പോഴത്തെ കണ്ടീഷനിൽ കേട്ടോ, ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ആളുകൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ജീവിച്ച കാലഘട്ടത്തിലും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം വേണമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, കൾച്ചർ ഉണ്ടായിരുന്നു, ജോഗ്രഫി ഉണ്ടായിരുന്നു, പൊളിറ്റി ഉണ്ടായിരുന്നു, എക്കണോമി, ഇത്രയും കാലം ഉണ്ടായിരുന്നു. സയൻസ് ആൻഡ് ടെക്കൊക്കെ ഇപ്പോൾ വന്നതാണ്. അതുകൊണ്ട് UPSC പറഞ്ഞു ഇതിനെപ്പറ്റി അധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, അതിനെപ്പറ്റി ആ എക്സ്പേർട്ട് മേഖലയിലുള്ള ആളുകൾ നോക്കിക്കോളും. ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ആളുകൾ നോക്കിക്കോളും. അതുകൊണ്ട് തന്നെ UPSC പറയുന്നത് ഇൻ ഡെപ്ത് നോളജ് നിങ്ങൾക്ക് ഇതിനകത്ത് വേണ്ട മക്കളെ എന്നുള്ളത്. അപ്പം സൊസൈറ്റിയിലിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിനെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ അത്രയും അദ്ദേഹം അടങ്ങിയിരിക്കുന്ന ഒരു വലിയൊരു ക്രൗഡിനെ സെർവ് ചെയ്യാൻ പോകുന്ന നമ്മൾ അദ്ദേഹം എൻകൗണ്ടർ ചെയ്യുന്ന സബ്ജക്റ്റുകളായിരിക്കണം പഠിക്കേണ്ടത്. അത് നമ്മളായിട്ട് കണ്ടുപിടിച്ച് പഠിക്കേണ്ട, അത് UPSC അവിടെ കണ്ടുപിടിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് GS പേപ്പർ 4 ഒരു എത്തിക്സ് എന്ന പേപ്പറുണ്ട്. ഇതെല്ലാം ഡെലിവറി ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഡെലിവറി ചെയ്യണം, എങ്ങനെയാണ് ഒരാളോടുള്ള പെരുമാറ്റം തുടങ്ങിയ കാര്യങ്ങളാണ് GS പേപ്പർ 4 എത്തിക്സിലും പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ സർവീസസ് വേഴ്സസ് സബ്ജക്ട്സ്, വേഴ്സസ് സബ്ജക്ട്സ് നമ്മൾ ഓൾറെഡി നോക്കി. സബ്ജക്ട്സ് എങ്ങനെയാണ് സൊസൈറ്റിയുമായി ലിങ്ക് ചെയ്തിരിക്കുന്നത്? UPSC ഒരു കാരണവശാലും വെറുതെ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് ടോപ്പിക്കുകൾ ഇട്ടിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സബ്ജക്ട്സുകളോ സിലബസുകളോ അല്ല, വ്യക്തമായിട്ടുള്ള പ്ലാനുകൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, PSCയിലിരിക്കുന്ന സമയത്ത് ഈ എക്സൽ അറിയാതെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ സെലക്ഷൻ പ്രൊസീജിയേഴ്സാണ്. ഇവിടെ സെലക്ഷൻ പ്രൊസീജിയർ, ഇവിടെ എന്തിനാണോ നിങ്ങൾ ആവശ്യമുള്ളത് ആ കാര്യത്തിലേക്ക് UPSC എടുക്കുക എന്നുള്ള UPSC ഉദ്ദേശം. അത് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്നത് വേണ്ട. കാരണം ഇത്രയും കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക, എന്തൊക്കെയാണ് ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നിങ്ങൾക്കും ഒരു പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജി ഫോം ചെയ്യാൻ പറ്റും. ദെൻ UPSC ഫോക്കസിങ് ഏജ്, നിങ്ങൾ ഇൻ്റർവ്യൂവിലൊക്കെ കിട്ടുകയാണ്. എന്തുകൊണ്ടാണ് 21ാം വയസ്സിൽ തന്നെ എനിക്കൊന്ന് സഫീൻ ഹസാൻ IPS ഓഫീസർ 21ാം വയസ്സിൽ IPS കിട്ടിയ ആളാണ്. അതുപോലെ തന്നെ അൻസാർ ഷെയ്ഖ് 21ാം വയസ്സിൽ IAS കിട്ടിയിരിക്കുന്ന ആളാണ്. ഇവരോടൊക്കെ ഇൻ്റർവ്യൂ ബോർഡിൽ, നമ്മൾ UPSC ഇൻ്റർവ്യൂ നമുക്ക് കാണാൻ പറ്റില്ല, ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നൊരു ടോപ്പിക്കിൽ കാണാറുണ്ട്, 21ാം വയസ്സിൽ എന്തിനാണ് UPSCയിൽ കയറുന്നത് എന്നുള്ളത്. ഇപ്പോൾ UPSC വെച്ചിരിക്കുന്ന ഏജ് ലിമിറ്റാണ് 21. ഡിഗ്രി നിങ്ങൾ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മിനിമം ക്വാളിഫയിങ് മാർക്ക്, സാധാരണ UPSC എന്നൊരു 45% ആണ്. നമ്മളൊരു ടീച്ചർ എനിക്ക് ആ മാർക്കില്ലല്ലോ, നിങ്ങളെല്ലാം D കിട്ടി പാസ്സായാൽ പോലും 40 മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 40% വെച്ചാൽ നിങ്ങൾ ക്വാളിഫിക്കേഷനാണ്, നിങ്ങൾ ക്വാളിഫൈ ചെയ്തു, നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. ബിക്കോസ് നിങ്ങൾക്ക് ബ്രില്യൻ്റ് ആയിട്ടുള്ള കപ്പാസിറ്റി, നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് വാങ്ങണമെന്നൊന്നും നിർബന്ധമില്ല. ബിക്കോസ് അതിനേക്കാൾ വലിയ സാർ ഇങ്ങോട്ട് പഠിക്കാനുണ്ട്. UPSC വലിയൊരു സിലബസ് ഒരുക്കി വെച്ചിട്ടുണ്ട്, ഒരുപാട് ബുക്കുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് എൻ്റർ മാറിയിട്ട് വേറൊരു ജോണറിൽ തന്നെ പഠിക്കേണ്ട ഒരു മേഖലയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ UPSC ഫോക്കസിങ് ഏജ് എപ്പോഴും 21 ഏജുള്ള ആളുകളെ കിട്ടുക എന്നുള്ളതാണ് UPSC എപ്പോഴും ആഗ്രഹിക്കുന്നത്. UPSCയുടെ എപ്പോഴും ആഗ്രഹം 21 വയസ്സുള്ള ആളെ കിട്ടുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? ചെറുപ്പത്തിലുള്ള ചോരത്തിളപ്പുണ്ടാവുമല്ലോ, ആ തിളപ്പുണ്ടായാലും മാത്രം. നിങ്ങൾ നോക്കൂ, എത്തിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എത്തിക്സിൽ കൂടുതലും ഈ പലതരത്തിലുള്ള ഓഫീസേഴ്സിൻ്റെ എക്സാമ്പിൾസുകൾ നമ്മൾ ആഡ് ചെയ്യും. നിങ്ങൾ എത്തിക്സ് ക്ലാസ്സൊക്കെ കേൾക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മുടെ എത്തിക്സ് ക്ലാസ്സിലാണെങ്കിലും പലതരത്തിലുള്ള എക്സാമ്പിൾസ് പറഞ്ഞുതരും. ആ എക്സാമ്പിൾസിലൊക്കെ പല ഓഫീസേഴ്സിനെ പറ്റി പറഞ്ഞുതരും. ഈ ഓഫീസേഴ്സൊക്കെ ചെറിയ പ്രായമുള്ള ആൾക്കാരായിരിക്കും. ഞാൻ നേരത്തെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ 14 ജില്ലയിൽ IAS ഓഫീസേഴ്സിന് നിങ്ങൾക്ക് അറിയുമെന്നുള്ളത്. ഇപ്പോൾ മലപ്പുറത്തിൻ്റെ കളക്ടർ, നമ്മുടെ അക്കാദമി മലപ്പുറത്താണുള്ളത്. മലപ്പുറത്തിൻ്റെ കളക്ടർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ട് ഇപ്പോഴും പേരറിയില്ല. 2-3 പ്രാവശ്യം പേര് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും അറിയില്ല. ബിക്കോസ് അദ്ദേഹം കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ചുറുചുറുക്കുള്ള ആൾക്കാരുള്ള, ഞാൻ പറഞ്ഞില്ല, അർജുൻ പാണ്ഡ്യൻ, തേജസ് കൃഷ്ണ,
സാംബശിവ റാവു തുടങ്ങിയിരിക്കുന്ന ആളുകളൊക്കെ നമുക്കറിയായിരുന്നു. ഒക്കെ ചുറുചുറുക്കുള്ള ആളുകളായിരുന്നു. അല്ല, അവരെന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റവരൊക്കെ ജസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോസസ്സിലാണ് അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റവർ അവർ കിട്ടിയിരിക്കുന്ന പൊസിഷൻ അവർക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരുടെ പേര് അറിയുന്നു. ഇപ്പോൾ 21 ഏജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ല കോഗ്നിറ്റീവ് ആയിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏജാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഒരു കുട്ടിക്കളിയിൽ നിന്ന് മാറി കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ഏജിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടം, ലൈഫിനെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടം. എന്ത് ചെയ്യാൻ പറ്റും, സൊസൈറ്റിക്ക് വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന കാലഘട്ടം. കാരണം വെച്ചാൽ ഇത് അങ്ങോട്ട് കുറച്ചുകൂടി 26 വയസ്സായി പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നീട് നാടിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല, കുടുംബത്തെ പറ്റി ചിന്തിക്കാൻ കുറേ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കോഗ്നിറ്റീവ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് UPSC 21 ഏജിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ കോഗ്നിറ്റീവ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏജാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ലൈഫ് എക്സ്പീരിയൻസ് കുറവായിരിക്കും, ബട്ട് UPSC ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് വളരെ കൂടുതലായിരിക്കും. ലൈഫ് എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സാധാരണ നോർമൽ ലെവലിൽ അദ്ദേഹത്തിന് ലൈഫ് എക്സ്പീരിയൻസ് എക്സാക്ട്ലി. കാരണം നമ്മൾ അതുവരെ കോളേജ് ലൈഫ് അടിച്ചുപൊളി അല്ലേ, ഫ്രണ്ട് സർക്കിൾ, അവിടെ നിന്നുണ്ടാകുന്ന അടിയും പിടിയോ അല്ലാതെ നമ്മളൊരു കോർപ്പറേറ്റ് കമ്പനിയിലൊക്കെ പോകുന്നൊരു കാലഘട്ടമാണ് ആക്ച്വലി 21 എന്നൊക്കെ പറയുന്നത്. ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നമ്മൾ ജോലിക്കെല്ലാം ഇറങ്ങുന്നത്. നമ്മൾ കണ്ട ഒരു വിഭാഗമായിരിക്കും നമ്മുടെ ജോലി സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത്. കൂടെ നടന്നുകൊണ്ട് കുതികാലം വെട്ടുന്ന ആൾക്കാർ പോലും ഉണ്ടാകുന്ന പലതരത്തിലുള്ള ജോലി സ്ഥലങ്ങളും നമുക്ക് അറിയാം. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതിൽ തന്നെ ജോയിൻ ചെയ്ത എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാർ വർക്കിംഗ് പ്രൊഫഷൻസ് ആണ് അല്ലേ. അപ്പോൾ ലൈഫ് എക്സ്പീരിയൻസ് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് 21 ഏജിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടേം സർവീസ് ഉണ്ടായിരിക്കും, നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. സർവീസിൽ ഇരുന്ന് കൊണ്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരുപാട് പഠിക്കുന്നതിനെക്കാട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് എക്സ്പീരിയൻസ്. നമ്മുടെ കാര്യത്തിനെ പറ്റി നന്നായിട്ട് അറിയുക എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഒരുപാട് കാലം പഠിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മേഖലയിൽ അത്യാവശ്യം കഴിവ് തെളിയിക്കാൻ പറ്റും. കാരണം പഠിച്ചാലും മനസ്സിലാവാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസിൽ നിന്ന് നേടാൻ പറ്റും. അപ്പോൾ 21 ഏജിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ലൈഫ് എക്സ്പീരിയൻസ് നല്ല രീതിയിൽ കൂടും ഇദ്ദേഹത്തിന്. അപ്പം അദ്ദേഹം ഏകദേശം ലാസ്റ്റ് എത്തുന്ന സമയത്ത്, ഏകദേശം ഒരു റിട്ടയർമെൻറ്റ് ഏജ് എത്തുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾ സർവീസിൽ ഇപ്പം നമ്മൾ പേര് കേൾക്കുന്ന പഴയ IAS ഓഫീസർ IPS ഓഫീസറൊക്കെ നോക്കിയാൽ പോലും അദ്ദേഹത്തിന് ചെറിയ പ്രായത്തിൽ കാര്യം ആൾക്കാരായിരിക്കും. ഒരു 30 വയസ്സിലൊക്കെ കാര്യന്ന ആൾക്കാർ ഏകദേശം ഒന്ന് പണിയെടുത്ത് തുടങ്ങുന്ന സമയത്തേക്കും കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ വരികയും ചെയ്യും ഓട്ടോമാറ്റിക്കലി. എന്നാൽ പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട, ഇനി ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ, എന്തായാലും സർവീസ് കിട്ടില്ലെന്ന് കരുതി പോകും. ഡെപ്യൂട്ടി കളക്ടേഴ്സ്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഡെപ്യൂട്ടി കളക്ടേഴ്സിൻ്റെ പേരറിയാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഡെപ്യൂട്ടി കളക്ടേഴ്സൊക്കെ ഇങ്ങനെ വരുന്ന ആളുകളായിരിക്കും. പേര് നിങ്ങൾക്ക് അറിയാൻ സാധ്യത കുറവായിരിക്കും. പിന്നെ ലോങ് ടേം സർവീസ്, നേരത്തെ പറഞ്ഞാൽ തന്നെ 21 ഏജിൽ കാര്യന്ന ആൾക്കാർക്ക് ലോങ് ടേം സർവീസ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെച്യൂരിറ്റി ആൻഡ് റെഡിനെസ്, എന്ത് ചെയ്യാനും തയ്യാറായിരിക്കും. മെച്യൂരിറ്റി എന്താണ് മെച്യൂരിറ്റി എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ അവർക്ക്. അത് മെച്യൂരിറ്റി അവർ ബിൽഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഓക്കെ, ആ ബിൽഡ് ചെയ്യുന്ന വരുന്ന സമയത്ത് സർവീസിലേക്ക് അറിയത് ഈ ഒരു മെച്യൂരിറ്റി ഏജിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അവർ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ടേക്ക് പോകേണ്ട ആൾക്കാർ നല്ല വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും, നല്ലതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ UPSC ഫോക്കസ് ചെയ്യുന്നത് മാറി. കാരണം UPSC കാര്യം ഒരു ഡിസ്ട്രിക്റ്റിനെ ഒരു തലയിലെടുത്ത് വെക്കുന്ന 21 വയസ്സുള്ള ഒരാളായിരിക്കും. ഓട്ടെ, ഒരു 23 വയസ്സായിരിക്കും ചിലപ്പം. 21 വയസ്സിലേക്ക് നേടി 24 വയസ്സിലേക്ക് അദ്ദേഹം ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ആവുന്നത്. 24 വയസ്സെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് 24 വയസ്സ് നിങ്ങൾക്ക് തന്നെ ചില ആൾക്കാർ 24 വയസ്സുണ്ടാവും. നിങ്ങളൊരു ഡിസ്ട്രിക്റ്റിനെ ചുമതലയിൽപ്പിച്ച എന്തായിരിക്കും അവസ്ഥ അല്ലേ. അപ്പം UPSC ഫോക്കസ് ചെയ്യുന്നത് 21 ഏജ് ആണ്. അപ്പം ഫോക്കസിങ് ഏജ് എന്തുകൊണ്ടാണ് ഈ സ്ലൈഡ് ആഡ് ചെയ്യുന്നുള്ള കാര്യം മുന്നേ കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, സാർ എന്താണ് 21 വയസ്സിൽ തന്നെ ഇത്രയും വലിയ പൊസിഷൻ അല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് തന്നൊരു കാര്യമാണ്. ഇനി നമുക്ക് കുറച്ച് സബ്ജക്ട്സിലേക്കും അതുപോലെ തന്നെ പേപ്പേഴ്സിലേക്കും ജസ്റ്റ് പോയിട്ട് നമുക്ക് സെഷൻ എൻഡ് ചെയ്യാം. സബ്ജക്ട്സ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹിസ്റ്ററി മെയിൻ ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റുകളാണ് കേട്ടോ. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, എൻവയോൺമെൻറ്റ്, പൊളിറ്റി, സയൻസ് ആൻഡ് ടെക്, ആർട്ട് ആൻഡ് കൾച്ചർ, ഇൻ്റർനാഷണൽ റിലേഷൻസ്, എത്തിക്സ് തുടങ്ങിയിരിക്കുന്ന പേപ്പേഴ്സുകളാണ്. സബ്ജക്ട്സുകൾ നമുക്ക് നാളെ നോക്കാം കേട്ടോ. നാളെ UPSCയുടെ സിലബസ് ഇൻട്രൊഡക്ഷനകത്ത് സബ്ജക്ട്സും അതുപോലെ തന്നെ പേപ്പേഴ്സും ഞാൻ ജസ്റ്റ് ആ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു കേട്ടോ ഡീറ്റെയിൽ ആയിട്ട്. ദെൻ UPSC സ്റ്റഡീസ് വേഴ്സസ് പേഴ്സണാലിറ്റി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പേഴ്സണൽ എക്സ്പീരിയൻസിലുള്ളൊരു കാര്യം കൂടിയാണ് UPSC സ്റ്റഡീസ് വേഴ്സസ് പേഴ്സണാലിറ്റി എത്രത്തോളം ഇമ്പ്രൂവ് ആവുന്നുള്ളത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ട്, ഭയങ്കര സ്റ്റേജ് ഫിയറിലൊക്കെ ഒരു ടൈപ്പിൽ നിന്നാണ്. ഇപ്പം എന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ടൈപ്പിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ആളുകളോട് സംസാരിക്കാനുള്ള എബിലിറ്റി കിട്ടും. ബിക്കോസ് നമ്മൾ കുറച്ച് നോളജബിൾ പേഴ്സൺ ആണെന്നുള്ള ഐഡിയ കിട്ടും. ഈ നോളജബിൾ പേഴ്സൺസ്, നമ്മളെക്കാളും നോളജബിൾ പേഴ്സൺസ് പല ആൾക്കാരുണ്ടായിരിക്കും. ബട്ട് നോളജബിൾ പേഴ്സൺസിൻ്റെ പലപ്പോഴും ചെറിയ ചെറിയ അഹങ്കാരങ്ങൾ നിങ്ങൾ കാണുമായിരിക്കും. ബട്ട് UPSCയിലൂടെ നോളജ് നേടിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്തിക്സിലൊക്കെ പറയും എന്താണ് സിമ്പത്തി, എംപത്തി ആൻഡ് കമ്പാഷൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ പോകുന്നുണ്ടാവും. നമുക്കെല്ലാവർക്കും സിമ്പത്തി ഉണ്ടായിരിക്കും, ചിലപ്പോൾ കാണിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും.
ബട്ട് UPSC സ്റ്റഡീസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിലേക്ക് എത്തും? നമ്മൾ എംപതിയിലേക്ക് എത്തും അല്ലേ? നമുക്ക് ആ വിഷമം ഫീൽ ചെയ്യുന്നു, ഒരാളുടെ വിഷമം ഫീൽ ചെയ്യുന്ന നമ്മൾ എംപതി എന്ന് പറയുന്നത്. നമ്മൾ മറ്റേത് നോക്കിക്കഴിഞ്ഞാൽ സിമ്പതി എന്താണ്? അയ്യോ പാവ അവനെന്തോ സംഭവിച്ചു, അവന് കഷ്ടപ്പാട് എന്ത് കഷ്ടമാണെന്നുള്ളത്, അതാണ് സിമ്പതി എന്ന് പറയുന്നത്. എംപതിയിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ആ ഫീല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത് റെക്കഗ്നൈസ് ചെയ്യുന്ന നമ്മൾ എംപതി എന്ന് പറയുന്നത്. കമ്പാഷനേറ്റ് എന്ന ലെവലിലേക്ക് നമ്മൾ എത്തും പിന്നീട്. സിമ്പിളായി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ കഷ്ടപ്പെട്ട് കരയുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായി തുടങ്ങും. അപ്പോൾ ഈ 3 സംഭവങ്ങൾ ഒരാളുടെ ഒരു ഇൻ പേഴ്സണൽ, ഞാൻ UPSC ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നില്ല, പേഴ്സണലി പറയുന്നൊരു കാര്യമാണ്, എല്ലാവരുടെ ലൈഫിലും വേണ്ടൊരു കാര്യമാണ്. കാരണം അവൻ എന്നോട് അങ്ങനെ ചെയ്തു, ഞാൻ തിരിച്ചങ്ങനെ, അതൊന്നും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മളൊക്കെ ലൈഫിൽ ഇവിടെ ഇങ്ങനെ നിന്ന് പോകുന്ന ആൾക്കാരാണ്, ഒന്നിലും ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പം പേഴ്സണാലിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകും എന്നുള്ളത്. UPSC പഠിക്കാൻ വരുന്ന കുട്ടികൾ പറഞ്ഞാൽ 10 ലക്ഷത്തോളം ആളുകൾ എക്സാമിന് എഴുതാൻ വരുന്നത് വർഷാവർഷം 10 ലക്ഷം ആളുകൾ എഴുതാൻ വരാറുണ്ട്. അതിന് 5 ലക്ഷം ആളുകൾ മാത്രമേ എഴുതാറുള്ളൂ, ബാക്കി 5 ലക്ഷം ആൾക്കാർ ആബ്സെൻ്റ് ആയിരിക്കും. അതിൽ 1 ലക്ഷത്തെ ആളുകൾ വളരെ നല്ല രീതിയിൽ പഠിച്ച് എനിക്ക് ഈ വർഷം കിട്ടണമെന്ന് ആഗ്രഹിച്ച് വരുന്ന 1 ലക്ഷത്തോളം ആളുകൾ ഈ ഇന്ത്യ രാജ്യത്തു നിന്ന് എഴുതുന്നുണ്ട്. അതിൽ തന്നെ ഫസ്റ്റ് പ്രിലിമിനറി എക്സാമിനേഷൻ കഴിഞ്ഞാൽ ഒറ്റ കട്ടിയല്ല 15,000 ആളുകളിലേക്ക് ചുരുങ്ങും. ഓക്കെ, ഏകദേശം 15,000 ആളുകളിലേക്ക് ചുരുങ്ങും. ഇത് പ്രിലിമിനറി ക്വാളിഫൈ. ഈ 15,000 ആളുകളാണ് പിന്നീട് മെയിൻസ് എഴുതാൻ പോകുന്നത്. മെയിൻസ് എഴുതി കഴിഞ്ഞാൽ പിന്നീട് അത് നേരെ ചുരുങ്ങി 2,000 ആളുകളിലേക്ക്. 2,000 എന്നല്ല, ആ വർഷം എത്രയാണോ റാങ്ക് ലിസ്റ്റിൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. അപ്പോൾ 2,000 ആളുകളിലേക്ക് ചുരുങ്ങും. അപ്പോൾ നിങ്ങൾ ഇത്രത്തോളം സക്സസ് പെർസെൻറ്റേജ് കുറഞ്ഞിരിക്കുന്ന എക്സാമിനേഷൻ ആണെങ്കിൽ പോലും അത് പഠിക്കാൻ, ഇപ്പോഴാണ് ഞാൻ കുട്ടിയോട് പറഞ്ഞ കാര്യം, നിങ്ങൾ പഠിച്ചോ, വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുക എന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത് 100%. നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരുപാട് സ്കില്ലുകളുണ്ട്. ചുമ്മാ പഠിച്ച് ഒരു കാര്യങ്ങൾ നേടിയെടുത്തു നമ്മൾ ആൾക്കാരെ നോക്കാതെ പുറം രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന കുറേ കുട്ടികൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അല്ലെ? സ്വന്തം സുഖങ്ങളൊക്കെ മാത്രം നോക്കി പോകുന്നത്. ഞാൻ കുറ്റം പറഞ്ഞതല്ല. അപ്പം അത് എങ്ങനെ എന്തിനത് പോകണമെന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ UPSC സ്റ്റഡീസിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കും. ക്ലാസ്സിൽ വരുന്ന സമയത്ത് പറഞ്ഞു കേട്ടോ, ഓരോന്നായിട്ട് ഞങ്ങൾ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ പേഴ്സണാലിറ്റി, ഇപ്പോൾ തന്നെ ഇതിൽ നമ്മൾ പഴയ സ്റ്റുഡൻസ് കുറച്ച് പേര് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കറിയാം എത്രത്തോളം അവർ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന കാര്യങ്ങൾ. അറ്റ്ലീസ്റ്റ് ഒരാളോട് പോയി സംസാരിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ സിമ്പിളായിട്ടൊരു കാര്യം വെച്ചേക്കും. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിലുള്ള എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഒരു 2009 നമ്മൾ കൊറോണ കഴിഞ്ഞ് വരുന്നൊരു സമയത്ത് നമ്മൾ വാക്സിനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, കോവാക്സിൻ, കോവിഷീൽഡ് നൽകുന്ന വാക്സിനൊക്കെ. ആ സമയത്തൊക്കെ ചെറിയ മാരേജ് ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ നമ്മളൊരു മാരേജിന്, അപ്പം നമ്മുടെ നാട്ടിൽ ഒരു മാരേജ് ഫംഗ്ഷന് പോയതാണ്. മാരേജ് ഫംഗ്ഷന് പോയ സമയത്ത് നമുക്ക് എല്ലാ മാരേജിനും കാണുന്ന പോലെ തന്നെ കുറേ വയസ്സായ ആളുകൾ ചേർന്നിട്ട് അവിടെ ഒരു ഒരു മീറ്റിംഗ് ഒക്കെ. അതങ്ങനെയല്ല, ഇതിങ്ങനെയല്ല, രാജ്യം അങ്ങനെയാണ്, കോവിഡ് ഒന്നും അങ്ങനെ ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പേരെന്താണ് ഈ വാക്സിനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കോവാക്സിൻ, കോവിഷീൽഡ്, ആ 2 പേര് അവർക്ക് അറിയില്ല കേട്ടോ. അവരതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് ശരിയല്ല, അതങ്ങനെയാണ്, ഗവൺമെൻറ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് ഇത്. അപ്പോൾ ഞാൻ കുറേ സമയത്ത് കേട്ടുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ സമയത്ത് എനിക്ക് അവരുടെ ഇടയിലേക്ക് കയറി ചെന്നിട്ട് ഈ കോവാക്സിനും കോവിഷീൽഡും ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയാൻ പറ്റും. സ്പുട്നിക് കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുവരെ അവരുടെ മുന്നിലൊക്കെ നമ്മൾ ഇത്തിരിയുള്ള കുഞ്ഞനാണ്. അപ്പോൾ അവരുടെ മുന്നിലേക്ക് പോയിട്ട് ജെനുവിനായിട്ട്, കാരണം അവർ കുറച്ച് പൊളിറ്റിക്സും കൂടി കയറ്റിയിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജെനുവിനായിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും നാട്ടിൽ നിന്നും നമ്മൾ ആരും അറിയിക്കാൻ പാടില്ല UPSC പഠിക്കുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ ജെനുവിനുള്ള ആൻസർ കൊടുക്കാൻ പറ്റും. അതുവരെ കാക്കക്കൂട്ടത്തിന് കല്ലെറിഞ്ഞ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വയസ്സായ ആളുകളാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് കുറച്ച് സൈലൻ്റ് ആയിട്ടിരുന്നു. അപ്പം അന്നേരം നമുക്കിടെ റെക്കഗ്നേഷൻ ഉണ്ട്. പേഴ്സണലി നമുക്കൊരു ഇത് തോന്നില്ല, വാവ് ഫീലിംഗ് വരില്ലേ, അതൊന്നും എനിക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പഠിച്ചു തുടങ്ങുന്ന സമയത്താണ് കേട്ടോ. അപ്പം അവിടെ ഓട്ടോമാറ്റിക്കലി പിന്നീട് നമ്മൾ അതുവരെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഓക്കെ ഞാൻ എന്തൊക്കെ പഠിച്ചു എന്നുള്ളൊരു ലെവലിലേക്ക്, അത് അഹങ്കാരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേഴ്സണൽ എക്സ്പീരിയൻസ് അത് നിങ്ങൾക്ക് പഠിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിലുള്ള പല ആളുകൾക്കും, ജോയിൻ ചെയ്ത ആളുകൾക്ക് അറിയാം. ഞാൻ സ്പെസിഫിക് ആയിട്ട് ഓരോരുത്തരും എടുത്ത് പറയുന്നില്ല. നിങ്ങളുടെ പല പേഴ്സണൽ ലൈഫുകളും പല കാര്യങ്ങളും പല ആളുകളും സ്റ്റുഡൻസ് ഷെയർ ചെയ്ത സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, ഈ സ്റ്റഡീസിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റർഷിപ്പ്, ഈ പല കാര്യങ്ങളിലൂടെയും പല സക്സസ് നേടിയിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഇതിനകത്തുണ്ടെന്ന കാര്യം നന്നായിട്ട് അറിയാം. അത് ഒന്നുകൂടി ഉള്ള സ്റ്റുഡൻസിനെ ഓർമ്മിക്കുന്നു. നെക്സ്റ്റ് ഞാൻ ഫൈനൽ ടോപ്പിക്കിലേക്ക് പോവാണ്. UPSC ഇനി ഈ എക്സാമിനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ മറ്റേ എക്സാമിനേഷൻ എഴുതാൻ പറ്റുമെന്നുള്ളത് തീർച്ചയായിട്ടും പറ്റും. മറ്റേതൊരു എക്സാമിനേഷൻ നിങ്ങൾ എഴുതിക്കോളൂ. നിങ്ങൾ IBPS എടുത്ത് വരരുത്, അത് മൊത്തം മാത്സ് മാത്രമേ വരുന്നുള്ളൂ. IBPS ഒഴികെ ബാക്കി ഏത് എക്സാമിനേഷൻ നിങ്ങൾ പഠിച്ചോളൂ. കാരണം വെച്ചാൽ നമ്മൾ പഠിക്കുന്നൊരു വേറൊരു മെത്തേഡ് ഉണ്ട്. നമ്മൾ പഠിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ്. ചുമ്മാ ഇപ്പം എന്താണ്
ഫോർ എക്സാമ്പിൾ പാനിപ്പത്ത് യുദ്ധം നടന്നിരിക്കുന്നത് PSC പഠിക്കുന്ന ഒരു ജോണുണ്ട്. പാനിപ്പത്ത് യുദ്ധം നടന്നിരിക്കുന്നത് ഈ വർഷമാണ്, ഇന്ന ആൾക്കാരാണ് യുദ്ധം നടത്തിയിട്ടുള്ളത്. SSCയിൽ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, അല്ലെങ്കിൽ RVയിൽ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങും. UPSCയിൽ പഠിക്കുന്ന സമയത്ത് പാനിപ്പത്ത് നടന്നിരിക്കുന്ന വർഷം ബൈഹാർട്ട് പഠിക്കുന്നതിന് പരമായിട്ടോ അല്ലെങ്കിൽ ആളുകളെ ബൈഹാർട്ട് പഠിക്കുന്ന പരമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈ പാനിപ്പത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ പാനിപ്പത്ത് യുദ്ധവും ആ കാര്യങ്ങൾ മാത്രമല്ല, എന്തിനായിരുന്നു ആ യുദ്ധം നടന്നത്, അപ്പോൾ നമ്മൾ അതിൻ്റെ ഹിസ്റ്ററിയിൽ നിന്നിട്ട് തുടങ്ങും. ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്ന് സ്പെസിഫിക് ആയിട്ട് സ്റ്റോറി പോലെ പഠിച്ചു വരും. എക്സാമിനേഷന് വേണ്ടി പഠിക്കുന്നതെന്ന് മാറിയിട്ട് നമ്മുടെ നോളജ് ബിൽഡ് ചെയ്യാൻ ലെവലിലേക്ക് പഠിക്കാൻ തുടങ്ങും. ബിക്കോസ് ഇത്രയും വലിയ സിലബസിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. UPSC സിലബസ് ഭയങ്കര ഫാസ്റ്റാണ്. ഇതെല്ലാം ബൈഹാർട്ട് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. അറിഞ്ഞ് പഠിക്കുക, ഒന്നും ബൈഹാർട്ട്. UPSC ബൈഹാർട്ടായിട്ടൊരു കാര്യം ചോദിക്കില്ല. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇന്ന വർഷമോ കാര്യങ്ങളോ PSC ഒക്കെ ചോദിക്കുന്ന പോലെ ഈ മറ്റേ റാങ്ക് കിട്ടിയിരിക്കുന്ന ആളുടെ പേരെന്താണ്, അല്ലെങ്കിൽ ഈ മറ്റേ അവാർഡ് ജേതാവിൻ്റെ പേരെന്താണ്, അതൊന്നും ചോദിക്കില്ല. UPSC അങ്ങനത്തെ ഒരു പരിപാടി, അങ്ങനത്തെ ഒരു മോശ സ്വഭാവം UPSCക്ക് ഇല്ല. UPSCൻ്റെ മറ്റേ ഈ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും, ഇരുന്ന് ചിന്തിപ്പിക്കും. എക്കണോമിയുടെ ക്വസ്റ്റ്യൻസ് അങ്ങനെ വരിക. ഒരിക്കലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കുക, ഒന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, നമ്മളത് ഈ ഡിസ്കഷനിൽ പറയുന്നില്ല, നേരിട്ട് വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഏതൊരു എക്സാമിനേഷന് വേണ്ടിയിട്ട്, ബിക്കോസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി, അനലിറ്റിക്കൽ തിങ്കിങ് എബിലിറ്റി ഒക്കെയാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അണ്ടർസ്റ്റാൻഡിങ് സ്റ്റഡീസ് ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ആർട്ടിക്കിൾസ് പൊളിറ്റി പഠിക്കുന്ന സമയത്ത് ആർട്ടിക്കിൾസ് മൊത്തം പഠിക്കണ്ട. ഇക്വാലിറ്റി വെച്ചാൽ ആർട്ടിക്കിൾ 14 ആണെന്നുള്ളതും റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കിൾ 21 ആണെന്നുള്ളത് നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ വായിന്ന് വന്നു പോകും. ബിക്കോസ് നമ്മൾ റൈറ്റ് ടു ലൈഫ് എന്ന ലെവലിൽ മാത്രം ആർട്ടിക്കിൾ 21 പഠിച്ചു പോകുന്നില്ല. റൈറ്റ് ടു ലൈഫിൻ്റെ എക്സാക്ട് ഡെഫിനേഷൻ, എന്താണ് ആർട്ടിക്കിൾ 21, എങ്ങനെയാണ് വന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊന്നും ബൈഹാർട്ട് ചെയ്യുന്നില്ല. നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് സ്റ്റഡീസിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് ധൈര്യത്തിൽ നിങ്ങൾക്ക് ഏത് എക്സാമിനേഷൻ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. ഇനി എക്സാമിനേഷൻ ടൈമിൽ വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ പാറ്റേൺസ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്സാമിനേഷനിലേക്ക് വരുന്നതിൻ്റെ ഒരാഴ്ചയോ 2 ആഴ്ച മുന്നേ ആ എക്സാമിനേഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ട് നമ്മുടെ നോളജിന് അങ്ങോട്ടേക്കൊന്ന് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നോളജ് എല്ലാം സെയിം ആണ്, ഹിസ്റ്ററി എല്ലാം സെയിം ആണ്. ഈ സെയിം ഹിസ്റ്ററി വെച്ചിട്ടാണ് PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, SSC ചോദിക്കുന്നത്, RRB ചോദിക്കുന്നത്, UPSC ചോദിക്കുന്നത്, എല്ലാവരും ചോദിക്കുന്നത് സെയിം ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ്. ഹിസ്റ്ററിയിൽ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇനി മാറുമില്ലത്. പക്ഷേ ഓരോ എക്സാമിനും ഓരോ രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. സെയിം ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ SSC എക്സാമിനേഷൻ സമയത്ത് ഞാൻ പഠിച്ചിരിക്കുന്നത് വേറെ രീതിയിൽ ഞാൻ ഉപയോഗിക്കണം. UPSCക്ക് പോകുന്ന സമയത്ത് ഈ സെയിം നോളജ് ഞാൻ വേറെ രീതിയിലാണ് ഇവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ഏതൊരു എക്സാമിനേഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ എല്ലാത്തിനും ടോപ്പ് ലെവലിലുള്ള ഒരു നോളജ് ബേസാണ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് UPSC വേഴ്സസ് അതർ എക്സാമിനേഷൻ നമുക്ക് വരുന്നൊരു. ഇനി നമുക്ക് എപ്പം സ്റ്റാർട്ട് ചെയ്യും, വെൻ വി ക്യാൻ സ്റ്റാർട്ട്. എപ്പം സ്റ്റാർട്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നമ്മുടെ കോഗ്നിറ്റീവ് സ്കിൽ ഇമ്പ്രൂവ് ആകുന്നതും അല്ലെങ്കിൽ അധികം ടെൻഷൻസ് ഇല്ലാത്തതും. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളേജ് ലൈഫിലും ഈ സ്കൂൾ ലൈഫിലൊക്കെ വളരുന്നൊരു കാര്യമുണ്ടല്ലോ, പ്രണയം കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഈ മുട്ടിട്ട് തുടങ്ങുന്നതിന് മുന്നേ പഠിച്ചു തുടങ്ങുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഈ ഹൈസ്കൂൾ ലെവലിലൊക്കെ പഠിച്ച് തുടങ്ങുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും പതുക്കെ പഠിച്ചാൽ മതി. വല്ല ടെൻഷൻസ് ഇല്ല, ആരും ഒന്നും പറയില്ല, ആരോടും പറയേണ്ട ആവശ്യമില്ല. പതുക്കെ ഓരോ സബ്ജക്റ്റുകളായിട്ട് പഠിച്ച്, കാരണം അണ്ടർസ്റ്റാൻഡിങ് സ്റ്റഡീസാണ്. ഒരു ഓവർനൈറ്റ് സ്റ്റഡീസ് കൊണ്ട് ഒരു കാരണവശാൽ നിങ്ങൾക്ക് സിവിൽ സർവീസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ ഏത് കൊമ്പത്തിരിക്കുന്ന ആളാണ് പോലും. ഇനിയിപ്പോൾ നിങ്ങൾ സർവീസിലിരിക്കുന്ന ഒരാളെ കൊണ്ടുപോകാം, IAS ഓഫീസറായിട്ടിരിക്കുന്ന ഒരാളെ കൊണ്ടുപോകാൻ നമുക്ക് ഒരാഴ്ച സമയം കൊടുത്തേക്കാം. പിറ്റേത്തെ വർഷത്തെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല, നമുക്ക് നോക്കാമല്ലോ. ഒരിക്കലും കുഴപ്പമില്ല, ഞാൻ 100% ഗ്യാരണ്ടി തരാം. അദ്ദേഹം കണ്ടിന്യൂ ചെയ്ത് പഠിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ക്വാളിഫൈ ചെയ്യില്ല തീർച്ചയായിട്ടും. പക്ഷേ എൻ്റെ ഒരു ഡിഫറൻ്റ് ആയിരിക്കും. ആ വർഷത്തെ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവാം. അദ്ദേഹം അത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം വർക്കിന് പിന്നാലെ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡീസ് ഹൈസ്കൂൾ ലെവലിൽ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോളൂ. അതായത് നിങ്ങൾ പഠിക്കുന്ന 2 കാര്യമുണ്ട്. ഹൈസ്കൂളും +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന സെയിം തന്നെ +2 വരെയുള്ള NCERT ആണ് ഇതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. അണ്ടർസ്റ്റാൻഡിങ് സ്റ്റഡീസിലൂടെ നിങ്ങൾക്ക് 2 കാര്യം ചെയ്യാൻ പറ്റും. ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊരു ട്യൂഷന് വേറെ പൈസ കൊടുക്കേണ്ടി വരില്ല, അല്ലേ? ട്യൂഷന് പോകേണ്ട ആവശ്യം. നിങ്ങൾ സിവിൽ സർവീസിന് പഠിക്കുന്നത് നിങ്ങളുടെ ഇപ്പം പുതിയ എഡ്യൂക്കേഷൻ പോളിസി വന്നതുകൊണ്ട് ചിലപ്പം നിങ്ങൾക്കും കൂടി അത് എഫക്റ്റ് ചെയ്യുന്നു വരുന്നു. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിലും കൂടുതൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഒരു വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. +2 ലെവൽ. അപ്പോൾ ഓരോ ലെവലിൽ താഴ്ന്നു നിങ്ങൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ എത്തുന്ന സമയത്ത് വീണ്ടും നമുക്ക് വർക്ക് പ്രഷർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പേപ്പേഴ്സിൽ കൂടുന്നു, സെമ്മ്, സപ്ലി തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ടൈപ്പിൽ നിന്ന് നമ്മുടെ ഡിഗ്രി ലൈഫിലേക്ക് മാറാണ്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ട്രെസ്സ് കൂടും, ഫ്രണ്ട്ഷിപ്പിൻ്റെ വ്യാപ്തം കൂടിക്കൊണ്ടിരിക്കും, ഓട്ടോമാറ്റിക്കലി പഠനത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഡിഗ്രി സെക്കൻഡ് ഇയർ എത്തുന്ന സമയത്ത് വീണ്ടും ടൈറ്റ് ആവുന്നു. ഫസ്റ്റ് ഇയറിലിരിക്കുന്ന കുറേ അറിയാസ് അതേ തീർക്കണം, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ നിർത്തുകയാണ്. ഡിഗ്രി ഫൈനൽ ഇയർ എത്തുന്ന സമയത്ത് വീണ്ടും ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. പ്രൊജക്റ്റ്, സെമിനാർസ് ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ. അപ്പോഴും പറയും ഓക്കെ പഠിക്കാൻ പറ്റില്ല.
നിങ്ങൾ എപ്പോഴാണ് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കും. ഇത് വലിയ റോക്കറ്റ് സയൻസുകളോ കാര്യങ്ങളൊന്നുമല്ല, ബലികറ മേല ഒന്നല്ല. പതുക്കെ 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 പഠിച്ചു പോയാൽ ക്വാളിറ്റി ഇത്രയേ ഉള്ളൂ. ഹിസ്റ്ററി കുറച്ചുകൂടെ വലുതായിരിക്കും, ജോഗ്രഫി രണ്ടിനും ചിലപ്പോൾ നടുവിൽ നിൽക്കുന്നുണ്ടായിരിക്കും. എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. മഴ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ള പഠിക്കുന്നതായിരിക്കും ചിലപ്പം ജോഗ്രഫിയിൽ ഉണ്ടാകുന്നത്. പൊളിറ്റി, എന്തിനാണ് എന്തിനാണ് ഇന്ത്യയിൽ ഒരു പൊളിറ്റി ഒരു പാർലമെൻറ്റ് സ്ട്രക്ചർ, എന്തിനാണ് പ്രസിഡന്റ്, ഇതൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങളല്ലേ. നിങ്ങൾ കേൾക്കാത്തതായിട്ടൊന്നും ഇതിനകത്ത് പഠിക്കാൻ പോകുന്നില്ല കേട്ടോ. കേൾക്കാത്തതായിട്ടൊന്നും പഠിക്കാൻ പോകുന്നില്ല. പൊളിറ്റിയിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും പാർലമെൻറ്റ് മന്ത്രിമാരെ നിങ്ങൾ കേട്ടിട്ടില്ല, ചീഫ് മിനിസ്റ്റർ കേട്ടിട്ടുണ്ട്, MP കേട്ടിട്ടുണ്ട്, MLA കേട്ടിട്ടുണ്ട്. ഇതെന്താ തന്നെ പഠിക്കുന്നത്? പേര് കേട്ടതിൽ നിന്ന് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ സബ്ജക്റ്റും നിങ്ങൾ ഓരോ സബ്ജക്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സെഷൻ്റെ ഫൈനൽ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൽ കുറച്ച് സക്സസ് സ്റ്റോറീസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓരോന്നും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സക്സസ് സ്റ്റോറീസാണ്. ഇത് ഞാനായിട്ട് പറഞ്ഞു തരുന്നില്ല, നിങ്ങളായിട്ട് കണ്ടെത്തിക്കോളൂ. സാധാരണ ഒരു നോർമൽ മോട്ടിവേഷൻ ലെവലുണ്ട്. പറയുന്ന സമയത്ത് മാത്രം മറ്റേ ഉള്ളിൽ നിന്ന് മറ്റേ ജഗതി ഏതൊരു പടത്തിലുണ്ടായിരുന്നില്ലല്ലേ, നമ്മൾ പറയുന്ന സമയത്ത് വാട നമുക്ക് പ്രതികാരം ചെയ്യുന്നതിന് അപ്പം എഴുന്നേറ്റ് ചാടും, പിന്നീട് ഇന്ന് വേണ്ട നാളെ ചെയ്യാന്നുള്ളത്. അതേപോലെ തന്നെയാണ് മോട്ടിവേഷനും. മോട്ടിവേഷൻ നിങ്ങൾക്ക് ഒരാൾക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. ബട്ട് നിങ്ങൾ അത് കേട്ടുകൊണ്ട് സെൽഫായിട്ട് എപ്പം മോട്ടിവേറ്റഡ് ആവുന്നോ അതിൽ കൊണ്ടേ കാര്യമുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 1 മണിക്കൂർ സംസാരിച്ചുകൊണ്ട് നിങ്ങൾ മോട്ടിവേറ്റ് ആയി നാളെ വന്നിട്ട് പഠിത്തം തുടങ്ങാൻ പറ്റുന്ന കാര്യമില്ല. നിങ്ങൾക്ക് സെൽഫായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ഓക്കെ ഈ മോട്ടിവേഷൻ, കാരണം കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തുടക്കത്തിൽ ആൾക്കത്തിൽ മാത്രം പോരാ. ഒരു സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് വിടാതെ പിന്തുടരാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങൾ പിന്തുടർന്നോളൂ. ലൈഫിൽ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും സക്സസ് ആയിട്ട് മാത്രമേ നിർത്തൂ. അത് കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിസ്റ്റൻസി വെച്ചാൽ വെറുതെ UPSC ഞാൻ ദിവസം UPSC പഠിക്കുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോലെ കൺസിസ്റ്റൻസി വേണം. അതേപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റണം. ഓക്കെ, ആ സ്ട്രാറ്റജി ഫോർമുലേഷൻ മാത്രമാണ് നമുക്ക് ഇന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇവിടെ അൻസാർ അഹമ്മദ് ഷെയ്ഖ് 2015 IAS ഓഫീസർ ആയിരിക്കുന്ന ആളാണ്. ഓട്ടോറിക്ഷ വേലയുടെ മോനാണ്. 21-ാം വയസ്സിൽ IAS നേടിയിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് എന്ത് കപ്പാസിറ്റി ഉണ്ടായിട്ടാണ് 21-ാം വയസ്സിൽ നേടിയിട്ടുള്ളത്? സാധാ ഗവൺമെൻറ് സ്കൂളുകളൊക്കെ പഠിച്ച് IAS കിട്ടണമെന്ന ആഗ്രഹത്തിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ച് ഒരു ലെവൽ വരെ എത്തിയിട്ട് പിന്നീട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സഹായം തേടുന്നത് മാത്രമേ ഉള്ളൂ. 21 ഏജിൽ നേടിയിരിക്കുന്ന ആളാണ്. തന്നെ മനോജ് കുമാർ റോയ് ബീഹാറിൽ മുട്ടക്കച്ചവടം നടത്തുന്ന ആളാണ്. അന്നത്തെ വക എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുന്ന ആളാണ് ഈ പറഞ്ഞിരിക്കുന്ന സർവീസൊക്കെ കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. NIT, IIT, എയിംസ്, അതുപോലെ തന്നെ IAS ഓഫീസേഴ്സിന്, IPS ഓഫീസറിൻ്റെ മക്കൾ, പൊളിറ്റീഷ്യൻസിൻ്റെ മക്കൾ എന്ന് തുടങ്ങി ഒരുപാട് ആളുകൾ വിഹരിക്കുന്ന ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ഇവരും എക്സാമിനേഷൻ എഴുതാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഇവരെന്തോ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തെന്താണ് വ്യക്തമായിട്ട് എക്സാമിനേഷൻ മനസ്സിലാക്കി. നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരും. ഞങ്ങൾക്ക് 100 റാങ്ക് ഉണ്ട്, 10 റാങ്ക് ഉണ്ട്, 1000 റാങ്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും നിങ്ങൾ വീടരുത്. നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവിടെ ഇപ്പോൾ നേരിട്ട് പോയി ചോദിക്കും. നിങ്ങൾക്ക് മൈക്രോ സിലബസുകൾ കിട്ടും, അവിടെ നേരിട്ട് ചെയ്യുക. എപ്പോഴാണ് മെയിൻ സയൻസിനെ തുടങ്ങുന്നത്, ഈ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യും. എല്ലാ കാര്യങ്ങളും നോക്കും. 2-3 ഡെമോ ക്ലാസ്സുകൾ വാങ്ങും. ആ ഡെമോ ക്ലാസ്സുകൾ കേട്ട് നോക്കും, മനസ്സിലാവുന്നതോ നോക്കും. മെയിൻ സയൻസ് റൈറ്റിംഗ് എപ്പോൾ തുടങ്ങുന്നു, എത്തിക്സ് പേപ്പേഴ്സ്, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എന്ന് ചോദിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ എക്സാമിനേഷൻ പറ്റി അറിഞ്ഞിരിക്കണം. അതാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന മെയിൻ കാര്യം. ഇന്നും നാളെയും കൂടിയായിട്ട് നമുക്ക് സെഷൻ എൻഡ് ചെയ്യും. ശ്രീധരൻ IAS പ്രത്യേകിച്ച് വേറൊന്നും ഞാൻ പറഞ്ഞിരേണ്ട കാര്യമില്ല. 2018 430 റാങ്ക് കിട്ടിയിട്ട് ഇപ്പം അസിസ്റ്റൻ്റ് കളക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പെട്ടെന്ന് ഇപ്പം റീപ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട്, എനിക്കറിയില്ല ഇപ്പം എങ്ങോട്ടേക്ക് മാറിയെന്നുള്ളത്. പിന്നെ വിവേക് KV 2015 സിവിൽ സർവീസിൽ എത്തിയിരിക്കുന്നതാണ്. കാസർഗോഡല്ല, അദ്ദേഹത്തിന് ജോസ് ടോക്കിലൊരു വീഡിയോ ഉണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കും. കണ്ടാൽ പറയില്ല കേട്ടോ, കാരണം ഒരു തെയ്യം ആർട്ടിസ്റ്റാണ് വിവേക് KV എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ആ ഏരിയയിൽ നിന്ന് ചോർന്നൊലിക്കുന്ന ഒരു കുടിൽ നിന്ന് ഈ അമ്മയും അദ്ദേഹം മാത്രമേ ഉള്ളൂ. ആ ഏരിയയിൽ നിന്ന് തെയ്യം കെട്ടിയിട്ടൊക്കെ ഉണ്ടായിരിക്കുന്ന ചെറിയ പൈസയിൽ നിന്ന് അത് കൂട്ടിവെച്ചിട്ട് സിവിൽ സർവീസിന് വേണ്ടി അത്രയും വലിയ എക്സാമിനേഷൻ. നിങ്ങളിപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ടായിരിക്കും എന്നെക്കൊണ്ട് പറ്റുമെന്നില്ല എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങൾക്ക് 3 നേരം കഴിക്കാനെങ്കിലും ഒരു സമയം അല്ലല്ലേ, അതിനുള്ളൊരു ആവതുണ്ടെന്ന് കരുതാം. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ആളുകൾ ഇത്രയും വലിയ ലക്ഷ്യം കണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി അവർ ട്രൈ ചെയ്തു. ലക്ഷ്യം കണ്ടിട്ട് മാത്രമല്ല, ലക്ഷ്യത്തിന് വേണ്ടി അവർ തയ്യാറെടുത്ത് തുടങ്ങി. അപ്പം എക്സ്ക്യൂസസ് ഒരിക്കലും ലൈഫിൽ ഉണ്ടാവരുത്. നമ്മുടെ സെഷൻ എൻഡ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറഞ്ഞു വെക്കാം, ലൈഫിൽ എന്തെങ്കിലും നേടണം എന്നുള്ള ആഗ്രഹത്തിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി ധൈര്യത്തിൽ മുറുകെ പിടിച്ചോ. നമുക്ക് പഠനത്തിലൂടെ മാത്രമേ മികവ് കാണിക്കാൻ പറ്റും. ബസ്സിന് കല്ലെറിഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ചെയ്തിട്ടോ ഒരു പൊളിറ്റീഷ്യനാവാൻ നമുക്കൊണ്ട് പറ്റില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നന്നായിട്ട് പഠിക്കുക. പഠിച്ചിട്ട് ആ പഠനത്തിൽ മികവ് തെളിയിക്കുക. അത് സിവിൽ സർവീസ് തന്നെ പറയുന്നത്. ഞാനിപ്പം സിവിൽ സർവീസ് ആയതുകൊണ്ടാണ് പറയുന്നത്, സിവിൽ സർവീസ് തന്നെ ആവണമെന്നില്ല. നിങ്ങൾ ഏത് ഫീൽഡ് ആയിക്കോട്ടെ, നിങ്ങളുടെ പഠനവും ഈ ബുക്ക് വെച്ച് പഠിക്കുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നത് മാത്രമല്ല. ഇന്ന് കഴിഞ്ഞ 2 ദിവസം മുന്നേ ഏതൊരു സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിക്കാതെ ഏകദേശം ഒരു അച്ഛൻ 2 മക്കൾ
എന്താണ് സ്കൂളിലൊന്നും പോകാതെ തന്നെ ഏകദേശം കുറേ ഡിഗ്രി എന്തൊക്കെയോ നേടിയെന്ന് പറഞ്ഞിട്ട് പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ. അപ്പം ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടാൻ ശ്രമിക്കുക. എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് ആ എക്സ്ക്യൂസസുകൾ ആദ്യം മാറ്റി നിർത്തുക. എല്ലാവർക്കും എക്സ്ക്യൂസസ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്യൂസുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്യൂസുകൾ പോലെ തന്നെ എനിക്കും ഇഷ്യൂസുകളുണ്ട്. പക്ഷേ എൻ്റെ ഇഷ്യൂസുകൾ വേറെതായിരിക്കും, നിങ്ങൾ ഇഷ്യൂസ് വേറെ. എല്ലാവരും ചിന്തിക്കുന്ന കാര്യം എന്താണ്? എൻ്റെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ഇതൊന്നുമല്ലാത്ത ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേടാൻ ശ്രമിക്കുക. ആ നേടിയ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെപ്പോലെ തന്നെ കഷ്ടപ്പെട്ട് വന്നിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൈപിടിച്ച് ഉയർത്താൻ ശ്രമിക്കുക. വണേഴ്സ് അക്കാദമിൻ്റെ ഏറ്റവും വലിയ മോട്ടോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിലേക്ക് വന്നിരിക്കുന്ന പല ആളുകളും വളരെ പ്രൊമനൻ്റ് ആയിട്ടുള്ള ഫേസുകളോ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ 2019-20 കാലഘട്ടത്തിൽ തുടങ്ങി അന്ന് മുതൽ ഇന്നേ കാലഘട്ടം വരെ ഇപ്പോൾ വന്നിരിക്കുന്ന പല പ്രീവിയസ് സ്റ്റുഡൻസിനും വ്യക്തമായിട്ട് അറിയാം, ഒരാളെ പോലും കൈവിട്ടിട്ടില്ല ഇതുവരെ. നമ്മളൊരിക്കലും ഒരു ഹ്യൂജ് പേയ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങൾ വന്നോളൂ, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇറക്കി വിടും, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇവൻ തോ അവരുടെ തന്നെ ഫീസുകൾ പലപ്പോഴും പല ഫാക്കൽറ്റീസ് പോലും അടച്ചിട്ടാണെങ്കിൽ പോലും പഠിപ്പിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾ ആലോചിച്ച് നോക്കിയത്. ഒരു തരത്തിലും വണേഴ്സ് അക്കാദമിയുടെ കുറ്റം നമ്മുടെ അക്കാദമിയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല. കാരണം സ്റ്റുഡൻറ്റ് സെൻട്രിക് ആയിട്ട് അത്രത്തോളം ഡീറ്റെയിലാണ് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സുകൾ കൊടുക്കൽ മാത്രമല്ല, കാരണം നിങ്ങൾക്കൊരു ഡ്രീമിനാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ആ ലക്ഷ്യത്തിൻ്റെ മുന്നിൽ നിങ്ങൾ അടക്കുന്ന ഫീസിനൊന്നും ഒരു വാല്യൂ ഇല്ല. അപ്പം നിങ്ങളുടെ ആ ഒരു പേയ്മെൻറ്റിനേക്കാൾ കൂടുതൽ ഞങ്ങൾ വാല്യൂ കാണിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഒരു കാരണവശാലും, കാരണം നിങ്ങൾ പേയ്മെൻറ്റ് ഇട്ട് രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്ന ആഗ്രഹങ്ങളല്ല ഞങ്ങളുള്ളത്. ഞങ്ങളും നിങ്ങളെ പോലെ തന്നെ ആസ്പിറൻസ് ആണ്. എത്തിക്സും കാര്യങ്ങളൊക്കെ പലതും പഠിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ പഠിക്കുന്ന എന്താണോ, സർവീസിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും നമ്മൾ പഠിക്കുന്ന എന്താണോ അത് ലൈഫിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. സർവീസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സിവിൽ സർവീസ് നേടണമെന്നില്ല. നടു റോഡിൽ രാത്രി പൈസ കൊടുത്ത് ചായ വിൽക്കുന്ന ആളാണെങ്കിൽ പോലും ചെയ്യുന്ന സർവീസാണ്. നമ്മളും ചെയ്യുന്ന സർവീസാണ് അല്ലേ? ആരെങ്കിലും IAS കിട്ടിയതിന് ശേഷം അയ്യോ എനിക്ക് എമിനിറ്റീസ് ഒന്നും വേണ്ട, എനിക്ക് സാലറി വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മളും ഒരിക്കലാണ്. ചായക്കട നടത്തുന്ന ആ ഒരു പാവം ചേട്ടനാണെങ്കിലും അദ്ദേഹവും ഈക്കലാണ് എല്ലാ സ്ഥലത്തും. എല്ലാവരും സൊസൈറ്റിന് സർവീസാണ് കൊടുക്കുന്നത്. സിവിൽ സർവീസിന് പേര് മാത്രമേ നമുക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സിവിൽ സർവീസിന് പേര് മാത്രമേ ഉള്ളൂ. നമ്മളാണ് സർവീസ് കൊടുക്കുന്നത്. നമ്മളെക്കാട്ട് അടിപൊളിയായിട്ട് സർവീസ് കൊടുക്കുന്നവരാണ്. ഒരു രാത്രി ഒരാളുടെ ജീവൻ അപകടത്തിലാവുന്ന ഒരു കാര്യമായിരിക്കും രാത്രി ഒരു റോഡിലൂടെ വണ്ടി ഓടിച്ച് പോകുന്നത്. ആ സമയത്ത് ഒരു ചായക്കട 10 രൂപ ആയിക്കോട്ടെ ചായക്ക്, അത് അദ്ദേഹം അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു സർവീസാണ്. ഓക്കെ, അപ്പം എല്ലാം ഒരു സർവീസാണ്. എല്ലാവരും സർവീസിന് ഒരു ചെറിയൊരു എമൗണ്ട് പേയ്മെൻറ്റ് വാങ്ങാറുമുണ്ട്. ഓക്കെ, നമ്മൾ സിവിൽ സർവീസിൽ ഇരിക്കുന്ന ആളുകൾ വാങ്ങാറുണ്ട്. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് സർവീസിൽ വേണ്ട? എനിക്ക് തോന്നുന്നൊരു ഏതൊരു ഓഫീസറുണ്ട്, എനിക്ക് തോന്നുന്നു അരുണാചൽ പ്രദേശിൽ അങ്ങനെ എന്താ എവിടെയാണ്, അദ്ദേഹത്തിന് സ്വന്തം പോക്കറ്റിൽ നിന്നൊരു പൈസ എടുത്തിട്ട് റോഡ് പണിഞ്ഞു കൊടുത്തത്. പേരുകളൊന്നും എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഓക്കെ, എനിവേ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മളിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെഷനിലൊക്കെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുതരാൻ പറ്റും. നമ്മൾ ഇതിലും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു തരാനുണ്ട്. ഒരു മെയിൻസ് ആൻസർ റൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുണ്ട്. ഇതൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ, നമ്മളൊരു ഓഫ്ലൈൻ സെഷനാണ് ഉദ്ദേശിക്കുന്നത്. പല ആളുകൾക്കും വരാൻ പറ്റിയില്ല, നമ്മുടെ ക്ലൈമറ്റ് സിറ്റുവേഷനിൽ വെതർ പാറ്റേൺസ് ഒന്നും ശരിയായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഓൺലൈനിലേക്ക് എന്തെങ്കിലും മോഡിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എനിവേ നാളത്തെ സെഷൻ കൂടി കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ ഇന്നത്തെ സെഷൻ കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്ത ആളുകൾ വ്യക്തമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ ഗ്രൂപ്പിലേക്ക് അറിയിക്കാം. എല്ലാത്തിലുപരി ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള ശ്രമം എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോഴേ തുടങ്ങാം. ഒരിക്കലും ലേറ്റ് ആയിട്ടൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ തുടങ്ങിക്കും, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പം അത് നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് കയ്യിൽ പൈസയില്ല, വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളാൽ കഴിയുന്ന ഹെൽപ്പുകൾ ഞങ്ങൾ ചെയ്തു തരാൻ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് നിലവിൽ എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ ഫീഡ്ബാക്കുകളോ നേരിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പറയാം.